PDF നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടാവും ഇല്ലേ? അപ്പോൾ അത് നോക്കി വെക്കുക. അതിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള കുറച്ച് തിയറികളും കുറച്ച് ഇക്വേഷൻസും നമുക്ക് പറഞ്ഞു പോവാം. ക്ലിയർ ആയില്ലേ? യെസ്, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ടല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ, തുടങ്ങാം മക്കളെ. നമുക്ക് തുടങ്ങാം. നമുക്ക് നിങ്ങൾ മെറ്റീരിയൽ എടുക്കുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ 2019 റിവേഴ്സ് ഓർഡറിൽ നമുക്ക് ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പോ 2019 എയിംസിൽ വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വേവ് ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കേട്ടോ. വേവ് ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇന്നെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, എല്ലാവരും അത് എടുത്തു വെക്കണം, അത് വായിച്ചു നോക്കണം. ഓക്കെ, അത് വായിച്ചു നോക്കണം. In a Young's double slit experiment, a light of wavelength 500 nanometer falls on it. Its slit separation is 2 millimeter, and the distance between the plane of the slit and the screen is 2 meter. Then find the distance of a point on the screen where the central maximum, from the central maximum where the intensity becomes 50% of central maximum. Intensity will become 50% of central maximum. അതായത് ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ് അവര് ചോദിച്ചിരിക്കണേ. ആ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റില് അവര് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു 500 നാനോമീറ്റർ ആണ് മക്കളെ. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? 500 × 10⁻⁻9 എന്ന് എഴുതുക അല്ലെ? 500 × 10⁻⁹. ഓക്കെ, ഇനി അവരെന്താ തന്നേ? 500 × 10⁹ മീറ്റർ എന്ന് എഴുതി. ഇനി അവർ നമുക്ക് എന്താ തന്നേ? സ്ലിറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ തന്നിട്ടുണ്ട്. അതായത് സ്മോൾ ലെറ്റർ ഡി തന്നിട്ടുണ്ട്. സ്ലിറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ അത് 2 മില്ലിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 2 × 10⁻³ ആണ്. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് ആൻഡ് ദ സ്ക്രീൻ നമുക്ക് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഡി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് ദ സ്ക്രീൻ നമുക്ക് തന്നിട്ടുണ്ട് മക്കളെ. അത് 2 മീറ്റർ ആണ് തന്നേ അല്ലെ? 2 മീറ്റർ ആണ് തന്നേ. Find the distance of a point on the screen where the from the central maximum where the intensity becomes 50% of central maximum. അതാണ് ചോദിച്ചത്. അപ്പോൾ അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചുതരാം. അത് ഞാൻ പിന്നെ മാറ്റി മക്കളെ നോക്കുക. ഇത് സ്ക്രീൻ ആണ് അല്ലെ? ഈ സ്ക്രീനിൽ സെന്ററിൽ എന്തുണ്ടാവും മക്കളെ? ബ്രൈറ്റ് ബാൻഡ് ആണ് ഉണ്ടാവുക അല്ലെ? ഇന്റൻസിറ്റി പാറ്റേൺ നമ്മൾ വരയ്ക്കുമ്പോൾ സെന്ററിൽ എന്തുണ്ടാവുക? ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാവുക. ഈ സെന്ററിലാണ് ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റിയും വരിക. മാക്സിമം ഇന്റൻസിറ്റിയും വരുന്നത് ആ ബ്രൈറ്റ് ബാൻഡിലാണ്. സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിൽ മാക്സിമം ഇന്റൻസിറ്റി വരുന്നുണ്ട് അല്ലെ? എത്രയാണ് അവിടുത്തെ ഇന്റൻസിറ്റി എന്നതിനെ കുറിച്ച് പലർക്കും ഐഡിയ ഉണ്ടോ മക്കളെ? 2 ഐഡന്റിക്കൽ ആയിട്ടുള്ള സ്ലിറ്റുകളാണെങ്കിൽ 2 സ്ലിറ്റുകളിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ 2 സ്ലിറ്റിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ, ഈ മാക്സിമം ഇന്റൻസിറ്റി ബ്രൈറ്റ് ബാൻഡിന്റെ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ ഇന്റൻസിറ്റിയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയുമോ ആർക്കെങ്കിലും? മാക്സിമം ഇന്റൻസിറ്റി ഓഫ് എൻ ഇന്റർഫറൻസ് പാറ്റേൺ അറിയോ? അറിയുമെങ്കിൽ ഇക്വേഷൻ പറയാ, അല്ലെങ്കിൽ വാല്യൂ പറയാ, അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയാ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഉത്തരവ് വേണ്ടോ? ആരും ഒന്നും പറയുന്നില്ല. യെസ്, നിങ്ങൾ ചാറ്റ് ചെയ്യാ കേട്ടോ.
ടൈപ്പ് ചെയ്ത് അയക്കുക. അറിയാവുന്ന ഫോർമുലാസും ഇക്വേഷൻസും ഒക്കെ. ഇപ്പോ ഇതിന്റെ മാക്സിമം ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആർക്കെങ്കിലും അറിയോ മക്കളെ? ഒരു YDSE എക്സ്പെരിമെന്റിലെ മാക്സിമം ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ഇല്ല, ആരും പറയുന്നില്ല. യെസ്, ഓക്കെ, നമുക്ക് നോക്കാം. വാ, നോക്കൂ, ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അതായത് റിസൾട്ടന്റ് ഇന്റൻസിറ്റി മക്കളെ, റിസൾട്ടന്റ് ഇന്റൻസിറ്റി രണ്ട് വേവുകൾ തമ്മിൽ എന്ത് ചെയ്യുമ്പോൾ ഇന്റർഫിയർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിസൾട്ടന്റ് ഇന്റൻസിറ്റിനെ കുറിച്ച് നമ്മൾ പറയണേ കൊഹറന്റ് സോഴ്സിന്റെ കേട്ടോ. അപ്പൊ കൊഹറന്റ് സോഴ്സുകളുടെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി. ഓക്കെ, നമുക്ക് തൽക്കാലം ഇന്ന് എന്ത് ചെയ്യാം, ഇതൊന്ന് മാറ്റി കളയാം, നമുക്ക് എന്നിട്ട് അത് പറയാം. അപ്പൊ കൊഹറന്റ് സോഴ്സുകളുടെ, കൊഹറന്റ് സോഴ്സ് എന്താണെന്നൊക്കെ അറിയാലോ. കൊഹറന്റ് സോഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് സസ്റ്റൈനബിൾ ഇന്റർഫറൻസ് കാണാൻ പറ്റുള്ളൂ. അതൊക്കെ നമുക്കറിയാം. കൊഹറന്റ് സോഴ്സുകൾ രണ്ടെണ്ണം കൂടിച്ചേർന്നു. ഇപ്പൊ I1 ഇന്റൻസിറ്റിയും I2 ഇന്റൻസിറ്റിയും വരുന്ന രണ്ട് കൊഹറന്റ് സോഴ്സുകൾ കൂടിച്ചേരുന്നു. രണ്ട് കൊഹറന്റ് സോഴ്സുകൾ കൂടിച്ചേരുമ്പോൾ റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഡ്യൂറിങ് interference is equal to I1 plus I2 plus 2 root I1 I2 cos phi. കേട്ടിട്ടുണ്ടാവല്ലോ മക്കളെ, റിസൾട്ടന്റ് ഇന്റൻസിറ്റി is equal to I1 plus I2 plus 2 root I1 I2 cos phi. അതിൽ phi ആണ് രണ്ട് ലൈറ്റ് വേവുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് phi. I1 I2 എന്ന് പറയുമ്പോൾ I1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വേവിന്റെ ഇന്റൻസിറ്റി, I2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് വേവിന്റെ ഇന്റൻസിറ്റി പ്ലസ് 2 root I1 I2 cos phi. ഈ 2 root I1 I2 cos phi നമ്മൾ ഇന്റർഫറൻസ് ടേം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്, അതൊന്നും വേണ്ട. യെസ്, ഇനി ഈ രണ്ട് ഇന്റൻസിറ്റികളും മക്കളെ സെയിം ആണെങ്കിൽ, രണ്ട് ഇന്റൻസിറ്റികളും സെയിം ആണെങ്കിൽ, അതായത് രണ്ട് ലൈറ്റുകളുടെയും ഇന്റൻസിറ്റി മക്കളെ, രണ്ട് ലൈറ്റ് വേവ്സ് വേണമല്ലോ ഇന്റർഫറൻസ് ഉണ്ടാവാൻ. അപ്പൊ ഇന്റർഫറൻസ് ഉണ്ടാവാൻ രണ്ട് ലൈറ്റ് വേവ്സ് വേണം. രണ്ട് ലൈറ്റ് വേവ്സ് കൂടിച്ചേരുന്നു എന്ന്, രണ്ടോ അതിലധികമോ, ഇപ്പൊ നമ്മൾ പറയുന്നത് രണ്ട് ലൈറ്റ് വേവ്സിന്റെ കാര്യമാണ്. അപ്പൊ ഈ രണ്ട് ലൈറ്റ് വേവ്സിന്റെയും ഇന്റൻസിറ്റി എന്താണെങ്കിൽ സെയിം ആണെങ്കിൽ നമുക്ക് I1 ഈക്വൽ ടു I2 ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, I എന്ന് കൊടുക്കാം. അങ്ങനെ I എന്ന് കൊടുക്കുകയാണെങ്കിൽ മക്കളെ റിസൾട്ടന്റ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ 2I അല്ലെ, I1 പ്ലസ് I2, അതായത് I പ്ലസ് I, 2I പ്ലസ് 2 ഇൻറ്റു റൂട്ട് I സ്ക്വയർ കോസ് ഫൈ എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2I പ്ലസ് 2I കോസ് ഫൈ എന്നാണ് നമുക്ക് രണ്ട് വേവുകൾ കൂടിച്ചേരുന്ന റിസൾട്ടന്റ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ട് വേവുകളുടെയും ഇന്റൻസിറ്റി എന്താണ്, സെയിം ആണെങ്കിൽ 2I പ്ലസ് 2I കോസ് ഫൈ എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി മാക്സിമം ഉണ്ടാവണമെങ്കിൽ മക്കളെ ഇതൊക്കെ നോട്ട് ചെയ്യണ്ട. 2I പ്ലസ് 2 അല്ലെങ്കിൽ 2 ഇൻറ്റു 1, 2I ഇൻറ്റു 1 പ്ലസ് കോസ് ഫൈ, അതൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. 2I ഇൻറ്റു 1 പ്ലസ് കോസ് ഫൈ. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ കേട്ടാ. റിസൾട്ടന്റ് ഇന്റൻസിറ്റി രണ്ട് വേവുകളുടെയും ഇന്റൻസിറ്റി എന്താണെങ്കിൽ സെയിം ആണെങ്കിൽ നമുക്ക് എന്താ വരിക, 2I ഇൻറ്റു 1 പ്ലസ് കോസ് ഫൈ. ക്ലിയർ ആയില്ലേ? ഇനി ഇത് നോട്ട് ചെയ്യണം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് മാറ്റിയതാ. മാക്സിമം ഇന്റൻസിറ്റി എവിടെയാ വരിക മക്കളെ? മാക്സിമം ഇന്റൻസിറ്റി വരണമെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണേ. മാക്സിമം ഇന്റൻസിറ്റി ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാവുന്നത് ഏത് ഇന്റർഫറൻസ് നടക്കുമ്പോഴാണ്? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുമ്പോഴാണ് അല്ലെ. അപ്പൊ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുന്ന സമയത്ത് ഈ ഫൈ ഈക്വൽ ടു 0 കൊടുക്കാം, അല്ലെങ്കിൽ ഫൈ ഈക്വൽ ടു 2π, അല്ലെങ്കിൽ ഫൈ ഈക്വൽ ടു 4π അങ്ങനെ. അപ്പൊ ഫേസ് ഡിഫറൻസ് 0യോ 4πയോ 2πയോ 6π 8π എക്സെട്ര 2nπ അതൊക്കെ വരുമ്പോഴാണ് എന്ത് വരിക, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വരിക. ഈ കണ്ടീഷൻ നമ്മൾ +2 എക്സാമിന് പോലും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അവിടെ എന്താവും, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആവും. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറയുമ്പോൾ അവിടെ ബ്രൈറ്റ് ബാൻഡ് ഫോം ചെയ്യും. കാരണം രണ്ട് ലൈറ്റുകൾ കൂടിച്ചേർന്ന് ആഡ് ചെയ്യാണ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് വലിയ ഇന്റൻസിറ്റി ഉള്ള വലിയൊരു ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു ലൈറ്റ് വേവ് ഉണ്ടാവുക ചെയ്യുക. അതാണ് നമ്മൾ ബ്രൈറ്റ് ബാൻഡ്, അതാണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. അപ്പൊ അതൊക്കെ ഉണ്ടാവാനുള്ള ആംഗിൾ എത്രയാ, 0യോ 2πയോ 4πയോ ആണ്. അപ്പൊ റിസൾട്ടന്റ് ഇന്റൻസിറ്റി നമ്മൾ നേരത്തെ എഴുതി വെച്ച പോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2I പ്ലസ് 2I കോസ് 0 മക്കളെ. കോസ് 0 എത്രയാ, കോസ് 0 1 ആണ് അല്ലെ. അപ്പൊ ഇത് 1 ആയി പോയി. അപ്പൊ എന്ത് വരും, 2I പ്ലസ് 2I എന്ന് പറയുമ്പോൾ 4I. അപ്പൊ റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് മക്കളെ എന്ത് വരും, 4 ടൈംസ് ഇൻറ്റു I. അപ്പൊ ഞാൻ ഈ 4 ടൈംസ് ഇൻറ്റു I എന്ന് മാത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഇക്വേഷൻ പറഞ്ഞത്. I റിസൾട്ടന്റ് ഈക്വൽ ടു, പഠിച്ചോളൂട്ടാ, I റിസൾട്ടന്റ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് I1 I2 കോസ് ഫൈ. ഏത് ഫോർമാറ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിസൾട്ടന്റ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് I1 I2 കോസ് ഫൈ. അതിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, ബ്രൈറ്റ് ബാൻഡ്, മാക്സിമം ഇന്റൻസിറ്റി ഒക്കെ വരുമ്പോൾ ഫൈ ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയില്ലേ? ഇനി ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വരുമ്പോൾ
ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വരുമ്പോൾ പൈ 3π 5π ഒക്കെ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വരുമ്പോൾ എന്താ ഫേസ് ആംഗിൾ എന്താ വരുന്നത്? പൈയുടെ മൾട്ടിപ്പിൾസ്, പൈ ഓഡ് മൾട്ടിപ്പിൾസ്, പൈ 3π 5π ഒക്കെ കേട്ടോ. ഈവൻ മൾട്ടിപ്പിൾസ് വന്നു കഴിഞ്ഞാൽ, പൈയുടെ ഈവൻ മൾട്ടിപ്പിൾസ് വന്നു കഴിഞ്ഞാൽ അതെന്താ? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പോ ഇവിടെ നമുക്ക് കിട്ടും മാക്സിമം ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ 4 times into individual intensity. 4 times of individual intensity is the maximum intensity in a Young's double slit experiment having 2 slits of identical size and shape. കേട്ടോ. അപ്പോ എത്രയാ വരിക? മാക്സിമം ഇന്റൻസിറ്റി 4 times of I0. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയില്ലേ? 4 times of I0 നമുക്ക് കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ മാക്സിമം ഇന്റൻസിറ്റി എത്രയാ? 4 times of I0 ആണ്. ഇനി ഇത് ഞാൻ റബ്ബിയാണ്, ഞാൻ മായ്ക്കാൻ പോവാണ്. അപ്പൊ മാക്സിമം ഇന്റൻസിറ്റി നമുക്ക് 4 times of I0 കിട്ടി. ഇനി നമ്മൾ നോക്കുക ഇന്റൻസിറ്റി at a point having phase difference phi. Intensity at a point having phase difference phi. Phase difference phi വരുന്ന സ്ഥലത്തെ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മക്കളെ? ഫേസ് ഡിഫറൻസ് 5 വരുന്ന സ്ഥലത്തെ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ. ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഹാവിംഗ് ഫേസ് ഡിഫറൻസ് 5. ഫേസ് ഡിഫറൻസ് 5 വരുന്ന സ്ഥലത്തെ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ. ഇല്ല, അറിയില്ല. നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഇന്റൻസിറ്റി ഈക്വൽ ടു 4I0 into cos square 5/2. ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? 4I0 into cos square 5/2. മക്കളെ ഈ ഇക്വേഷൻ കേട്ടിട്ടുണ്ടോ? യെസ്. അപ്പൊ ഇത് നോക്കി വെക്കുക. ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു 4I0. I0 എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ വേവിന്റെ ഇന്റൻസിറ്റി കേട്ടോ. ഇൻഡിവിജ്വൽ വേവിന്റെ ഇന്റൻസിറ്റി, cos square 5 എന്ന് പറയുമ്പോൾ ഫേസ് ഡിഫറൻസ്. അപ്പൊ റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഐ മീൻ 5 ഫേസ് ആംഗിൾ വരുന്ന 5 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരുന്ന 5 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരുന്ന ഒരു സ്ഥലത്തെ രണ്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള വേവുകൾ തമ്മിൽ ഇന്റർഫിയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ 4I0 cos square 5/2 ആണ്. അതിൽ ഈ 4I0 നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. 4I0 എന്ന് പറയുന്നത് മാക്സിമം ഇന്റൻസിറ്റി ആണ്. Imax എന്ന് പറയുന്നത് ബ്രൈറ്റ് ബാൻഡിന്റെ ഇന്റൻസിറ്റി ആണ് 4I0. ഒക്കെ കണക്റ്റഡ് ആണ് മക്കളെ. അപ്പൊ ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു 4I0 cos square 5/2. അതിൽ തന്നെ 4I എന്ന് നമ്മൾ നേരത്തെ എഴുതിയതാണ്. ആ 4I0 എന്ന് പറയുന്നത് എന്താ? മാക്സിമം ഇന്റൻസിറ്റി, ബ്രൈറ്റ് ബാൻഡിന്റെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വരുമ്പോൾ മാക്സിമം ഇന്റൻസിറ്റി ആണ്. അപ്പൊ നമുക്ക് ഇന്റൻസിറ്റിയെ കുറിച്ചുള്ള കുറച്ച് ഇക്വേഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. നല്ലതാണ്. ഏത് കണ്ടീഷൻസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈക്വൽ ടു I1 + I2 + 2 √I1 I2 cos phi. അതിൽ I1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വേവിന്റെ ഇന്റൻസിറ്റി, I2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് വേവിന്റെ ഇന്റൻസിറ്റി. ആ രണ്ട് വേവുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് phi. അപ്പൊ റിസൾട്ടന്റ് ഇന്റൻസിറ്റി I1 + I2 + 2 √I1 I2 cos phi. ക്ലിയർ ആയോ മക്കളെ? ഇനി അതിന്റെ സബ് കണ്ടീഷൻ നമുക്ക് പറയുകയാണെങ്കിൽ, അതിന്റെ തൊട്ടടുത്തുള്ള ഒരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ, ഈ I1 I2 സെയിം ഇന്റൻസിറ്റി എന്ന് വിചാരിക്കുക. I1 I2ന്റെ അതായത് രണ്ട് ലൈറ്റ് വേവുകളുടെയും ആംപ്ലിറ്റ്യൂഡും ഇന്റൻസിറ്റിയും സെയിം ആണെന്ന് വിചാരിക്കുക. ആംപ്ലിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്റൻസിറ്റി സെയിം ആവും. അപ്പൊ I1ഉം I2 രണ്ട് ഇന്റർഫിയർ ചെയ്യുന്ന രണ്ട് വേവുകളുടെ ഇന്റൻസിറ്റികൾ എന്താണെങ്കിൽ സെയിം ആണെങ്കിൽ നമുക്ക് I1 I2 വരാം I ഇട്ടാ മതി. അപ്പൊ റിസൾട്ടന്റ് ഇന്റൻസിറ്റി 2I + 2I cos phi എന്ന് വരും. 2I + 2I cos phi. അതിൽ 2I നമുക്ക് കോമൺ ആയി പുറത്തെടുത്ത 1 + cos phi. Is that clear? 1 + cos phi എന്ന് വരും. 2I × 1 + ഈ 1 + cos phi എന്നിട്ടാ 2 cos square 5/2. അങ്ങനെയാണ് ഇത് 4I cos square 5/2 എന്നുള്ള ഇക്വേഷനിലേക്ക് വരുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ അവിടെ ഉണ്ട്. അപ്പോ റിസൾട്ടന്റ് ഇന്റൻസിറ്റി 4I0 cos square 5/2. മക്കളെ ഈ ഇക്വേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കിച്ചോളൂട്ടോ. 4I0 cos square 5/2 ഇത് നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുക? ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന്, അവർ തമ്മിൽ ഉണ്ടാക്കുന്ന രണ്ട് ലൈറ്റ് വേവുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഫേസ് ഡിഫറൻസ് phi ആവണം. രണ്ട് ലൈറ്റ് വേവുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഫേസ് ഡിഫറൻസ് phi ആവണം. ആ രണ്ട് ലൈറ്റ് വേവുകളുടെയും ഇന്റൻസിറ്റി അല്ലെങ്കിൽ രണ്ട് ഇന്റർഫിയർ ചെയ്യുന്ന കൂടിച്ചേരുന്ന രണ്ട് ലൈറ്റുകളുടെയും ഇന്റൻസിറ്റി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്താവണം മക്കളെ? സെയിം ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. I = 4I0 cos square 5/2 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി അത് മാക്സിമം ഇന്റൻസിറ്റി ആണെന്ന് പറയുമ്പോൾ അതായത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയി അവിടെ നിങ്ങൾ ഫൈക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. അവിടെ നിങ്ങൾക്ക് ഫൈക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫൈക്ക് ഏതൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വരുമ്പോൾ 0, 2π, 4π എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കിട്ടും. ഇനി ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വരികയാണെങ്കിൽ π, 3π, 5π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അപ്പോൾ ടോട്ടൽ ഓവറോൾ ഇന്റൻസിറ്റിയെ കുറിച്ചുള്ള ഇക്വേഷൻസ് നമുക്ക് കിട്ടി. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈക്വൽ ടു 4 ടൈംസ് ഓഫ് ഇൻഡിവിജ്വൽ ഇന്റൻസിറ്റി ഇൻറ്റു കോസ് സ്ക്വയർ 5/2. കോസ് സ്ക്വയർ 5/2. അതിൽ 4i എന്ന് പറയുന്നത് എന്താണ് മക്കളെ? മാക്സിമം ഇന്റൻസിറ്റി ആണ്, അതായത് ബ്രൈറ്റ് ബാൻഡിന്റെ ഇന്റൻസിറ്റി ആണ്. ഇതൊക്കെ നോക്കി വെച്ചോളൂ, ഇതൊക്കെ കണക്റ്റഡ് ആണ് കേട്ടാ. യെസ്, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയണേ? ക്വസ്റ്റ്യൻ നമുക്ക് പറയുന്നത് ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോ മക്കളെ ലാംഡ എന്താണ്? ലാംഡ 500 നാനോമീറ്റർ തന്നുണ്ട്. ഈ നാനോമീറ്റർ നമ്മുടെ യൂണിറ്റ് അല്ല, അപ്പൊ തന്നെ നമ്മൾ മീറ്ററിലേക്ക് എഴുതാം. അപ്പൊ ലാംഡ ഈക്വൽ ടു 500 × 10⁻⁹. ഇനി എന്താ തന്നിങ്ങനെ മക്കളെ? സ്ലിറ്റ് സെപ്പറേഷൻ, അതായത് രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ സ്മോളർ ഡി 2 മില്ലിമീറ്റർ എന്നുണ്ട് അല്ലെ. മില്ലിമീറ്റർ നമ്മുടെ യൂണിറ്റ് അല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 × 10⁻�3. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻ ഓഫ് ദ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ. അപ്പൊ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നുണ്ട് അത് 2 മീറ്റർ. അതിന് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട മീറ്ററിലാണ്. ഇനി ചോദിച്ചിരിക്കുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഓൺ ദ സ്ക്രീൻ ഫ്രം ദ സെൻട്രൽ മാക്സിമ വേർ ദ ഇന്റൻസിറ്റി ബിക്കംസ് 50% ഓഫ് സെൻട്രൽ മാക്സിമ. അതായത് നോക്കൂ മക്കളെ, സെൻട്രൽ മാക്സിമം ഇതാണ്, അല്ല ഐ മീൻ സ്ക്രീൻ ഇതാണ് മക്കളെ, ഇതാണ് സെൻട്രൽ മാക്സിമ. സെൻട്രൽ മാക്സിമത്തിന്റെ ഇന്റൻസിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 4i. സെൻട്രൽ മാക്സിമത്തിന്റെ ഇന്റൻസിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സെൻട്രൽ മാക്സിമം ബ്രൈറ്റ് ബാൻഡ് ഇന്റൻസിറ്റി എത്രയാ? 4 ടൈംസ് ഇൻറ്റു ഇൻഡിവിജ്വൽ ഇന്റൻസിറ്റി 4i എന്ന് പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കണം എന്താ മക്കളെ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു പോയിന്റ് എടുക്കാനാണ് പറഞ്ഞത്. ഒരു പോയിന്റ് ഓൺ ദ സ്ക്രീൻ, സപ്പോസ് ഈ പി ആണെന്ന് വിചാരിച്ചോ പോയിന്റ്. ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. പിയിലെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 50% ഓഫ് ദ ഇന്റൻസിറ്റി ഓഫ് മാക്സിമം അല്ലെ. മാക്സിമത്തിന്റെ 50% എന്ന് തന്നെ. അപ്പൊ മാക്സിമം എത്രയാ മക്കളെ? 4i0 ആണ്, കാരണം അതാണ് ബ്രൈറ്റ് ബാൻഡ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? മാക്സിമം 4i ആണ്. അതിന്റെ 50% മക്കളെ 50% എത്രയാ? അത് പകുതിയാണെന്ന് അർത്ഥം. അപ്പൊ 2i ആവണം. അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റിലെ ഇന്റൻസിറ്റി 2i ആണ് അവർ തന്നിട്ടുണ്ട്. നേരിട്ട് തന്നിട്ടില്ല, പക്ഷെ 50% ഓഫ് മാക്സിമം എന്ന് പറഞ്ഞിട്ട് മാക്സിമം 4i ആണ്. മാക്സിമം 4i ആണ്. മിനിമം എന്ന് പറയുമ്പോൾ ഡാർക്ക് ബാൻഡ് 0 ആണ്. അപ്പൊ മാക്സിമം ഇന്റൻസിറ്റി 4i, മിനിമം ഇന്റൻസിറ്റി 0 ആണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ? മാക്സിമത്തിന്റെ പകുതി പി എന്ന് പറയുന്ന പോയിന്റിലെ ഇന്റൻസിറ്റി പകുതിയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ പി എന്ന് പറഞ്ഞ പോയിന്റിലെ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? 2i. അപ്പൊ 2i എന്ന് കിട്ടി, വാല്യൂ നമുക്ക് 2i എന്ന് കിട്ടി, കാരണം മാക്സിമം 4i ആണ്. ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റിലെ ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാം, ഫേസ് ഡിഫറൻസ്. അപ്പൊ നമ്മൾ നോക്കുക, അതാ എല്ലാവരും കൂടെ ശ്രദ്ധിച്ചു നോക്കണേ, എല്ലാവരും കൂടെ ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താ? ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു 4i × cos square 5/2. നമ്മൾ ഈ ഇക്വേഷൻ പഠിപ്പിച്ചു. ഇന്റൻസിറ്റി ഈക്വൽ ടു 4i × cos square 5/2. ഇതിൽ ഈ ഇന്റൻസിറ്റി നമുക്ക് ഏത് പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത്? പി എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇന്റൻസിറ്റി എത്ര കിട്ടി? 2i എന്ന് എഴുതി. 2i എന്ന് എഴുതാനുള്ള കാരണം എന്താ? 50%. 2i എന്ന് എഴുതാനുള്ള കാരണം എന്താ? 50%. സോ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇന്റൻസിറ്റി ആയിട്ട് പിക്ക് വരെ നമുക്ക് എന്ത് ചെയ്തു? 2i എന്ന് എഴുതി. അപ്പൊ ഇന്റൻസിറ്റി വരെ നമ്മൾ 2i എന്ന് എഴുതി. 2i ഈക്വൽ ടു 4i cos square 5/2 എന്ന് എഴുതി. മക്കളെ ഐയും വെട്ടിപ്പോയി, ഇത് 1/2 വരും. സോ 1/2 ഈക്വൽ ടു cos square 5/2 അല്ലെ. 1/2 ഈക്വൽ ടു cos square 5/2. cos 5/2 ഈക്വൽ ടു 1/√2 അല്ലെ. cos 5/2 ഈക്വൽ ടു 1/√2. ഇസ് ഇറ്റ് ക്ലിയർ? cos 5/2 എന്ന് പറയുന്നത് 1/√2 ആണ്. അപ്പൊ 5/2 എന്ന് പറയുന്നത് മക്കളെ 1/√2 എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി ആണ് അല്ലെ. cos 1/√2 എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി ആണ്. അപ്പൊ 5/2 ഈക്വൽ ടു 45 ഡിഗ്രി, 5 ഈക്വൽ ടു 90 ഡിഗ്രി. സോ വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ് അറ്റ് പോയിന്റ് പി? പോയിന്റ് പിയിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാ മക്കളെ? 90 ഡിഗ്രി. ക്ലിയർ ആയോ? പോയിന്റ് പിയിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാ? 90 ഡിഗ്രി. കിട്ടിയില്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ പോയിന്റ് പിയിൽ ഉണ്ടാവുന്ന ഫേസ് ഡിഫറൻസ് എത്രയാ? 90 ഡിഗ്രി. ക്ലിയർ ആയോ മക്കളെ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? അപ്പൊ മാക്സിമം ഇന്റൻസിറ്റി എത്രയാ? അപ്പൊ പഠിച്ചോ, മാക്സിമം ഇന്റൻസിറ്റി എത്രയാ? ബ്രൈറ്റ് ബാൻഡിന്റെ മാക്സിമം ഇന്റൻസിറ്റി 4i. യെസ്, നമ്മളോട് ഇവിടെ പി എന്ന് പറഞ്ഞ പോയിന്റ് ഇന്റൻസിറ്റി എത്രയാണെന്ന് പറഞ്ഞാൽ 50%. അപ്പൊ എത്ര എഴുതണ്ടേ? 50% പറയുമ്പോൾ 2i. എന്നിട്ട് ഈ ഇക്വേഷൻ നമ്മൾ i ഈക്വൽ ടു 4i cos square 5/2 നമ്മൾ കൊടുക്കുമ്പോൾ 5 ഈക്വൽ ടു കിട്ടും മക്കളെ 90 ഡിഗ്രി കിട്ടും. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഫേസ് ഡിഫറൻസ് എത്ര കിട്ടി? 90 ഡിഗ്രി കിട്ടി. ഇസ് ദാറ്റ് ക്ലിയർ? പി എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ഫേസ് ഡിഫറൻസ് എത്ര കിട്ടി? 90 ഡിഗ്രി കിട്ടി. യെസ്, ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അത് കഴിഞ്ഞു. ഇനി ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാനാണോ പറഞ്ഞേക്കണേ? ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാനാണോ നമ്മളോട് പറഞ്ഞേക്കണേ? ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാനാണോ പറയണേ? അല്ല. എന്ത് കണ്ടുപിടിക്കാനാ പറയണേ? എന്തോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാ പറയണേ അല്ലെ. എവിടെ നിന്ന്? സെൻട്രൽ നിന്ന് ആ പി എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള
ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാ പറഞ്ഞേ. എല്ലാവരും ഇങ്ങോട്ട് വരും മക്കളെ, എല്ലാവരും ഇങ്ങോട്ട് നോക്കിയിരിക്കും. ഞാനിത് മാറ്റാൻ പോവാണേ. യെസ്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാ പറഞ്ഞേ. നോക്കൂത, ഇതാണ് എന്റെ സ്ക്രീൻ. ക്ലിയർ ആയില്ലേ? സ്ക്രീൻ അതാണ്. ഇനി സ്ക്രീൻ ഇതാണ് മക്കളെ സെൻട്രൽ മാക്സിമം, അതായത് ബ്രൈറ്റ് ബാൻഡ്. ബ്രൈറ്റ് ബാൻഡ് സെൻട്രൽ മാക്സിമം. ഈ സെൻട്രൽ മാക്സിമത്തിന്റെ ഫേസ് ആംഗിൾ എത്രയാ? വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ്? ഫേസ് ഡിഫറൻസ് എത്രയാ മക്കളെ സെൻട്രൽ മാക്സിമത്തിന്റെ? അറിയാം നിങ്ങൾക്ക്? പറഞ്ഞോ. ഒരു സ്ക്രീനിലെ സെൻട്രൽ മാക്സിമത്തിന് ഉണ്ടാവുന്ന ഫേസ് ഡിഫറൻസ് എത്രയാ? സെൻട്രൽ പോയിന്റിലെ ഫേസ് ഡിഫറൻസ് എത്രയാണ് മക്കളെ? ഫേസ് ഡിഫറൻസ് 0 ആണ് അല്ലെ? 0. അപ്പൊ സെൻട്രൽ പോയിന്റ് പ്രത്യേകത എന്താ? രണ്ട് സ്ലിറ്റിൽ നിന്നും ഒരേ ദൂരമാണ്. രണ്ട് സ്ലിറ്റിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. പാത്ത് ഡിഫറൻസ് 0 ആണ്. ഫേസ് ഡിഫറൻസ് 0 ആണ്. സെൻട്രൽ പോയിന്റിലെ ഫേസ് ഡിഫറൻസ് 0 ആണ്. ക്ലിയർ? യെസ്. ഇനി ഈ പോയിന്റ് കഴിഞ്ഞ് നമുക്ക് എന്ത് കാണാൻ പറ്റും മക്കളെ? വീണ്ടും ഒരു ബ്രൈറ്റ് ബാൻഡ് കാണാൻ പറ്റും അല്ലെ? ഡാർക്ക് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബ്രൈറ്റ് ബാൻഡ് കാണാൻ പറ്റും അല്ലെ? രണ്ടാമത്തെ ബ്രൈറ്റ് ബാൻഡ്. ഈ രണ്ടാമത്തെ ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള പാത്ത് ഡിഫറൻസ് എത്രയാ? ഫേസ് ഡിഫറൻസ് എത്രയാ? യൂസ് യുവർ കോമൺ സെൻസ്. അപ്പൊ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിന് ഫേസ് ഡിഫറൻസ് 0. രണ്ടാമത്തെ ബ്രൈറ്റ് ബാൻഡ് ആണെങ്കിൽ എത്ര ഫേസ് ഡിഫറൻസ്? രണ്ടാമത്തെ ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാവാനുള്ള ഫേസ് ഡിഫറൻസ് 2π അല്ലെ? 0 കഴിഞ്ഞ മക്കളെ 0ലാണ് ബ്രൈറ്റ് ബാൻഡ്. അടുത്ത ബ്രൈറ്റ് ബാൻഡ് 2π, അടുത്ത ബ്രൈറ്റ് ബാൻഡ് 4π, അടുത്ത ബ്രൈറ്റ് ബാൻഡ് 6π, 8π, 10π. ക്ലിയർ ആയില്ലേ? അപ്പൊ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിന്റെ ഫേസ് ഡിഫറൻസ് 5, അടുത്ത ബ്രൈറ്റ് ബാൻഡിന്റെ 2π, അതിന്റെ അടുത്ത ബ്രൈറ്റ് ബാൻഡിന്റെ 4π. കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നോക്കൂ, 0, 2π, 4π. അപ്പോ അടുത്ത ബ്രൈറ്റ് ബാൻഡിന്റെ ഇന്റർഫറൻസ് ഫേസ് ഡിഫറൻസ് എത്രയാണ് മക്കളെ? 2π ആണ്. അപ്പോ സെൻട്രലിലെ ഫേസ് ഡിഫറൻസ് 0 ആണ്, അടുത്ത ബ്രൈറ്റ് ബാൻഡിലെ ഫേസ് ഡിഫറൻസ് 2π ആണ്. മക്കളെ ഈ ദൂരം എത്രയാ? തലയ്ക്ക് ബോധമുള്ളവർക്ക് പറയാം. ഈ ദൂരം എത്രയാ? ഈ ദൂരത്തിന് നമ്മൾ എന്തോ പേര് വിളിക്കും. ലാംഡയാ? എന്താ പേര് വിളിക്കുക? ഫ്രിഞ്ച് വിഡ്ത്ത് എന്നാ വിളിക്കുക അല്ലെ? എന്താ ഫ്രിഞ്ച് വിഡ്ത്ത്? ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ബ്രൈറ്റ് ബാൻഡ്. രണ്ട് അടുത്തടുത്ത ബ്രൈറ്റ് ബാൻഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഫ്രിഞ്ച് വിഡ്ത്ത്. ക്ലിയർ? അപ്പൊ മക്കളെ ഇതാണ് സെൻട്രൽ മാക്സിമം, സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ്. ഇതാണ് ആദ്യത്തെ ബ്രൈറ്റ് ബാൻഡ്. സെൻട്രലും അടുത്ത ബ്രൈറ്റ് ബാൻഡ്, തൊട്ടടുത്തുള്ള ബ്രൈറ്റ് ബാൻഡ് നമ്മൾ ഈ ദൂരമാണ് മക്കളെ എന്ത്? ഫ്രിഞ്ച് വിഡ്ത്ത്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? എത്ര ആംഗിൾ വ്യത്യാസം, എത്ര ഫേസ് ഡിഫറൻസ്? സെൻട്രൽ ഫേസ് ഡിഫറൻസ് 0, മറ്റേ ഫസ്റ്റ് ബ്രൈറ്റിലെ ഫേസ് ഡിഫറൻസ് 2π. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ഫേസ് ആംഗിൾ? 2π അല്ലെ? 2π ഫേസ് ആംഗിൾ ആണ് ഡിഫറൻസ് വന്നത്. 2π ഫേസ് ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ. ഈസ് ദാറ്റ് ക്ലിയർ മക്കളെ? 0 ഫേസ് ഡിഫറൻസ് വരുന്ന സ്ഥലത്തിൽ നിന്ന് 2π ഫേസ് ഡിഫറൻസ് വരുന്ന സ്ഥലത്തേക്കുള്ള ദൂരമാണ്, രണ്ട് ബ്രൈറ്റ് ബാൻഡുകൾക്കിടയിലുള്ള ദൂരമാണ് ബീറ്റ, ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ. അപ്പൊ ഈ ദൂരമാണ് മക്കളെ ബീറ്റ. ഈ ബീറ്റ എന്ന് പറഞ്ഞ ദൂരം ഏതൊക്കെ ഫേസ് ആംഗിൾ തമ്മിലാണ്? എത്ര ആംഗിൾ മുതൽ എത്ര ആംഗിൾ വരെ മക്കളെ? 0 മുതൽ 2π വരെ. 0 മുതൽ 2π എന്ന് പറയുമ്പോൾ എത്ര വ്യത്യാസമുണ്ട്? 2π വ്യത്യാസമുണ്ട്. അപ്പൊ 2π ഫേസ് ആംഗിൾ ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ്, 2π ഫേസ് ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് മക്കളെ എന്ത്? ബീറ്റ. ക്ലിയർ? ക്ലിയർ ആയോ? അപ്പൊ സെൻട്രൽ ബ്രൈറ്റ് 0, ഫസ്റ്റ് ബ്രൈറ്റ് 2π. അവർ തമ്മിലുള്ള ഫേസ് ആംഗിൾ എത്രയാ മക്കളെ? അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 2π. അവർ തമ്മിലുള്ള ദൂരം എത്രയാ മക്കളെ? ദൂരം എത്രയാ? ബീറ്റ, ഫ്രിഞ്ച് വിഡ്ത്ത്. അപ്പൊ ഞാൻ എഴുതും മക്കളെ 2π ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് മക്കളെ 2π ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ബീറ്റ. 2π ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ബീറ്റ. 2π ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ബീറ്റ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പീരിക്കുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എവിടേക്കുള്ള ഡിസ്റ്റൻസ് ആ? സെന്ററിൽ നിന്ന് പീരിക്കുള്ള ഡിസ്റ്റൻസ് ആ. ഈ പീരിക്കുള്ള ഫേസ് ഡിഫറൻസ് എത്രയായിരുന്നു? നമ്മൾ നേരത്തെ എഴുതിയതാ. പിയുടെ ഫേസ് ഡിഫറൻസ് 90 ആയിരുന്നു, അതായത് π/2 ആയിരുന്നു അല്ലെ? പിയുടെ ഫേസ് ഡിഫറൻസ് π/2. അപ്പൊ π/2 ആംഗിളിന് എത്ര ഡിസ്റ്റൻസ് വരും മക്കളെ? 2π ആംഗിളിന് ബീറ്റ ഡിസ്റ്റൻസ് ആ. 2π ആംഗിളിന് ബീറ്റ ഡിസ്റ്റൻസ് ആ. അപ്പൊ π/2 ആംഗിൾ എന്ന് പറയുമ്പോൾ 2π എന്ന് പറഞ്ഞ ആംഗിളിന് ബീറ്റ ആണെങ്കിൽ π/2 എന്ന് പറയുമ്പോൾ മക്കളെ ബീറ്റ/4 അല്ലെ? ബീറ്റ/4. 2π ആംഗിളില് 360 ഡിഗ്രിക്ക് എത്രയാ? ബീറ്റ ഡിസ്റ്റൻസ് ആ. അപ്പോ 360/4 ആണ് 90. അപ്പോ 90 ഡിഗ്രിക്ക് എത്ര ഡിസ്റ്റൻസ് ആ മക്കളെ? ബീറ്റ/4. Is that clear?
90 ഡിഗ്രിക്ക് ബീറ്റ ബൈ 4 ആണ്. അതിൽ ബീറ്റയുടെ ഇക്വേഷൻ നമുക്കറിയാം ലാംഡ ബി ബൈ ഡി, ഇതാണ് ബീറ്റ ബൈ 4. ബൈ 4 എന്ന് പറയുമ്പോൾ അടിയിൽ ഒരു 4 കൂടി വരും. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ലാംഡ എത്രയാ മക്കളെ? ലാംഡ നമ്മുടെ 500 നാനോ ആണ്, 10⁻⁹ ഇൻറ്റു ഡി, ഡി ക്യാപിറ്റൽ ഡി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് ആൻഡ് ദ സ്ക്രീൻ 2 ആണ്, ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ ഡി 2 മില്ലിമീറ്റർ ആണ്, സോ 2 × 10⁻³ ഇൻറ്റു 4. മക്കളെ ഈ 2 ഉം 2 ഉം വെട്ടിപ്പോയി. ദോ 10⁻³ മുകളിൽ പോകുമ്പോൾ 10⁻+3, so it is -6. So 5 × 10⁻⁴ divided by 4, that is equal to 1.25. അല്ലെ, 1.25 × 10⁻⁴. 1.25 × 10⁻⁴. 1.25 × 10⁻⁴. എന്ന് പറയുമ്പോൾ 125 മൈക്രോമീറ്റർ. It is 125 മൈക്രോമീറ്റർ. ഓപ്ഷൻ ഡി 2019 ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയോ മക്കളെ? കുറച്ചധികം പോയിന്റ്സ് നമ്മളൊന്ന് ഓർമ്മിക്കാനാണ് കേട്ടോ മക്കളെ. ഈ ക്ലാസ് ഓർമ്മിക്കാനാണ്, പഠിക്കാനല്ല. ഈ ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് അല്ല, നമ്മൾ പഠിച്ചത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോ സെൻട്രൽ മാക്സിമം എത്ര ഫേസ് ആംഗിളാ, ഫേസ് ഡിഫറൻസാ? സെൻട്രൽ മാക്സിമം എത്ര ഫേസ് ഡിഫറൻസാ? 0. സെൻട്രൽ മാക്സിമത്തിന്റെ ഇന്റൻസിറ്റി എത്രയാ? ഞാൻ 2-3 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സെൻട്രൽ മാക്സിമത്തിന്റെ ഇന്റൻസിറ്റി എത്രയാ? 4i അല്ലേ? അത്രയുള്ള പരിപാടി കേട്ടാ. ജനറൽ പോയിന്റ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ തരാം. I = 4i cos square 5/2. 4i cos square 5/2. 2π ഫേസ് ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ക്രീനിലെ ഡിസ്റ്റൻസ് എത്രയാ? 2π ഫേസ് ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ക്രീനിലെ ഡിസ്റ്റൻസ്, 2π ഫേസ് ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ക്രീനിലെ ഡിസ്റ്റൻസ് ബീറ്റയാണ്. യെസ്, ആർക്കും എഴുതാം ഈ ക്വസ്റ്റ്യൻ കേട്ടോ. യെസ്, ബീറ്റയാണ്. അപ്പൊ നിങ്ങൾ അത് വെച്ച് കണ്ടുപിടിക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രോബ്ലം നമ്പർ 39 എന്താണ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. കുഴപ്പമില്ലല്ലോ, ആർക്കെങ്കിലും സംശയം? എനിബഡി? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. A light of wavelength 6,000 Armstrong. A light of wavelength 6,000 Armstrong falls on a single slit of width 0.1 millimeter. The second minima will found for the angle of diffraction. So it is a single slit diffraction ആണ് അല്ലെ, ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ ആണ്. ഡിഫ്രാക്ഷൻസിന്റെ ഇക്വേഷൻസ് ഒന്ന് ഓർമ്മിച്ചു വെക്കുക. ഡിഫ്രാക്ഷന്റെ ഇക്വേഷൻസ് ഒന്ന് ഓർമ്മിച്ചു വെക്കുക മക്കളെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. മിനിമം വരാനുള്ള ഇക്വേഷൻ, ഫസ്റ്റ് മിനിമത്തിന്റെ ഇക്വേഷൻ പെട്ടെന്നൊന്ന് പറഞ്ഞു നോക്കിയേ. ഫസ്റ്റ് മിനിമത്തിന്റെ ഇക്വേഷൻ ആംഗിളിന്റെ ഡിഫ്രാക്റ്റിംഗ് ആംഗിളിന്റെ ഫസ്റ്റ് മിനിമം വരാനുള്ള ഡിഫ്രാക്റ്റീവ് ആംഗിളിന്റെ ഇക്വേഷൻ വെറും തീറ്റ ഈക്വൽ ടു ലാംഡ ബൈ എ. കേട്ടുണ്ടാവല്ലോ, തീറ്റ ഈക്വൽ ടു ലാംഡ ബൈ എ. തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റ ഓർ തീറ്റ, അത് ഏതാണ് നമുക്ക് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യണം, അത് വെച്ചിട്ട് സൈൻ തീറ്റ ഓർ തീറ്റ ഈക്വൽ ടു ലാംഡ ബൈ എ. സെക്കൻഡ് മിനിമം ആണെങ്കിലോ മക്കളെ, സെക്കൻഡ് മിനിമം ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു 2 ലാംഡ ബൈ എ. അപ്പൊ ഇന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിൽ വീണ്ടും പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള ആംഗിൾ തീറ്റ ബൈ എ, സെക്കൻഡ് മിനിമത്തിലേക്ക് ആംഗിൾ 2 തീറ്റ ബൈ എ. സോറി, ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള ആംഗിൾ തീറ്റ ലാംഡ ബൈ എ, സെക്കൻഡ് മിനിമത്തിലേക്കുള്ള ആംഗിൾ 2 ലാംഡ ബൈ എ, തേർഡ് മിനിമത്തിലേക്കുള്ള ആംഗിൾ 3 ലാംഡ ബൈ എ, ഫോർത്ത് മിനിമത്തിലേക്കുള്ള ആംഗിൾ 4 ലാംഡ ബൈ എ. Is that clear? അപ്പൊ ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള ആംഗിൾ ലാംഡ ബൈ എ, സെക്കൻഡ് മിനിമത്തിലേക്കുള്ള ആംഗിൾ 2 ലാംഡ ബൈ എ. ഇത് അറിയാത്തവര് കുറച്ച് പേരുണ്ടാവും ട്ടോ. അപ്പൊ അവർക്ക് ഇത് ഞാൻ പറഞ്ഞുതരാം മക്കളെ. ഇത് സ്ക്രീൻ ആണ്. ഇതാണ് നമ്മുടെ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ്. സിംഗിൾ സ്ലിറ്റ് ആണ്. ഇതാണ് നമ്മുടെ സെൻട്രൽ മാക്സിമം. ഇവിടെയാണ് നമുക്ക് എന്തുണ്ടാവുക, സെൻട്രൽ മാക്സിമം ഉണ്ടാവുക അല്ലെ, സെൻട്രൽ മാക്സിമം. ഇനി ഇതാണ് നമ്മുടെ ഇങ്ങനെ വരച്ചു പോട്ടെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മിനിമം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇതാണ് ഫസ്റ്റ് മിനിമം. ഇത് എവിടെയും ഉണ്ടാവും ഫസ്റ്റ് മിനിമം. ഇവിടെയും ഉണ്ടാവും ഫസ്റ്റ് മിനിമം. ഓക്കെ, ഫസ്റ്റ് മിനിമം മക്കളെ. ഫസ്റ്റ് ഈ സെൻട്രൽ ഈ സ്ലിറ്റിൽ നിന്ന് ഫസ്റ്റ് മിനിമത്തിലേക്ക് നമ്മൾ ഒരു ലൈൻ വരയ്ക്കും കേട്ടോ. സെൻട്രൽ നിന്ന് ഫസ്റ്റ് മിനിമത്തിലേക്ക് എന്ത് വരയ്ക്കും, ഒരു ലൈൻ വരയ്ക്കും. ഈ ലൈനും ഈ പെർപെൻഡിക്കുലർ ലൈനും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ ഈക്വൽ ടു ലാംഡ ബൈ എ. അത്രയുള്ള പരിപാടി. തീറ്റ ഈക്വൽ ടു ലാംഡ ബൈ എ. സെക്കൻഡ് മിനിമത്തിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ ഉണ്ടാക്കുന്ന ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 2 ലാംഡ ബൈ എ എന്ന് പറയുമ്പോൾ ലാംഡ ബൈ എ ലൈനിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് മിനിമത്തിലേക്ക് എത്തും. 2 ലാംഡ ബൈ എ ആംഗിളിലൂടെ പോയി കഴിഞ്ഞാൽ സെക്കൻഡ് മിനിമത്തിലേക്ക് എത്തും. ഇനി തേർഡ് മിനിമം ഉണ്ടെങ്കിൽ 3 ലാംഡ ബൈ എ ആംഗിളിൽ കൂടെ പോകണം. ഫോർത്ത് മിനിമം ഉണ്ടെങ്കിൽ 4 ലാംഡ ബൈ എ ആംഗിളിൽ കൂടെ പോകണം. ക്ലിയർ ആയോ?
അപ്പൊ ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള ആംഗിൾ മക്കൾ അടിയിരിക്കുന്നുണ്ട് ആംഗിൾ ഇതാ ഇത് കണ്ടാ ഇത് ഫസ്റ്റ് മിനിമം ആണ് ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള ഈ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ ലാംഡ ബൈ എ സെക്കൻഡ് മിനിമത്തിലേക്ക് ഈ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ 2 ലാംഡ ബൈ എ. ഈസ് ദാറ്റ് ക്ലിയർ? അതാണ് ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള ആംഗിൾ, ഫസ്റ്റ് സെക്കൻഡറി മിനിമം. അപ്പോൾ ലാംഡ ബൈ എ, 2 ലാംഡ ബൈ എ, 3 ലാംഡ ബൈ എ അങ്ങനെ നമുക്ക് എഴുതാം. ക്ലിയർ ആണല്ലോ? ഇനി മാക്സിമത്തിലേക്കുള്ള ആംഗിൾ എത്രയാ അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മാക്സിമത്തിലേക്കുള്ള ആംഗിൾ നമുക്ക് ഇനി അതുകൂടി ചെയ്യാം. ഇതാണ് സിംഗിൾ സ്ലിറ്റ്, ഇതാണ് എന്ത് സെൻട്രൽ മാക്സിമം മക്കളെ. പിന്നെ എങ്ങനെ പോണു, ഇത് സെൻട്രൽ മാക്സിമം ആണ് കേട്ടോ, സെൻട്രൽ മാക്സിമം ആണ്. ഇവന് നമുക്ക് നമ്പർ കൊടുക്കുന്നില്ല. ഇവനാണ് നമ്മുടെ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം കേട്ടാ. ഇവനെ നമ്മൾ പറയില്ല ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം എന്ന്, കാരണം അവനെ നമ്മൾ സെൻട്രൽ മാക്സിമം എന്നാ വിളിക്കാം. ഇവനാണ്, അതായത് മിനിമം കഴിഞ്ഞിട്ട് വരുന്നവനാണ് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം. മിനിമം കഴിഞ്ഞ് വരുന്നവനാണ് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം. അപ്പൊ നമ്മൾ ഇവനിലേക്കുള്ള ആംഗിൾ, ഫസ്റ്റ് സെക്കൻഡറി മാക്സിമത്തിലേക്കുള്ള ആംഗിൾ 1.5 ലാംഡ ബൈ എ. എളുപ്പടാ മക്കളെ, 1.5 ലാംഡ ബൈ എ. നിങ്ങൾ 2n + 1 ലാംഡ ബൈ 2a അങ്ങനെയൊന്നും നോക്കണ്ട കേട്ടാ. അതൊക്കെ നമ്മൾ ഇക്വേഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായി വരും. വെറും ലാംഡ ബൈ എ, 1 ലാംഡ ബൈ എ ഡാർക്കിലേക്ക്, 1.5 ഈ 0.5 വരുന്നതൊക്കെ റൈറ്റിലേക്ക്. ഞാൻ അങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കാറ്, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പൊ 1 ലാംഡ ബൈ എ ഫസ്റ്റ് മിനിമം, 1.5 ലാംഡ ബൈ എ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം, 2 ലാംഡ ബൈ എ, 2 ലാംഡ ബൈ എ സെക്കൻഡ് മിനിമം, 2.5 മക്കളെ 0.5 ആഡ് ചെയ്യുക, 0.5 ആഡ് ചെയ്ത മാക്സിമം, 2.5 ലാംഡ ബൈ എ സെക്കൻഡ് മാക്സിമം, 3 ലാംഡ ബൈ എ മിനിമം, 3.5 തേർഡ് മാക്സിമം, തേർഡ് സെക്കൻഡറി മാക്സിമം, 4 ലാംഡ ബൈ എ ഫോർത്ത് മിനിമം, 4.5 ലാംഡ ബൈ എ കേട്ടാ. നമ്മൾ എന്താ പഠിക്കുക n ലാംഡ ബൈ എ അല്ലെങ്കിൽ 2n + 1 ലാംഡ ബൈ 2a. ഇതാണ് നിങ്ങളിലുള്ള വ്യത്യാസം കേട്ടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വേറെ പഠിക്കണം മക്കളെ. എന്ത് ചെയ്യണ്ടേ, ഫസ്റ്റ് മിനിമം ലാംഡ ബൈ ആണല്ലോ, ഫസ്റ്റ് മിനിമം ലാംഡ ബൈ ആണല്ലോ, ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം ഒരു 0.5 ആഡ് ചെയ്യുക, 1.5 ലാംഡ ബൈ എ. സെക്കൻഡ് മിനിമം 2 ലാംഡ ബൈ എ, തേർഡ് മിനിമം 3 ലാംഡ ബൈ എ, 3.5 ലാംഡ ബൈ എ ഏതാ തേർഡ് മാക്സിമം, 0.5 ആഡ് ചെയ്തു, 4.5 ലാംഡ ബൈ എ ഫോർത്ത് മാക്സിമം, 10th മാക്സിമം 10.5 ലാംഡ ബൈ എ. എന്തും ചെയ്യാ. Is that clear? ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പോ മാക്സിമങ്ങൾ വരുമ്പോ 0.5 വെച്ച് ആഡ് ചെയ്യുക, മിനിമം വരുമ്പോ അതേ നമ്പർ ലാംഡ ബൈ എ കേട്ടോ. മാക്സിമം വരുമ്പോ 0.5 വെച്ച് ആഡ് ചെയ്തോളോ. അഞ്ചാമത്തെ മാക്സിമം നിങ്ങൾ പറഞ്ഞോ, അഞ്ചാമത്തെ മാക്സിമം വേമ്പറ അഞ്ചാമത്തെ മാക്സിമം. അയ്യോ 5.5, യെസ് 5.5. 20ാമത്തെ മാക്സിമം 20.5 കേട്ടോ. 20ാമത്തെ മിനിമം 20. മിനിമം വരുമ്പോ നമ്പർ, മാക്സിമം വരുമ്പോ 0.5 ആഡ് ചെയ്യുക. ഈസ് ദാറ്റ് ക്ലിയർ? യെസ്, അതാണ് കാര്യം. ഇനി മക്കളെ ഇതൊക്കെ ആംഗിൾ ആണ് കേട്ടോ, ഇതൊക്കെ ആംഗിൾ ആണ്. ഇനി ഡിസ്റ്റൻസ് ചോദിക്കുകയാണെങ്കിലോ മക്കളെ, ഇപ്പോ നോക്കൂ ഞാൻ വരച്ചുതരാം. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ഇതൊക്കെ സിമ്പിൾ സാധനങ്ങളാണ്. നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി. ഇത് നോക്കിയേ, ഇവിടെ എന്താ ഉണ്ടാവുക, ഈ ഭാഗത്ത് എന്താ ഉണ്ടാവുക സെൻട്രൽ മാക്സിമം, പിന്നെ എന്തുണ്ടാവും മക്കളെ മിനിമം, അങ്ങനെ മാക്സിമം, അങ്ങനെ പോട്ടെ. ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള ആംഗിൾ എത്രയാ ഒന്ന് പറഞ്ഞേ. ഇതല്ല ഫസ്റ്റ് മിനിമം, ഇതാണ് ഫസ്റ്റ് മിനിമം. ഓക്കെ, ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള ആംഗിൾ പറ, ആംഗിൾ പറ. വെറും ലാംഡ ബൈ എ അല്ലേ, ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള ആംഗിൾ ലാംഡ ബൈ എ. ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള ആംഗിൾ പറഞ്ഞ ലാംഡ ബൈ എ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ടു ഫസ്റ്റ് മിനിമം? മക്കളെ ഈ ഡിസ്റ്റൻസ് ചോദിച്ചാലാ, ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ടു ഫസ്റ്റ് മിനിമം, സെന്ററിൽ നിന്ന് ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള ഡിസ്റ്റൻസ്. നമ്മളോട് ലീനിയർ ഡിസ്റ്റൻസ് ചോദിച്ചു. ലീനിയർ ഡിസ്റ്റൻസ് ചോദിച്ചാൽ നമുക്കൊന്നും പറയണ്ട, നമുക്ക് ലാംഡ ബൈ എന്ന് പറഞ്ഞ ആംഗിൾ അറിയാം. ലാംഡ ബൈ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ, ആംഗിൾ ആണ്. ആ ലാംഡ ബൈ എ ഇൻറ്റു ക്യാപിറ്റൽ ഡി. ക്യാപിറ്റൽ ഡി എന്ന് പറയുമ്പോൾ എന്താ മക്കളെ, സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി. അപ്പൊ ലീനിയർ ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റു ഡി. ഓക്കെ, എല്ലാ കേസിലും അതിനെ ഇൻറ്റു ഡി, ആംഗിൾ ഇൻറ്റു ഡി, ആംഗിൾ ഇൻറ്റു ഡി. അതാണ് ലീനിയർ ഡിസ്റ്റൻസ് മക്കളെ. സെന്ററിൽ നിന്ന് ഈ ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള ഈ ദൂരം ഉണ്ടാവും മക്കളെ, ആംഗിൾ അല്ല പറയണേ. ഓക്കെ, അപ്പൊ ആംഗിൾ ലാംഡ ബൈ ആണ്, ഇൻറ്റു ഡി ക്യാപിറ്റൽ ഡി ചെയ്ത് എന്ത് കിട്ടും, നമ്മള് ലീനിയർ ഡിസ്റ്റൻസ് കിട്ടും. സെക്കൻഡ് മിനിമത്തിലേക്കുള്ള ആംഗിൾ എത്രയാ? പറ. സെക്കൻഡ് മിനിമത്തിലേക്കുള്ള ആംഗിൾ എത്രയാ? സെക്കൻഡ് മിനിമത്തിലേക്കുള്ള ആംഗിൾ സെക്കൻഡ് മിനിമത്തിലേക്കുള്ള ആംഗിൾ 2 ലാംഡ ബൈ എ. 2 ലാംഡ ബൈ എ ഇൻറ്റു ഡി ചെയ്ത് എന്ത് കിട്ടും മക്കളെ, ഇൻറ്റു ക്യാപിറ്റൽ ഡി ചെയ്ത് എന്ത് സംഭവിക്കും, ഡിസ്റ്റൻസ് കിട്ടും. സെക്കൻഡ് മിനിമത്തിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പൊ ഇൻറ്റു ക്യാപിറ്റൽ ഡി ചെയ്ത
സെക്കൻഡ് മിനിമത്തിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടും. ഇനി ഫോർത്ത് മാക്സിമം ഒന്ന് പറഞ്ഞ ആംഗിൾ, ഫോർത്ത് മാക്സിമത്തിലേക്കുള്ള ആംഗിൾ, ഫോർത്ത് മാക്സിമത്തിലേക്കുള്ള ആംഗിൾ പോയി 4.5 ലാംഡ ബൈ എ ഇൻറ്റു ക്യാപിറ്റൽ ടി. ഫോർത്ത് മാക്സിമത്തിലേക്കുള്ള മറ്റേ സ്ക്രീനിലുള്ള ലീനിയർ ഡിസ്റ്റൻസ് കിട്ടും. ഇൻറ്റു ക്യാപിറ്റൽ ടി ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇത്രയ്ക്കുള്ള ഡിഫ്രാക്ഷൻ ഉണ്ടോ? ഇത്രയ്ക്കുള്ള ഡിഫ്രാക്ഷൻ. ഇനി വേണമെങ്കിൽ ഒരു കാര്യം പറയാം. ദാ നോക്കൂ, യെസ്, ദാ ഈ ആംഗിൾ എത്രയാ പറഞ്ഞേ? ഇതേതാ ഇതേതാ ഇതേതാ? ഇത് ഫസ്റ്റ് മിനിമം. ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള ആംഗിൾ എത്രയാ? വെറും ലാംഡ ബൈ എ. അപ്പൊ ഈ ആംഗിൾ എത്രയാ മക്കളെ? ലാംഡ ബൈ എ. മുകളിലുള്ള ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള ആംഗിൾ എത്രയാ? മുകളിലുള്ള ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള ആംഗിൾ എത്രയാ? അതും ലാംഡ ബൈ എ അല്ലെ? രണ്ട് സൈഡിലും ഫസ്റ്റ് മിനിമങ്ങൾ ഉണ്ടല്ലോ, രണ്ട് സൈഡിലും ഉണ്ട്. അപ്പൊ മുകളിലേക്കുള്ളതും ലാംഡ ബൈ എ, താഴേക്കുള്ളത് ലാംഡ ബൈ എ. അപ്പൊ മക്കളെ ഈ മൊത്തം ആംഗിൾ എത്ര വരും? ഈ ടോട്ടൽ ആംഗിൾ 2 ലാംഡ ബൈ എ അല്ലെ? ടോട്ടൽ ആംഗിൾ 2 ലാംഡ ബൈ എ വരും. ക്ലിയർ ആയില്ലേ? അപ്പൊ മൊത്തം ആംഗിൾ എന്ത് വരും? 2 ലാംഡ ബൈ എന്ന് കിട്ടും. ഈ ആംഗിളിന്റെ ഉള്ളിലാണ് മക്കളെ ഈ ലൈനും ഈ ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് കേട്ടോ ഈ 2 ലാംഡ ബൈ എ. ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോളൂ. ഈ ലൈനും ഈ ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 2 ലാംഡ ബൈ എ. ആ ലൈനിന്റെ ഉള്ളിലാണ് നമ്മുടെ ഏത് മാക്സിമം ഇരിക്കണേ? ആ രണ്ട് ലൈനുകൾക്കിടയിലാണ് ഏത് മാക്സിമം ഇരിക്കണേ? ആ രണ്ട് ലൈനുകൾക്കിടയിലാണ് സെൻട്രൽ മാക്സിമം ഇരിക്കണേ. സോ വാട്ട് ഈസ് ദ ആംഗുലാർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം? വാട്ട് ഈസ് ആംഗുലാർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം? Angular width of central maximum 2 lambda by a. What is angular width of central maximum? 2 lambda by a. But 2 lambda by a ആണ് angular width of central maximum. What is the width of central maximum? What is the linear width of central maximum? Use your common sense. Linear width ചോദിച്ചാൽ എന്ത് ചെയ്യണം? 2 lambda by a ആണ് angle into capital D. Into capital D ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? സ്മോൾ ലെറ്റർ d അല്ല, capital D. capital D ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? മറ്റേ ഇത് കിട്ടും. ഏത് കിട്ടും? ലീനിയർ വിഡ്ത്ത് കിട്ടും. ക്ലിയർ ആയില്ലേ? ഇത്രയുള്ള ഡിഫ്രാക്ഷൻ. അപ്പൊ ദേ പറഞ്ഞു അഞ്ചാമത്തെ മിനിമം 5 ലാംഡ ബൈ എ, അഞ്ചാമത്തെ മാക്സിമം 5.5 ലാംഡ ബൈ എ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, ശുഭം കേട്ടോ. നാലാമത്തെ മിനിമം 4 ലാംഡ ബൈ എ, അഞ്ചാമത്തെ മാക്സിമം 5.5, അഞ്ചാമത്തെ സെക്കൻഡറി മാക്സിമം 5.5 ഇൻറ്റു ക്യാപിറ്റൽ ഡി ഡിസ്റ്റൻസ് കിട്ടും. സെൻട്രൽ മാക്സിമത്തിന്റെ വിഡ്ത്ത് 2 ലാംഡ ബൈ എ ഇൻറ്റു ആംഗുലർ വിഡ്ത്ത് 2 ലാംഡ ബൈ എ ഇൻറ്റു സാധാ വിഡ്ത്ത് ക്യാപിറ്റൽ ഡി ഇൻറ്റു ജി. ഈസ് ദാറ്റ് ക്ലിയർ? യെസ്. ഇത്രേ പഠിക്കണ്ടോ ഡിഫ്രാക്ഷനെ കുറിച്ച്? അത്രേ പഠിക്കണ്ടോ ഡിഫ്രാക്ഷനെ കുറിച്ച്? അപ്പൊ നമ്മൾ നോക്കിയേ, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നോക്കുക. എ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു 6000 ആംസ്ട്രോങ്. മക്കളെ 6000 ആംസ്ട്രോങ് നമുക്ക് നടക്കില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 6000 × 10⁻⁻10 അത് എഴുതി. ആംസ്ട്രോങ് falls on a single slit of width 0.1 millimeter. width A, width of the slit A ആണ്, അതറിയണം. A എന്ന് പറയുമ്പോൾ എത്രയാ? 0.1 millimeter ആണ്. അതായത് 0.1 × 10⁻³ then the second minima will be formed at an angle of diffraction. മക്കളെ second minima പറഞ്ഞോ? second minima 2 lambda by A. so second minima 2 lambda by A. so 2 into lambda എത്രയാ മക്കളെ? 6000 × 10⁻10 divided by 0.1 × 10⁻³ ആൾക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി ചെയ്തോളൂട്ടാ. 10⁻4 10⁻6 so 12 × 10⁻3 12 × 10⁻3 that is 0.012 radian. yes, clear? അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വെറുതെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഡിഫ്രാക്ഷന്റെ ഭാഗങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അഞ്ചാമത്തെ മാക്സിമം പറഞ്ഞേ 5. കഴിഞ്ഞു മതി അത്രേ ഉള്ളൂ കേട്ടോ. യെസ്. ഇനി 38, ക്വസ്റ്റ്യൻ നമ്പർ 38. 5.5കളുടെ ഒരു മാല തന്നെ വരുന്നുണ്ട്. മതി. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 38. വാട്ട് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 38? The distance between the first dark and bright fringes formed in a Young's double slit experiment with band width B. നോക്കൂ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. അപ്പൊ നമുക്ക് ആ സ്ക്രീൻ വരച്ച് വയ്ക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാൽ മക്കളെ
ഫസ്റ്റ് ഡാർക്കും ബ്രൈറ്റും, ഫസ്റ്റ് ഡാർക്കും ഫസ്റ്റ് ബ്രൈറ്റും അല്ലെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ഡാർക്ക് ആൻഡ് ഫസ്റ്റ് ബ്രൈറ്റ്. മക്കൾ നോക്കുക, ഇതാണ് സെൻട്രൽ മാക്സിമം, അതായത് സെൻട്രലിലെ ബ്രൈറ്റ് ബാൻഡ്. ഇതാണ് സെൻട്രലിലെ ബ്രൈറ്റ് ബാൻഡ് കേട്ടോ, ഇതാണ് സെൻട്രലിലെ ബ്രൈറ്റ് ബാൻഡ്. യെസ്, ഓക്കെ. ബ്രൈറ്റ് ബാൻഡ് കഴിഞ്ഞിട്ടാണ് എന്ത് വരിക മക്കളെ? ഡാർക്ക് ബാൻഡ് വരിക അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രൈറ്റ് കഴിഞ്ഞിട്ടാണ് എന്ത് വരിക? ഡാർക്ക് വരിക കേട്ടോ. ഇതാണ് എത്രാമത്തെ ഡാർക്ക് മക്കളെ? ഫസ്റ്റ് ഡാർക്ക്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഫസ്റ്റ് ഡാർക്ക്. ഫസ്റ്റ് ഡാർക്ക് അതാണ് കേട്ടോ. ബ്രൈറ്റ് ആണ് സെൻട്രൽ വരിക മക്കളെ. ഇത് സെന്റർ ആണ്, സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ്. അതിന് മുകളിൽ എന്തുണ്ടാവുക? ഡാർക്ക് ഉണ്ടാവും. അതാണ് ഫസ്റ്റ് ഡാർക്ക്. അത് കഴിഞ്ഞ് വീണ്ടും എന്ത് വരും മക്കളെ? ഒരു ബ്രൈറ്റ് വരും അല്ലെ. ഡാർക്ക് ബ്രൈറ്റ് അങ്ങനെ മാറി മാറി കളിക്കില്ലോ. അതെ, വീണ്ടും ഒരു ബ്രൈറ്റ് വരും. ആ ബ്രൈറ്റ് ആണ് ഏതാമത്തെ ബ്രൈറ്റ്? ആ ബ്രൈറ്റ് എത്രാമത്തെ ബ്രൈറ്റാ? യെസ്, ആ ബ്രൈറ്റ് ആണ് ഫസ്റ്റ് ബ്രൈറ്റ്. ഫസ്റ്റ് ബ്രൈറ്റ് കേട്ടോ, ഫസ്റ്റ് ബ്രൈറ്റ്. കുറെ പേർക്ക് അത് മനസ്സിലാക്കി വെക്കണം. കുറെ പേര് അത് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിന് നമ്മൾ നമ്പർ പറയാറില്ല. സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിന് നമ്മൾ നമ്പർ പറയാറില്ല. സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിന് നമ്മൾ നമ്പർ പറയാറില്ല. ഫസ്റ്റ് ഡാർക്ക് കഴിഞ്ഞിട്ടാണ് മക്കൾ എന്ത് വരുള്ളൂ? ഫസ്റ്റ് ബ്രൈറ്റ് വരുള്ളൂ. ഫസ്റ്റ് ഡാർക്കിന് ശേഷമേ ഫസ്റ്റ് ബ്രൈറ്റ് വരുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് വരും മക്കളെ? വീണ്ടും ഒരു ഡാർക്ക് ബാൻഡ് വരും അല്ലെ. വീണ്ടും ഒരു ഡാർക്ക് ബാൻഡ് വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ബ്രൈറ്റും ഫസ്റ്റ് ഡാർക്കും നമ്മൾ ഈ ഡിസ്റ്റൻസ് വെച്ചാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. സപ്പോസ് എക്സ് എന്ന് വിചാരിച്ചു, ഞാനിതാ ഈ ഡിസ്റ്റൻസ് വെച്ചാണ് ഫസ്റ്റ് ഡാർക്കും ഫസ്റ്റ് ബ്രൈറ്റും, ഇതാ ഈ ഡിസ്റ്റൻസ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഡാർക്കും തൊട്ടടുത്ത ഡാർക്ക് നമ്മളെ ഡിസ്റ്റൻസ് എത്രയാ മക്കളെ? ഈ ഡിസ്റ്റൻസ് എത്രയാ? ഈ ഡിസ്റ്റൻസ് എത്രയാ? ഫസ്റ്റ് ഡാർക്കും ഫസ്റ്റ് ബ്രൈറ്റും, ഐ മീൻ ഡാർക്കും നമ്മളെ ഡിസ്റ്റൻസ് എത്രയാ? ബീറ്റ അല്ലെ. ഡാർക്കും നമ്മളെ ഡിസ്റ്റൻസ് ബീറ്റയാണ്. അപ്പൊ നോക്കി, ഇതാണ് ഡാർക്ക്, ഇതാണ് ഡാർക്ക്. ഈ ഡാർക്കും നമ്മളെ ഡിസ്റ്റൻസ് ബീറ്റയാണ്. നമ്മളോട് ചോദിച്ചിരുന്നില്ല ഡാർക്കും ബ്രൈറ്റും നമ്മളെ ഡിസ്റ്റൻസ്. ഇത് എത്രയായിരിക്കും മക്കളെ? യൂസ് യുവർ കോമൺ സെൻസ്. വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു ഡാർക്കും അടുത്ത ഡാർക്കും തമ്മിൽ, ഇതൊരു ഡാർക്കാന്ന് വിചാരിക്കുക, പിന്നെ ബ്രൈറ്റ് ഉണ്ട്, പിന്നെ ഒരു ഡാർക്ക് ഉണ്ട്. ഈ രണ്ട് ഡാർക്ക് തമ്മിൽ ബീറ്റയാണ്. അപ്പൊ ഡാർക്കും ബ്രൈറ്റും തമ്മിൽ എത്രയാ? ഡാർക്കും ബ്രൈറ്റും തമ്മിൽ എത്രയാ? ബീറ്റ ബൈ 2. അത്ര ഉള്ള പരിപാടി, ബീറ്റ ബൈ 2. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കല്ലേ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഒരു ഡാർക്കും തൊട്ടടുത്ത ഡാർക്കും തമ്മിൽ ബീറ്റ, ഒരു ഡാർക്കും തൊട്ടടുത്ത ഡാർക്കും തമ്മിൽ ബീറ്റ, ഒരു ഡാർക്കും ഒരു ബ്രൈറ്റും തമ്മിൽ ബീറ്റ ബൈ 2, പകുതി. യെസ്, ക്ലിയർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ് മക്കളെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 37. The headlight of a jeep are 1.2 meter apart. The headlight of a jeep are, മക്കളെ ഒരു ഹെഡ്ലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു ഹെഡ്ലൈറ്റ്, ഇതൊരു ഹെഡ്ലൈറ്റ്. ആർ 1.2 meter apart. അപ്പൊ രണ്ട് ഹെഡ്ലൈറ്റുകൾ തമ്മിൽ 1.2 meter apart ആണ്. If the pupil of the eye of an observer has a diameter of 2 millimeter. മക്കളെ ഇവിടെ ഒരു കണ്ണുണ്ട് അല്ലെ. കണ്ണിന്റെ ഡയമീറ്റർ എത്രയാണ് മക്കളെ? 2 millimeter ആണ്. 2 millimeter diameter. And the light of wavelength 5896 Armstrong. So lambda is given 5896 Armstrong തന്നിട്ടുണ്ട്. 5896 ആണ് നമ്മുടെ Armstrong. ലാംഡ എന്നാണ്. What should be the maximum distance of the jeep from the observer if the two headlights are just separated? അതായത് ഈ രണ്ട് ഹെഡ്ലൈറ്റുകളെയും സെപ്പറേറ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്ന മാക്സിമം ഡിസ്റ്റൻസ് എത്രയാണ് ചോദ്യം. മാക്സിമം ഡിസ്റ്റൻസ് എത്രയാണോ നമ്മളോട് എന്ത് ചെയ്യണേ മക്കളെ? ചോദിച്ചിരിക്കണേ. ക്ലിയർ ആയില്ലേ? ഈ രണ്ട് ബൾബുകൾ വെച്ചിട്ടുണ്ടല്ലോ, രണ്ട് ഹെഡ്ലൈറ്റുകളുണ്ട്. ഈ രണ്ട് ഹെഡ്ലൈറ്റുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ സാധിക്കാവുന്ന മാക്സിമം ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. റിസോൾവിംഗ് പവർ അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. നമുക്ക് ആദ്യം ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ പറയാം. മക്കളെ, എന്താണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ? യൂസ് യുവർ ബ്രെയിൻ. ഒന്ന് പറഞ്ഞേ മക്കളെ, എന്താണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ? ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
ആ പോയാ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ the smallest separating distance between two body in order to see them clearly and separately. അതായത് വളരെ ക്ലിയർ ആയിട്ട് അവരെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ വേണ്ട സ്മോളസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ രണ്ട് നിയർ ബൈ ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ഈ രണ്ട് നിയർ ബൈ ഒബ്ജക്റ്റുകളെ നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് കാണണമെങ്കിൽ അവർ തമ്മിൽ കീപ്പ് ചെയ്യേണ്ട മിനിമം ഡിസ്റ്റൻസ് ആണ് എന്ത് നമ്മുടെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. കേട്ടോ? അതിന് നമ്മളൊരു ആംഗിൾ ആണ് നമ്മൾ ആദ്യം പഠിപ്പിച്ചിട്ടുണ്ടാവുക അല്ലെ? നമ്മൾ ആ ആംഗിളിലേക്ക് ഒന്ന് പോയി വരാതാ. ഇതൊരു ലെൻസ് ആണെന്ന് വിചാരിക്കാം അല്ലെ? ഒരു ലെൻസ് ആണ് മക്കളെ. ഇത് സ്ക്രീൻ ആണെന്ന് വിചാരിച്ചോളൂ. ഇതാ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് പോകുന്നു. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് S1, ഇത് S2. S1 നിന്ന് ലൈറ്റ് പോകുന്നു മക്കളെ. ഇത് S1 നിന്ന് നേരെ ലൈറ്റ് പോയതാ ഇവിടെ എന്തുണ്ടാവുന്നു ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. സെൻട്രൽ മാക്സിമം ഉണ്ടാവുന്നു അല്ലെ? പിന്നെ മിനിമം. ഇവിടുന്ന് ലൈറ്റ് പോകുമ്പോൾ ഇവിടെ നിന്നുണ്ടാവും മക്കളെ സെൻട്രൽ മാക്സിമം ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? രണ്ടുപേരുടെയും സെൻട്രൽ മാക്സിമം എന്ത് ചെയ്യാൻ പാടില്ല? ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. രണ്ടുപേരുടെയും സെൻട്രൽ മാക്സിമങ്ങൾ ഓവർലാപ്പ് ചെയ്താൽ നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. ഓവർലാപ്പ് ചെയ്താൽ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. അപ്പൊ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം മാത്രം പഠിച്ചാൽ മതി കേട്ടോ. സെപ്പറേറ്റ് ചെയ്ത് കാണണമെങ്കിൽ മിനിമം യു ഷുഡ് ഹാവ് കീപ്പ് ആൻ ആംഗിൾ ഓഫ് 1.22 ലാംഡ ബൈ എ. മിനിമം നമ്മൾ എത്ര കേട്ടോ? യെസ്, 1.22 ലാംഡ ബൈ എ എന്ന് പറഞ്ഞാൽ ആംഗിൾ കീപ്പ് ചെയ്യണം. അപ്പൊ രണ്ട് ഒബ്ജക്റ്റുകളെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മക്കളെ. രണ്ട് ഒബ്ജക്റ്റുകളെ സെപ്പറേറ്റ് ചെയ്ത് കാണണമെങ്കിൽ ആ രണ്ട് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് മിനിമം ഒരു 1.22 ലാംഡ ബൈ എ എന്ന് പറഞ്ഞ ആംഗിള് എന്ത് ചെയ്യണം? അവിടെ കീപ്പ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാം 1.22 ലാംഡ ബൈ എ നമ്മൾ കുറെ തവണ നമ്മൾ എടുത്ത് പഠിച്ചിട്ടുള്ളതാണ്. സോ ഇതാണ് ഫസ്റ്റ് ലൈറ്റ്, ഇതാണ് സെക്കൻഡ് ലൈറ്റ് എന്ന് പറയുക. രണ്ട് ഒബ്ജക്റ്റുകൾ. ആ രണ്ട് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എന്തുണ്ടാക്കണം മക്കളെ? 1.22 ലാംഡ ബൈ എ. 1.22 ലാംഡ ബൈ എ എന്ന് പറഞ്ഞ ആംഗിള് മിനിമം സബ്സ്റ്റെൻഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് അവർ രണ്ടുപേരെയും സെപ്പറേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുള്ളൂ. ക്ലിയർ ആയില്ലേ? ഇത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ഈ 2n സൈൻ ബീറ്റ ബൈ 1.22 ലാംഡ അത് മക്കളെ അത് മൈക്രോസ്കോപ്പിലാണ് കേട്ടോ. മൈക്രോസ്കോപ്പിലെ കാര്യമാണ് ഈ 2n സൈൻ ബീറ്റ ബൈ കേട്ടോ. അപ്പൊ അത് നമ്മൾ നോക്കണ്ട. ഇപ്പൊ നമുക്ക് 1.22 ലാംഡ ബൈ എ എന്നുള്ള കാര്യം എടുക്കാം. ഓക്കെ, അപ്പൊ 1.22 ലാംഡ ബൈ എ എന്ന് പറഞ്ഞ ആംഗിളെങ്കിലും മിനിമം എല്ലാവർക്കും രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ കീപ്പ് ചെയ്താൽ മക്കളെ ക്ലാസ് എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് അറിയാത്തവരും ശ്രദ്ധിച്ചോളോ. ഇത്ര പോയിന്റാ പഠിക്കണ്ടോ. രണ്ട് ഒബ്ജക്റ്റുകളെ സെപ്പറേറ്റ് ആയി കാണണമെങ്കിൽ ഈ രണ്ട് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേകൾ മിനിമം ഒരു 1.22 ലാംഡ ബൈ എ എന്ന് പറയുന്ന ആംഗിള് നമ്മുടെ കണ്ണിൽ ഉണ്ടാക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇത് നോക്കുമ്പോ ഇവിടെ എന്താ വരിക? ജീപ്പിന്റെ രണ്ട് ബൾബുകളാണ് മക്കളെ. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 1.2 എത്രയാണെന്ന് തന്നെ 1.2 മീറ്റർ അപ്പാർട്ട് തന്നിട്ടുണ്ട്. യെസ് മക്കളെ, ഇവിടെയാണ് നമ്മുടെ കണ്ണിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കണം? ഈ ഒരു ബൾബിൽ നിന്ന് വരുന്ന ലൈറ്റ് മറ്റേ ബൾബിൽ നിന്ന് വരുന്ന ലൈറ്റ് മിനിമം ഉണ്ടാക്കണം 1.22 ലാംഡ ബൈ എന്ന ആംഗിള് നമ്മുടെ കണ്ണിൽ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് അവരെന്ത് ചെയ്യാൻ പറ്റുള്ളൂ മക്കളെ? സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ സെപ്പറേറ്റ് ചെയ്ത് കാണണമെങ്കിൽ മിനിമം ആ രണ്ട് ലൈറ്റ് റേസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 1.22 ലാംഡ ബൈ എ ആയിരിക്കണം. അപ്പൊ ഈ ആംഗിൾ എത്ര വേണം? 1.22 ലാംഡ ബൈ എ വേണം. ക്ലിയർ? അപ്പൊ 1.22 ലാംഡ ബൈ എ ആണ് ആംഗിൾ കിട്ടി മക്കൾ. ഈ ഡിസ്റ്റൻസ് കിട്ടി. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആ ഡിസ്റ്റൻസ് ഒന്നല്ല, കണ്ണിൽ നിന്ന് എത്ര അകലെയായിരിക്കും ജീപ്പ്. അതായത് കണ്ണിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ക്യാപിറ്റൽ ഡി. അപ്പൊ കണ്ണിൽ നിന്ന് എത്ര അകലെയായിരിക്കണം ജീപ്പ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. സോ നമ്മൾ എന്ത് വിളിക്കാം? ക്യാപിറ്റൽ ഡി എന്നാണ്. ഏത് കൊച്ചു കുട്ടിക്കും അറിയാവുന്ന ഒരു ഇക്വേഷൻ, ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് കേട്ടോ. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. അപ്പൊ നമുക്ക് എന്താ എഴുതാം മക്കളെ? 1.22 ലാംഡ ബൈ എന്ന് പറഞ്ഞ ഈ ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ എത്ര? ആർക്ക് ലെങ്ത് ഇതാണ് അല്ലെ? ഈക്വൽ ടു 1.2 ബൈ റേഡിയസ് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ്. ഏത് ഡിസ്റ്റൻസ് പറയുമ്പോൾ ക്യാപിറ്റൽ ഡി. അത്രേ ഉള്ളൂ പരിപാടി കേട്ടോ. അപ്പൊ ക്യാപിറ്റൽ ഡി കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ക്യാപിറ്റൽ ഡി നിങ്ങളായിട്ട് ഒന്ന് കണ്ടുപിടിച്ച് തരിക. ഓക്കെ, ഇപ്പൊ ക്യാപിറ്റൽ ഡി ഒന്ന് കണ്ടുപിടിക്കുക. എങ്ങനെയാ? നമുക്ക് വേണമെങ്കിൽ ഈ 1.2 ഈ 1.22 വെട്ടി കളയാം കേട്ടോ. അത്രേ ഉള്ളൂ. 1.22 വെട്ടി കളഞ്ഞു. ലാംഡ ബൈ എ ഈക്വൽ ടു എന്ത് വരും മക്കളെ? ക്യാപിറ്റൽ ഡി എന്ന് വരും. സോറി 1 ബൈ ഡി എന്ന് വരും. ലാംഡ ബൈ ഈക്വൽ 1 ബൈ ഡി. സോ ക്യാപിറ്റൽ ഡി ഈക്വൽ ടു എ ബൈ ലാംഡ. അതിൽ എ എത്രയാ? എ എത്ര നമുക്ക് തന്നാണേ? 2 മില്ലിമീറ്റർ തന്നാണേ അല്ലെ? 2 മില്ലിമീറ്റർ തന്നാണേ. സോ 2 × 10⁻³ ബൈ 2 × 10⁻³ ബൈ ലാംഡ എത്രയാണ് മക്കളെ? 5896 × 10⁻10. ഏകദേശം നിങ്ങൾ 6000 എടുത്തോ. നമ്മുടെ
എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് അതെടുക്കാം. സോ ഇറ്റ് ഈസ് 2 divided by 6000 into 10 raised to 7 അല്ലേ? 10 raised to 7. യെസ്. അപ്പോൾ ഡിസ്റ്റൻസ് 2 divided by 6000 into 10 raised to 7. വേണമെങ്കിൽ ഈ 3 0 വിട്ട് കളഞ്ഞാൽ 2 divided by 6 into 10 raised to 4. മക്കളെ 2 divided by 6 എന്ന് പറയുമ്പോൾ 1/3. സോ 1/3 into 10 raised to 4 എന്ന് പറയുമ്പോൾ മക്കളെ ഇറ്റ് ഈസ് 0.3 അല്ലേ? 1/3 എന്ന് പറയുമ്പോൾ 0.3 ആണ്. 0.3 into 10 raised to 4. അതായത് 3 point something into 10 raised to 3. 3 point something kilometers. 3 point something kilometer എന്നാണ് ഇക്വേഷൻ വരിക. അപ്പൊ അത് നോക്കി വെക്കുക. 3 point something kilometers. യെസ്, അത്രേ ഉള്ളൂ. അപ്പൊ അപ്രോക്സിമേഷൻ കൊടുത്ത് ചെയ്യാം. 5896 എഴുതിയ സമയങ്ങളായിരുന്നു 6000 എടുത്ത് ചെയ്യാം കേട്ടോ. അതിനടുത്തുള്ള വാല്യൂ നമുക്ക് ഉണ്ടെങ്കിൽ അത് ഓപ്ഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. അപ്പൊ പറഞ്ഞു വന്നതാണ് രണ്ട് ഒബ്ജക്റ്റുകളെ സെപ്പറേറ്റഡ് ആയി കാണണമെങ്കിൽ മിനിമം ആ രണ്ട് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കണം? പറഞ്ഞോളൂ. മിനിമം ആ രണ്ട് ലൈറ്റ് റേസ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 1.22 lambda by a കേട്ടോ. അപ്പൊ അതാണ് മക്കളെ, അത് തന്നെയാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് എ. ഞാൻ ഒന്ന് പറയാം. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് എ നമ്മുടെ ടെലസ്കോപ്പ് അല്ലെ? ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് ടെലസ്കോപ്പ് 1.22 lambda by a ആണ്. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് ടെലസ്കോപ്പ് 1.22 lambda by a ആണ്. റിസോൾവിംഗ് പവർ എന്ന് പറയുമ്പോൾ മക്കളെ ഇതിനെ തലയിരിക്കണം കേട്ടോ. റിസോൾവിംഗ് പവർ എന്ന് പറയുമ്പോൾ a divided by 1.22 lambda. റിസോൾവിംഗ് പവർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ആംഗിളിനെ തലയിരിക്കുക. അപ്പൊ ആംഗിൾ ഒന്ന് പഠിച്ചു വെക്കുക. ആ ആംഗിൾ ആണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ഇനി ഡിസ്റ്റൻസ് ആണോ ചോദിച്ചെങ്കിൽ നമ്മൾ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്നുള്ള ഇക്വേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? ആധാനം ചെയ്യാം. ക്ലിയർ ആയില്ലേ? അപ്പൊ റിസോൾവിംഗ് പവർ ഈസ് ഈക്വൽ ടു a divided by 1.22 lambda. ഇതൊന്ന് നോട്ട് ചെയ്തോളൂ. എന്താ ഞാൻ ക്ലാസ്സിലാണ്. യെസ്, ക്ലിയർ ആയില്ലേ? അപ്പൊ റിസോൾവിംഗ് പവർ a divided by 1.22 lambda and resolving power is inversely proportional to lambda. Resolving power is inversely proportional to lambda. എങ്ങനെ സോൾവ് ചെയ്തെന്ന് ഏത് ഭാഗമാണ് മനസ്സിലാവാത്തത്? ഇതാ രണ്ട് ഹെഡ്ലൈറ്റ് അതല്ലേ? ഹെഡ്ലൈറ്റിന്റെ പ്രോബ്ലം അല്ലേ? രണ്ട് ഹെഡ്ലൈറ്റ് നമ്മളുടെ ഡിസ്റ്റൻസ് എത്രയാ? 1.2 അല്ലേ? ഇത് കണ്ണ്. രണ്ട് ഹെഡ്ലൈറ്റും കണ്ണിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാക്കണം? 1.22 lambda by a. അത് ക്ലിയർ ആയില്ലേ? 1.22 lambda by a. നമ്മളോട് ചോദിച്ചിരുന്നത് ഈ കണ്ണും ഈ ജീപ്പ് നമ്മളുടെ ഡിസ്റ്റൻസ് ആണ്, ക്യാപിറ്റൽ ഡി ആണ് ചോദിച്ചാണ്. കണ്ണും ജീപ്പ് നമ്മളുടെ ഡിസ്റ്റൻസ് ആണ്, ക്യാപിറ്റൽ ഡി. മക്കൾ ഈ ഡിസ്റ്റൻസ് എത്രയാ? രണ്ട് ഹെഡ്ലൈറ്റ് നമ്മളുടെ ഡിസ്റ്റൻസ് എത്രയാണെന്നുണ്ട്? 1.2 തന്നുണ്ട്. ഡിസ്റ്റൻസ് 1.2 തന്നുണ്ട്. ഇനി ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ഉള്ള ഇക്വേഷൻ കൊടുക്കുക. ആംഗിൾ എത്രയാ? 1.22 lambda by ആണ് ആംഗിൾ. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഇതാണ് അല്ലെ? ഇതാണ് ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്ത് എത്രയാ? 1.2 ബൈ റേഡിയസ് ഫോർ ബി ഡിസ്റ്റൻസ് ആണ്, ക്യാപിറ്റൽ ഡി. അത്ര ചെയ്തിട്ടുള്ളൂ, ക്യാപിറ്റൽ ഡി. മക്കളെ 1.2 1.2 വെട്ടിപ്പോയി. ബാക്കി എന്ത് വരും? ലാംഡ ബൈ എ ഈക്വൽ ടു 1/d വരും. ഡി ഈക്വൽ ടു എ ഡിവൈഡ് ബൈ ലാംഡ. ഡി ഈക്വൽ ടു എ ഡിവൈഡ് ബൈ ലാംഡ വരും. അതിൽ എ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാ? 2 millimeter ആണെന്നാണ് അല്ലെ? അപ്പൊ 2 millimeter ആണ്. അപ്പൊ 2 into 10⁻³ ലാംഡ നമുക്ക് 5896. അതിന് നമുക്ക് പകരം 6000 എടുക്കാം. സോ ഇറ്റ് ഈസ് 6000 into 10⁻10. ഇത് ചെയ്ത് നോക്കാം കേട്ടോ. ശരി, ക്ലിയർ ആയില്ലേ? ഡൗട്ട് ചോദിച്ചോളൂ. യെസ്, നമുക്ക് മാനസി അത് അവിടെ ചോദിച്ചു വിടും കേട്ടോ. ഞാൻ അതപ്പോഴേക്കും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അവിടെ ചോദിച്ചിട്ടോളൂ. അതായത് ഇപ്പൊ നമ്മള് കിലോമീറ്റർ ആണ് കണ്ടുപിടിച്ചത്. ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഡിസ്റ്റൻസ് 3.3 കിലോമീറ്റർ കിട്ടി. ആംഗിൾ ആണ് ചോദിച്ചത്. ഇതാണ് ആംഗിൾ 1.22 lambda by a കേട്ടോ. റിസോൾവിംഗ് പവറിന്റെ ആംഗിൾ അതാണ് 1.22 lambda by a ലിമിറ്റ് ഓഫ് റെസൊല്യൂഷന്റെ. അതാണ് റേഡിയനിലെ ആൻസർ വരിക കേട്ടോ. അപ്പൊ ഈ 1.22 lambda by a റേഡിയനിലാണ് ആൻസർ വരിക. പക്ഷേ ഈ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഡിസ്റ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? യെസ്, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 36 കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. 36
A light is incident on a polarizer. A light is 36 question number. A light is incident on a polarizer with intensity I0. മക്കളെ ഇവിടെ ഒരു പോളറൈസർ ഉണ്ട്, ശ്രദ്ധിച്ചാണ്, പോളറൈസർ ഉണ്ട് വിത്ത് ഇന്റൻസിറ്റി I0 എന്ന് പറഞ്ഞ ഇന്റൻസിറ്റി വെച്ച് ലൈറ്റ് അതിലേക്ക് എൻറ്റർ ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എ സെക്കൻഡ് പ്രിസം കോൾഡ് അനലൈസർ, അതായത് രണ്ടാമത്തെ ഒരാള് അനലൈസർ ആണ്. അനലൈസർ ഈസ് കെപ്റ്റ് അറ്റ് an angle of 15 degree. അതായത് ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര മക്കളെ? 15 ഡിഗ്രി ആയിട്ട് കെപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. 15 ഡിഗ്രിയാണ് രണ്ട് അനലൈസറും പോളറൈസറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 15 ഡിഗ്രിയാണ് ഫ്രം ദ ഫസ്റ്റ് പോളറൈസർ. Then the intensity of the final emergent ray. Then the intensity of final emergent ray will be. അതായത് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എത്രയാണെന്നാണ് ചോദ്യം. ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പോ ഒരു പോളറൈസർ, മക്കൾ ഇതാണ് പോളറൈസർ ഫസ്റ്റ്. ഒരു പോളറൈസറിലേക്ക് കയറുന്ന ഇന്റൻസിറ്റി I0. ഓക്കെ, I0. ഇന്റൻസിറ്റിയും പോളറൈസറും അനലൈസറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 15 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇന്റൻസിറ്റി എത്രയാണ് എന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാ കുട്ടികളും ഇങ്ങോട്ട് നോക്കുക. മാലസ് ലോ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക. മാലസ് ലോ യൂസ് ചെയ്യണം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ നോക്കണം ആദ്യത്തെ ക്രിസ്റ്റല്, അതായത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ് അല്ലെ? യെസ്, ഇത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. I0 എന്ന് പറയുന്ന ലൈറ്റ് അൺപോളറൈസ്ഡ് ആണല്ലോ മക്കളെ? അൺപോളറൈസ്ഡ് ലൈറ്റിൽ വന്ന് വീഴുന്ന ഇന്റൻസിറ്റി ആണ്, അൺപോളറൈസ്ഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആണ് I0. എവിടെ വന്ന് വീഴുന്നത്? പോളറൈസറിൽ വന്ന് വീഴുന്ന ഇന്റൻസിറ്റി ആണ് I0. ക്ലിയർ ആണല്ലോ? I0 എന്ന് പറയുന്ന ഇന്റൻസിറ്റി. ആ I0നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഇന്റൻസിറ്റി ഇവിടേക്ക് കിടക്കുമ്പോ, ഫസ്റ്റ് ക്രിസ്റ്റൽ കിടക്കുമ്പോ ഇന്റൻസിറ്റി എത്രയായിട്ട് മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ക്രിസ്റ്റൽ കിടക്കുമ്പോൾ ഇന്റൻസിറ്റി എത്രയായിട്ട് മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആൻസർ പറയും? യെസ്, ഫസ്റ്റ് ക്രിസ്റ്റൽ കിടക്കുമ്പോൾ തന്നെ ഇന്റൻസിറ്റി പകുതിയായി മാറും. I0/2 എന്നുള്ള ഇന്റൻസിറ്റിക്കായിട്ട് മാറും. അവിടെ നമ്മൾ മാലസ് ലോ യൂസ് ചെയ്യരുത് കേട്ടോ. മാലസ് ലോ യൂസ് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ക്രിസ്റ്റലോട്ട് നമുക്ക് യൂസ് ചെയ്യാം. അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഫസ്റ്റ് ക്രിസ്റ്റലിലൂടെ കടത്തിവിടുമ്പോൾ തന്നെ അതിന്റെ ഇന്റൻസിറ്റി ആ I0/2 ആയിട്ട് മാറും. അതായത് ഇവിടെ എത്ര ഇന്റൻസിറ്റി ഉണ്ട് അതിന്റെ പകുതിയായിട്ട് മാറുക ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ക്രിസ്റ്റലിലേക്ക് കയറുമ്പോൾ, അതായത് അനലൈസറിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ മക്കളെ? മാലസ് ലോ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയില്ലേ? നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം, ശ്രദ്ധിച്ചോളോ. അപ്പൊ അൺപോളറൈസ്ഡ് ലൈറ്റ് ഫസ്റ്റ് ക്രിസ്റ്റലിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ മാലസ് ലോ ഇല്ല. ആ ഫസ്റ്റ് ക്രിസ്റ്റലിൽ നിന്ന് പുറത്തു വരുന്ന ഇന്റൻസിറ്റി എന്ന് പറയുന്നത് മക്കളെ I0/2 ആയിരിക്കും. ക്ലിയർ? ആ I0/2 എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ക്രിസ്റ്റൽ ആയിട്ടുള്ള അനലൈസറിലേക്ക് കയറുന്നു മക്കളെ. അനലൈസറിലേക്ക് കയറുമ്പോൾ എത്രയാണ് ഇന്റൻസിറ്റി പുറത്തു വരുന്നതാണ് നമ്മൾ ചോദ്യം. അപ്പൊ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം മക്കളെ. ഇന്റൻസിറ്റി പുറത്തു വരുന്നത് ഈസ് ഈക്വൽ ടു, എന്താ ഇക്വേഷൻ? ഇന്റൻസിറ്റി പുറത്തു വരുന്നത് ഈസ് ഈക്വൽ ടു ഇന്റൻസിറ്റി ഉള്ളിലേക്ക് കയറുന്നത് ഇൻറ്റു cos സ്ക്വയർ φ/2 അല്ലെങ്കിൽ cos സ്ക്വയർ θ/2 അല്ലെ? cos സ്ക്വയർ θ, cos സ്ക്വയർ θ/2 അല്ല, അത് നമ്മളെ മറ്റേലാണ്. cos സ്ക്വയർ θ. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? I I0 into cos സ്ക്വയർ θ, മാലസ് ലോ അല്ലെ? അപ്പൊ രണ്ടാമത്തെ ക്രിസ്റ്റലിൽ നിന്ന്, അനലൈസറിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഇന്റൻസിറ്റി എന്ന് പറയുന്നത് അനലൈസറിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഇന്റൻസിറ്റി ഇൻറ്റു cos സ്ക്വയർ θ നമുക്ക് കിട്ടും. അപ്പോ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I അനലൈസറിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഇന്റൻസിറ്റി, ഈ I0 എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് കയറുന്ന ഇന്റൻസിറ്റി ആണ്. അത് എത്രയാ മക്കളെ? അനലൈസറിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഇന്റൻസിറ്റി I0/2 ആണ്. ക്ലിയർ ആയില്ലേ? I0/2 ഇൻറ്റു cos സ്ക്വയർ 15. മക്കളെ θ എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രിയാ? 15 ഡിഗ്രിയാണ്. അപ്പൊ cos സ്ക്വയർ 15. അപ്പോ I I0/2 ഇൻറ്റു cos സ്ക്വയർ 15 വരും. ക്ലിയർ ആയോ? cos സ്ക്വയർ 15. cos സ്ക്വയർ θ, cos സ്ക്വയർ θക്ക് വല്ല ഇക്വേഷൻ ഉണ്ടോ? cos സ്ക്വയർ θക്ക് ഏതെങ്കിലും ഇക്വേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. 2 cos സ്ക്വയർ θ കേട്ടിട്ടുണ്ടോ? 2 cos സ്ക്വയർ θ അങ്ങനെ ഒരു ഇക്വേഷൻ കേട്ടിട്ടുണ്ടോ? ഒന്ന് നോക്കി നോക്കിയേ. 2 cos സ്ക്വയർ θക്ക് ഒരു ഇക്വേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടണേ? 1 + cos 2θ അല്ലെ? 2 cos സ്ക്വയർ θക്ക് 1 + cos 2θ എന്നുള്ള ഇക്വേഷൻ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ? ട്രിഗണോമെട്രിയിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കേട്ടിട്ടുണ്ടോ മക്കളെ? 1 + cos 2θ = cos സ്ക്വയർ θ അല്ലെ? 2 cos സ്ക്വയർ θ. അങ്ങനെ ഇക്വേഷൻ ഉണ്ടോ? ഇങ്ങനെ ഇക്വേഷൻ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? കണ്ടുപരിചയമുണ്ടോ? 1 + cos 2θ = 2 cos സ്ക്വയർ θ. യെസ്. അപ്പൊ നമുക്ക് നോക്കാം. യെസ്. അപ്പോ
ഇവിടെ എന്ത് ചെയ്തു I equal to I0/2 നോക്കട്ടെ മക്കളെ I equal to I0/2 cos square 50 എന്ന് എഴുതി. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഞാൻ ഇൻറ്റു 2 ചെയ്തു, താഴെ ഞാൻ ഇൻറ്റു 2 ചെയ്തു. വാല്യൂ മാറില്ലല്ലോ, മുകളിലും ന്യൂമറേറ്ററിലും താഴെ നമ്മൾ ഇൻറ്റു 2 ചെയ്തു. അപ്പൊ എന്താ വരിക I equal to I0/4 അല്ലെ I0/4 നോക്കൂട്ടോ I0/4 2 cos square 15 വരും 2 cos square 15. ഈ 2 cos square 15 നമുക്ക് എന്ത് എഴുതാം 2 cos square 15 നമുക്ക് എന്ത് എഴുതാം യെസ് അപ്പൊ എന്ത് എഴുതാം I equal to I0/4 into 1 plus 2 cos square theta വരെ 1 plus cos 2 theta. അപ്പൊ 1 plus cos 2 theta 1 plus 2 cos theta അല്ല 1 plus cos 2 theta. So 1 plus cos 2 theta എന്നുമ്പോൾ മക്കൾ എന്ത് വരും 1 plus cos 30. ക്ലിയർ 1 plus cos 30. അപ്പോൾ 2 cos square theta ക്ക് പകരം 1 plus cos 2 theta എഴുതി കഴിഞ്ഞാൽ 1 plus cos 30 കിട്ടും. മക്കളെ cos 30 എത്രയാ നമുക്കറിയാലോ. cos 30 എത്രയാ cos 30 √3/2 ആണ്. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയോ ചെയ്തോ. യെസ് cos 30 √3/2 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കാം. ആയിക്കോട്ടെ I0/4 into 1 plus cos 30 √3/2 that is equal to I0/4 into 2 plus √3/2 that is equal to I0/8 into 2 plus √3 I0/8 into 2 plus √3. കിട്ടിയോ I0/8 into 2 plus √3. ക്ലിയർ ആയോ മക്കളെ. അപ്പോ ശ്രദ്ധിക്കേണ്ട 2 cos square theta equal to 1 plus cos 2 theta 1 plus cos 2 theta equal to 2 cos square theta. അങ്ങനെയാണ് 2 cos square 15 പകരം 1 plus cos 30 15 into 2 30 ആണ്. അപ്പോ cos 30 അപ്പൊ നമ്മൾ എന്ത് ചെയ്യും I0/8 2 plus √3 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ. ഡൗട്ട് ഉണ്ട് ചോദിച്ചോളൂ. ആൻസർ ഓപ്ഷനിൽ ഇല്ല. ഓക്കെ ആൻസർ ഓപ്ഷനിൽ ഇല്ല അല്ലേ. I0/4 എന്നാ കാണാണല്ലോ. I0/4 I0/8 ഇല്ല. യെസ് I0/8 കാണുന്നില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ ചിലപ്പോ ഇവര് ഈ ഫസ്റ്റ് നമ്മളെ പോളറൈസർ വരച്ചല്ലേ ഫസ്റ്റ് പോളറൈസർ. ഈ ഫസ്റ്റ് പോളറൈസറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റിന് പകുതിയാവും അല്ലെ. ഫസ്റ്റ് പോളറൈസറിൽ നിന്ന് പുറത്ത് വരുന്ന ലൈറ്റ് എന്താ സംഭവിക്കും ഇന്റൻസിറ്റി പകുതിയാവും എന്നുള്ള കാര്യം ചിലപ്പോൾ അവരെടുത്തിട്ടുണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അപ്പോഴാണ് ആ ഒരു /2 ഒരു കുറവ് അവർക്ക് ഉണ്ടായി വരുന്നത്. ക്ലിയർ ആയല്ലേ കേട്ടോ. അങ്ങനെയാണ് ഓപ്ഷനിൽ അതില്ലാത്തത്. ഇനി ട്രിഗണോമെട്രിക് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗണോമെട്രിക് പാർട്ട് ഇനി എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. നിങ്ങളാണല്ലോ പഠിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഈ അടുത്തുകൂടി പഠിച്ചാണ്. ഞാൻ വളരെ കൊല്ലം മുമ്പ് പഠിച്ച 1 plus cos 2 theta equal to 2 cos square theta 1 plus cos 2 theta equal to 2 cos square theta എന്നുള്ള ഇക്വേഷൻ കേട്ടോ. ഇതാണ്. അപ്പോ 2 cos square 15 നമുക്ക് ആവശ്യമുണ്ട് അല്ലെ. 2 cos square 15 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മക്കളെ 1 plus cos 2 into 15 അല്ലെ. തീറ്റ 15 ആണ്. സോ ഇറ്റ് ഈസ് 1 plus cos 30 എന്ന് വരും. ക്ലിയർ ആയോ 1 plus cos 13. യെസ് അപ്പൊ 1 plus cos 2 theta equal to 2 cos square theta. അപ്പോ 2 cos square theta തീറ്റയ്ക്ക് വരെ 15 ആണ് കേട്ടോ. 2 cos square 15 is equal to 1 plus cos 2 into 15 that is cos 30 കേട്ടോ. അവിടെ അവര് 2 എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് അവര് ഫസ്റ്റ് അനലൈസറിൽ നിന്ന് തന്നെ എന്ത് സംഭവിച്ചു I0/2 എന്ന് എടുക്കാൻ മറന്നുപോയി ഫസ്റ്റ് പോളറൈസറിൽ നിന്ന്. അതായിരിക്കും അവിടെ I0/8 വരാണ്ട് I0/4 I0/8 ആണ് ആൻസർ കേട്ടോ. യെസ്
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നോക്കണേ? 35ാമത്തെ ക്വസ്റ്റ്യൻ 35 നോക്കല്ലേ? എന്താ ക്വസ്റ്റ്യൻ? ഇൻ എ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ, the distance between plane of slit and screen is 1 meter. The distance between plane of slit and screen is 1 meter. So D equal to എന്ത് കിട്ടും? നമുക്ക് 1 meter കിട്ടും. Distance between plane ഉം slit ഉം 1 meter ആണ്. ഇനി the size of the slit is 0.7 millimeter. അതായത് സ്മോൾ ലെറ്റർ ഡി, ഐ മീൻ സ്മോൾ ലെറ്റർ എ, നമ്മൾ ഡിഫ്രാക്ഷൻ നമ്മൾ എ ആയിട്ട് പറയാറ്, ഇനിയിപ്പോ ഡി ആയിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ സ്മോൾ ലെറ്റർ എ സൈസ് ഓഫ് ദ സ്ലിറ്റ് ഈസ് ഈക്വൽ ടു 0.7 millimeter. അപ്പൊ 0.7 millimeter ആണ് സൈസ് ഓഫ് ദ സ്ലിറ്റ്. ഇനി സെക്കൻഡ് മാക്സിമ കണ്ടാ, നോക്കൂ മക്കളെ, സെക്കൻഡ് മാക്സിമ ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 millimeter ഫ്രം ദ സെന്റർ ഓഫ് ദ സ്ക്രീൻ. Second maxima is formed at a distance of 2 millimeter from the center of the screen എന്ന് പറയുന്നത് സെക്കൻഡ് മാക്സിമ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സെക്കൻഡ് മാക്സിമ 2 millimeter ഡിസ്റ്റൻസിലാണ് ഫോം ചെയ്യുന്നത്. സെക്കൻഡ് മാക്സിമയ്ക്കുള്ള ആംഗിൾ എത്ര? നമ്മൾ ഇപ്പൊ പറഞ്ഞാട്ടാ ഡിഫ്രാക്ഷനിലെ സെക്കൻഡ് മാക്സിമത്തിലേക്കുള്ള ആംഗിൾ പറയും. സെക്കൻഡ് മാക്സിമത്തിലേക്കുള്ള ആംഗിൾ പറയും 2.5 lambda by a അല്ലെ? കണ്ടോ, അത്രേ ഉള്ളൂ. 2.5 lambda by a is the angle. ഇവിടെ പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് മക്കളെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ആംഗിളിനെ ഡിസ്റ്റൻസ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ക്യാപിറ്റൽ ഡി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി മക്കളെ? ഡിസ്റ്റൻസ് ഈക്വൽ ടു 2.5 lambda by a ഇൻറ്റു ക്യാപിറ്റൽ ഡി. പരിപാടി അത്രേ ഉള്ളൂ. 2.5 lambda by a ഇൻറ്റു ക്യാപിറ്റൽ ഡി. കേട്ടോ, എളുപ്പല്ലേ? ഡിഫ്രാക്ഷനിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ സെക്കൻഡ് മാക്സിമം എന്ന് പറയുമ്പോൾ 2.5 lambda by a ഇൻറ്റു ഡി. ആ ഡിസ്റ്റൻസ് എത്ര തന്നാണ് അവര്? ഡിസ്റ്റൻസ് അവർ 2 millimeter ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസിന് വരെ 2 millimeter. സോ 2 into 10 raised to minus 3 equals 2 into 10 raised to minus 3 equals 2.5 into lambda. മകളെ ലാംഡ നമുക്ക് തന്നിട്ടില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ലാംഡയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ലാംഡ ഡിവൈഡഡ് ബൈ 0.7 into 10 raised to minus 3 അല്ലെ? 0.7 millimeter, 0.7 into 10 raised to minus 3 into capital D. What is capital D? 1. ക്യാപിറ്റൽ ഡി 1 ആണ് മക്കളെ. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് നോക്കുക, ഈ 0.7 എടുക്കുക, 2.5 എടുത്തു കഴിഞ്ഞാൽ മക്കളെ ലാംഡ ഈക്വൽ ടു 2 into 10 raised to minus 3 into 0.7 into 10 raised to minus 3 divided by 2.5 divided by 2.5. ക്ലിയർ ആയോ? അപ്പൊ എന്ത് വരും മക്കളെ? 2 into 0.7. സോ ലാംഡ ഈക്വൽ ടു 2 into 0.7 1.4 into 10 raised to minus 6 divided by 2.5. 1.4 into 10 raised to minus 6 divided by 2.5. ഏതാണ് ഓപ്ഷൻ നോക്കണം? ലാംഡ ഈക്വൽ ടു, നോക്കൂ, എന്തായാലും നമുക്ക് ഒരു കാര്യം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഈ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 3/5 ഇടാം ഏകദേശം. കാരണം 1.5 ആണെങ്കിൽ 3, 2.5 ആണെങ്കിൽ 5. ഈ 1.4 വരെ നമുക്ക് ഏകദേശം 1.5 എന്നിടാം. സോ ഇറ്റ് ഈസ് 3/5. മക്കളെ 3/5 എന്ന് പറയുമ്പോൾ ഏകദേശം അത് 0.6 അടുത്ത് കണ്ടാ, 0.6 അടുത്തെന്ന് പറയാൻ പറ്റുള്ളൂ. ഏകദേശം പറഞ്ഞേ കേട്ടോ, ഏകദേശം 3/5 എന്നിടാം. അപ്പൊ അത് 0.6 അടുത്ത്. 0.6 എന്ന് പറയുമ്പോൾ 5000 സംതിങ്, 5000 സംതിങ് അവിടെ ഉണ്ടല്ലോ. എത്രയാണെന്നാണ്? 5600 ആംസ്ട്രോം. പരിപാടി കഴിഞ്ഞു. 5600 ആംസ്ട്രോം. ക്ലിയർ ആയോ? 5600 ആംസ്ട്രോം. ക്ലിയർ? അപ്പൊ രണ്ടാമത്തെ മാക്സിമത്തിലേക്കുള്ള ആംഗിൾ 2.5 ആണ്. ലാംഡ ബൈ എ 2.5 ലാംഡ ബൈ എ ഇൻറ്റു ഡി ചെയ്താൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. വളരെ സിമ്പിൾ ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാംഡ ഈക്വൽ ടു നമുക്ക് കിട്ടിയത് മക്കളെ 1.4. ലാംഡ ഈക്വൽ ടു നമുക്ക് കിട്ടിയത് 1.4 ഡിവൈഡ് ബൈ 2.5 into 10 raised to 6. ഒന്നുകൂടി എഴുതുന്നു മക്കളെ, 1.4 ഡിവൈഡ് ബൈ 2.5 into 10 raised to minus 6. മക്കളെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ ചെയ്ത് സമയം കളയരുത്. ഈ 1.4നെ 1.5 ആയിട്ട് എടുത്തിട്ട് 5 കൊണ്ട് അല്ലെങ്കിൽ 0.5 കൊണ്ട് നോക്കുക. അപ്പൊ 1.5 0.5 ആണെങ്കിൽ എന്ത് വരും മക്കളെ? 3 വരും അല്ലെ? 3 ഡിവൈഡ് ബൈ 2.5 അത് 5 പ്രാവശ്യം വരും. അത്രയുള്ള പരിപാടി. 3/5 into 10 raised to minus 6. 3/5 എന്ന് പറയുമ്പോൾ 0.6 ആ. 0.6ന് അടുത്താണ് പറയുന്നത് കേട്ടോ. 0.6ന് അടുത്തുള്ള ഒരു വാല്യൂ എഴുതുക, അത്ര പറയുള്ളൂ. കാരണം എക്സാക്ട്ലി 0.6 അല്ല. അപ്പൊ 6000 വരില്ല, 6000ത്തിന് അടുത്തുള്ള വാല്യൂ വരും 5600 ആംസ്ട്രോം. ഓക്കെ, ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പൊ അതൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 34 നോക്കൂ എല്ലാവരും. നോക്കൂ 34 എന്താ ക്വസ്റ്റ്യൻ നോക്കാം. 2 slits
അല്ലെ, 2 slits are separated by a distance of 0.5 millimeter. രണ്ട് സ്ലിറ്റുകൾ separated by a distance of 0.5 millimeter എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ d equal to 0.5 millimeter, അതായത് 0.5 into 10 raised to minus 3 അത് എഴുതി. ഇനി അത് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ ചെയ്യണ്ടേ? The distance and illuminated with the light of wavelength 6000 Armstrong. So illuminated with the light of wavelength 6000 Armstrong. അപ്പോ രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ d തന്നിട്ടുണ്ട്. അതുപോലെ ആ സ്ലിറ്റുകൾ ഇലുമിനേറ്റ് ചെയ്തിരിക്കുന്ന വേവ് ലെങ്ത് തന്നിട്ടുണ്ട് മക്കളെ, 6000 Armstrong നമുക്ക് തന്നിട്ടുണ്ട്. യെസ്, if the screen is placed at 2.5 meter from the slit, അതായത് സ്ക്രീൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് 2.5 മീറ്ററിലാണെന്ന് തന്നിട്ടുണ്ട്. 2.5 meter from the slits തന്നിട്ടുണ്ട്. The distance of the third bright fringe from the center will be. കേട്ടാ മക്കളെ, ഇനി അടുത്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ഭാഗം ഇന്റർഫറൻസിന്റെ YDSC എക്സ്പെരിമെന്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം. കേട്ടാ, YDSC എക്സ്പെരിമെന്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം നമുക്ക് നോക്കാം. മൂന്നാമത്തെ ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ പ്രോബ്ലത്തിൽ ചോദിച്ചാണ്. മൂന്നാമത്തെ ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് മക്കളെ ഈ പ്രോബ്ലത്തില് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? മൂന്നാമത്തെ ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം മക്കളെ, അതെ തൽക്കാലം ഇവിടെ കിടക്കട്ടെ. നോക്കൂ, ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ദൂരം, അഞ്ചാമത്തെ ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ദൂരം എന്ന് പറയുമ്പോൾ 5 lambda d by d. മക്കളെ ഈ lambda d by d മസ്റ്റ് അവിടെ ഉണ്ട്, lambda d by d അവിടെ ഉണ്ട്. അപ്പൊ ഇന്റർഫറൻസിന്റെ കാര്യം പറയണേ, lambda d by d അവിടെ ഉണ്ട്. അഞ്ചാമത്തെ ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് പറയുമ്പോൾ 5 lambda d by d. ആറാമത്തെ ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് സെന്ററിൽ നിന്ന് കേട്ടോ മക്കളെ, സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് ആറാമത്തെ ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 6 lambda d by d. ഏഴാമത്തെ ബ്രൈറ്റ് 7 lambda d by d. പത്താമത്തെ ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 10 lambda d by d. ക്ലിയർ ആയോ? അപ്പോ 20ാമത്തെ ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ മക്കളെ? 20 lambda d by d. അപ്പൊ നിങ്ങൾക്ക് എന്തും പറയാം, അഞ്ചാമത്തെ ബ്രൈറ്റ് 5 lambda d by d. ഇപ്പൊ ഈ പ്രോബ്ലത്തിൽ വെച്ചുള്ള മൂന്നാമത്തെ ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ 3 lambda d by d. അപ്പൊ 3 lambda d by d, 4 lambda d by d, 5 lambda d by d, 2 lambda d by d. ഫസ്റ്റ് സെക്കൻഡ് ബ്രൈറ്റ്, സെക്കൻഡ് മാക്സിമം, സെക്കൻഡ് ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള 2 lambda d by d ഫ്രം ദ സെന്റർ. അപ്പൊ സെന്ററിൽ നിന്ന് nth ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് n lambda d by d. Is that clear? n lambda d by d. കേട്ടോ മക്കളെ? ഇനി ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാലോ? ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാലോ? ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്, നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് നമ്മൾ ഡാർക്കിലേക്കും എന്ത് ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത് മക്കളെ? ഒന്ന് പറഞ്ഞേ. ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മളിപ്പോ ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു. അഞ്ചാമത്തെ ബ്രൈറ്റ് എത്രയാ? 5 lambda d by d. കേട്ടാ, ആറാമത്തെ ബ്രൈറ്റിലേക്ക് എത്രയാ? 6 lambda d by d. ഇനി അഞ്ചാമത്തെ ഡാർക്കിലേക്ക് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5ൽ നിന്ന് 0.5 കുറയ്ക്കുക. 5ൽ നിന്ന് 0.5 കുറയ്ക്കുക. കേട്ടാ, നമ്മൾ നേരത്തെ ഡിഫ്രാക്ഷനിൽ 0.5 കൂട്ടി, അത് ബ്രൈറ്റ് ബാൻഡ് കണ്ടുപിടിക്കാൻ, അത് മാക്സിമം കണ്ടുപിടിക്കാൻ നേരെ ഉൾട്ടാ, നേരെ റിവേഴ്സ് ചെയ്യുക. കേട്ടാ, ഇവിടെ 0.5 കുറയ്ക്കുക. അപ്പൊ അഞ്ചാമത്തെ ഡാർക്ക് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് 4.5 lambda d by d. ആറാമത്തെ ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് 5.5 lambda d by d. പത്താമത്തെ ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് 9.5 lambda d by d. പത്താമത്തെ ബ്രൈറ്റ് 10 lambda d by d. പത്താമത്തെ ഡാർക്ക് 9.5. 20ാമത്തെ ഡാർക്ക് 19.5 lambda d by d. lambda d by d എല്ലാത്തിലും മസ്റ്റാ. കേട്ടാ, അപ്പൊ ഇവിടെ ഡാർക്ക് ചോദിക്കുമ്പോൾ 0.5 കുറയ്ക്കുക, ബ്രൈറ്റ് ചോദിക്കുമ്പോൾ അതേ നമ്പർ, ബ്രൈറ്റ് ചോദിക്കുമ്പോൾ അതേ നമ്പർ, ഡാർക്ക് ചോദിക്കുമ്പോൾ 0.5 കുറയ്ക്കുക. 0.5 കുറയ്ക്കുക ഏതിലെ? ഇന്റർഫറൻസിൽ. അതാണ് ഡിഫ്രാക്ഷൻ മക്കളെ. ഡിഫ്രാക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടാ, നേരെ തെറ്റി. ഡിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ മിനിമം ചോദിക്കുമ്പോൾ അതേ നമ്പർ. തേർഡ് മിനിമം 3 lambda by a, തേർഡ് മിനിമം 3 lambda by a, തേർഡ് മാക്സിമം, അവിടെ മാക്സിമം ചോദിക്കുമ്പോൾ 0.5 ആഡ് ചെയ്യുക, 3.5. കേട്ടാ, അവിടെ മാക്സിമം ചോദിക്കുമ്പോൾ 0.5 ആഡ് ചെയ്യുക, ഇവിടെ മിനിമം ചോദിക്കുമ്പോൾ 0.5, ഡാർക്ക് ബാൻഡ് ചോദിക്കുമ്പോൾ 0.5 കുറയ്ക്കുക. ക്ലിയർ ആയില്ലേ? ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഓടി കളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സാധനം വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ എന്താ പറഞ്ഞേ? ഡിഫ്രാക്ഷൻ പറയാം. ആദ്യം ഡിഫ്രാക്ഷനിൽ മിനിമം ചോദിക്കുകയാണെങ്കിൽ അതേ നമ്പർ. അഞ്ചാമത്തെ മിനിമം 5 lambda by a, അഞ്ചാമത്തെ മാക്സിമം 5.5 lambda by a. ഇവിടെ ഇന്റർഫറൻസിൽ അഞ്ചാമത്തെ മാക്സിമം 5 lambda d by d, അഞ്ചാമത്തെ മിനിമം 4.5 lambda d by d. Is that clear? Yes. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്താ ക്വസ്റ്റ്യൻ മക്കളെ? ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ.
the distance of the third bright fringe from the center. മക്കളെ മൂന്നാമത്തെ ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. മൂന്നാമത്തെ ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞോളൂ. മൂന്നാമത്തെ ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് YDSC. അപ്പൊ YDSC മൂന്നാമത്തെ ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എത്രയാ? 3 lambda. So distance is equal to മക്കളെ 3 lambda d by d. 3 lambda d by d. ഒന്ന് കണ്ടുപിടിക്കുക. ലാംഡയും ഡിയും ക്യാപിറ്റൽ ഡി ഒക്കെ തന്നിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് തരൂ. 3 lambda d by d. കിട്ടിയോ? 9 millimeter എന്ന് കിട്ടിയിട്ടുണ്ട് മക്കളെ. കിട്ടാത്തവരുണ്ടെങ്കിൽ നോക്കാട്ടോ. 3 lambda d by d 3 into lambda തന്നിട്ടുണ്ട്. lambda 6000 into 10⁻⁻10. ക്യാപിറ്റൽ ഡി എത്രയാണ്? 2.5 by സ്മോൾ ഡി എത്രയാണ്? 0.5 into 10⁻³ യെസ് 5 കൊടുക്കാം. 0.5 2.5 5 5 into 6 30 into 3 9. So it is 9 millimeter. So 9 millimeter is the answer. Clear ആയില്ലേ? ഡൗട്ട് ഉണ്ടോ? അപ്പോ നോക്കിയോ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. അഞ്ചാമത്തെ ബ്രൈറ്റ് YDSC ഡിസ്റ്റൻസ് എത്രയാ? അഞ്ചാമത്തെ ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ബ്രൈറ്റ് ആണ്. ബ്രൈറ്റ് YDSC ഇന്റർഫറൻസിൽ ഡിഫ്രാക്ഷൻ അല്ല. 5 lambda d by d. അഞ്ചാമത്തെ ഡാർക്ക് ഇന്റർഫറൻസ്. അഞ്ചാമത്തെ ഡാർക്ക് 4.5 lambda d by d. അഞ്ചാമത്തെ മാക്സിമ ഇൻ ഡിഫ്രാക്ഷൻ. അഞ്ചാമത്തെ മാക്സിമ കേട്ടോ മക്കളെ, തെറ്റിക്കരുത്. അഞ്ചാമത്തെ മാക്സിമ ഇൻ ഡിഫ്രാക്ഷൻ 5.5. അഞ്ചാമത്തെ മിനിമ ഇൻ ഡിഫ്രാക്ഷൻ. യെസ്, അതാണ് കാര്യം. ക്ലിയർ ആയില്ലേ? അപ്പോ അത്രയും കാര്യങ്ങൾ നോക്കി വെക്കാം. പിന്നെ ഫ്രിഞ്ച് വിടുത്ത് ഇന്റർഫറൻസിൽ ലാംഡ ഡി ബൈ ഡി ഫ്രിഞ്ച് വിടുത്തുള്ള കാര്യം നോക്കി വെക്കാം. ബാക്കി നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കി ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 33. ക്വസ്റ്റ്യൻ നമ്പർ 33. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 33? The two coherent sources with intensity ratio beta. അപ്പൊ രണ്ട് കൊഹറന്റ് സോഴ്സുകൾ ഉണ്ട് മക്കളെ. ആ രണ്ട് കൊഹറന്റ് സോഴ്സുകളുടെ ഇന്റൻസിറ്റി റേഷ്യോ ബീറ്റ. ഇന്റൻസിറ്റി റേഷ്യോ ബീറ്റ തന്നുണ്ട്. The fringe visibility will be എന്താ ഫ്രിഞ്ച് വിസിബിലിറ്റിയുടെ ഇക്വേഷൻ? The fringe visibility will be മക്കളെ ഫ്രിഞ്ച് വിസിബിലിറ്റിയുടെ ഇക്വേഷൻ പറയൂ. ആർക്കെങ്കിലും അറിയോ ഫ്രിഞ്ച് വിസിബിലിറ്റിയുടെ ഇക്വേഷൻ? ആർക്കെങ്കിലും ഫ്രിഞ്ച് വിസിബിലിറ്റിയുടെ ജനറൽ ഇക്വേഷൻ? ഇല്ല. ഇങ്ങോട്ട് നോക്കാം മക്കളെ. ഫ്രിഞ്ച് വിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കേട്ടാ. ഫ്രിഞ്ച് വിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇന്റൻസിറ്റി മൈനസ് മിനിമം ഇന്റൻസിറ്റി ബൈ മാക്സിമം ഇന്റൻസിറ്റി പ്ലസ് മിനിമം ഇന്റൻസിറ്റി. ദാറ്റ് ഈസ് ദ ഫ്രിഞ്ച് വിസിബിലിറ്റി. അപ്പൊ ഫ്രിഞ്ച് വിസിബിലിറ്റിയുടെ ഇക്വേഷൻ Imax മൈനസ് I മിനിമം ബൈ Imax പ്ലസ് I മിനിമം. ഇതാണ് മക്കളെ ഫ്രിഞ്ച് വിസിബിലിറ്റിയുടെ ഇക്വേഷൻ. ക്ലിയർ ആയില്ലേ? ഫ്രിഞ്ച് വിസിബിലിറ്റി. ഇനി നോക്കാം. ഈ മാക്സിമം ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചേക്കെ, മാക്സിമം ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് വേവുകളും കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന് വിധേയമായിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് A1 ആണ്, സെക്കൻഡ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് A2 ആണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് A1 ഉം സെക്കൻഡ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് A2 ഉം ആണെങ്കിൽ Imax എന്ന് പറയുന്നത് മക്കളെ എല്ലാവർക്കും അറിയാം A1 പ്ലസ് A2 ദ ഹോൾ സ്ക്വയർ. എന്താ ചെയ്തേ? മാക്സിമം വരണമെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് അല്ലെ, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കണം. അപ്പൊ മാക്സിമം വരണമെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുമ്പോൾ അവരുടെ ആംപ്ലിറ്റ്യൂഡ് തമ്മിൽ ആഡ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ A1 പ്ലസ് A2 ആണ് വരിക. അതിന്റെ സ്ക്വയർ ചെയ്താൽ നമുക്ക് ഇന്റൻസിറ്റി കിട്ടും. യൂസ് യുവർ കോമൺ സെൻസ്. അതിന്റെ
സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുക മക്കളെ? ഇന്റൻസിറ്റി കിട്ടുക. സോ A1 plus A2 the whole square ഇന്റൻസിറ്റി മൈനസ്. ഇനി മിനിമം ഉണ്ടാവണമെങ്കിൽ ഏത് ഇന്റർഫറൻസ് ആണ് മക്കളെ? മിനിമം ഉണ്ടാവണമെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്. മിനിമം ഇന്റൻസിറ്റി ഉണ്ടാവണമെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്. ഡിസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത് അല്ലെ? ആംപ്ലിറ്റ്യൂഡുകൾ തമ്മിൽ എന്ത് ചെയ്യണം മക്കളെ? മൈനസ് ചെയ്യണം. അപ്പൊ ആംപ്ലിറ്റ്യൂഡുകൾ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ A1 minus A2 ആണ് ആംപ്ലിറ്റ്യൂഡ്. അതിന്റെ സ്ക്വയർ ചെയ്താലും നമുക്ക് എന്ത് കിട്ടുള്ളൂ മക്കളെ? ഇന്റൻസിറ്റി കിട്ടുള്ളൂ. സോ A1 plus A2 whole square. ഇവിടെ എന്തുകൊണ്ടാണ് സ്ക്വയർ വന്നാണെന്ന് മനസ്സിലാക്കാം. ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ചെയ്താലും നമുക്ക് ഇന്റൻസിറ്റി ടേമിലേക്ക് പോകാൻ പറ്റുള്ളൂ. ബൈ A1 plus A2 the whole square plus A1 minus A2 the whole square. ഇതാണ് നമുക്ക് കിട്ടുക. ക്ലിയർ അല്ലേ? ഇതാണ് ഫ്രിഞ്ച് വിസിബിലിറ്റിയുടെ ഇക്വേഷൻ. ഇനി മക്കളെ A1 plus A2 whole square നിങ്ങളൊന്ന് പറഞ്ഞേ. A1 plus A2 whole square പറ. A1 square plus A2 square plus 2A1 A2 clear? 2A1 A2 minus A1 square plus A2 square minus 2A1 A2 by A1 plus A2 square. അതായത് A1 square plus A2 square plus 2A1 A2 plus A1 square plus A2 square plus plus അല്ല minus 2A1 A2. ക്ലിയർ ആണല്ലോ മക്കളെ? യെസ്. അപ്പോ പ്ലസ് 2A1 A2 മൈനസ് 2A1 A2 നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മക്കളെ? ശ്രദ്ധിച്ചേക്കാം. ഇവിടെ A1 square A2 square minus A1 square minus A2 square പോയി. ബാക്കി 4A1 A2 by 2A1 square കോമൺ ആയി പുറത്തേക്ക് എടുക്കാം. 2A1 square plus A2 square കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമ്മൾ വെട്ടി കളഞ്ഞ എന്ത് വരും മക്കളെ? 2A1 A2 by A1 square plus A2 square. A1 square plus A2 square. This is a fringe visibility. അപ്പോൾ Imax minus I minimum by Imax plus I minimum ഇക്വേഷൻ ആണ് കേട്ടോ. അടുത്ത ഇക്വേഷൻ എന്താ? 2 into A1 A2 by A1 square plus A2 square. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 2 into ആംപ്ലിറ്റ്യൂഡുകൾ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ബൈ A1 square plus A2 square എന്നാണ് നമ്മുടെ ഫ്രിഞ്ച് വിസിബിലിറ്റിയുടെ ഇക്വേഷൻ. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? ഞാൻ മാറ്റട്ടെ. Is that clear? Yes. അപ്പോൾ ഫ്രിഞ്ച് വിസിബിലിറ്റി ഇക്വേഷൻ 2A1 A2 by A1 square plus A2 square എന്ന് കിട്ടും. യെസ്. ഇനി അപ്പോൾ നമ്മൾ അവിടെ എഴുതി വെക്കുമ്പോൾ ഫ്രിഞ്ച് വിസിബിലിറ്റി is equal to 2A1 A2 by A1 square plus A2 square. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താന്ന് നോക്കണം. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ബീറ്റ തന്നിട്ടുണ്ട് അല്ലെ? ബീറ്റ. ഈ ബീറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രിഞ്ച് വിഡ്ത്ത് അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രിഞ്ച് വിഡ്ത്ത് അല്ല ബീറ്റ. എന്താ പറയണേ? 2 coherent sources with intensity ratio ആണ് ബീറ്റ. അപ്പൊ മക്കളെ ഇന്റൻസിറ്റി റേഷ്യോ I1 by I2 ആണ് ബീറ്റ എന്ന് പറയുന്നത്. I1 by I2 ആണ് ബീറ്റ എന്ന് പറയുന്നത്. മക്കളെ ബീറ്റ എന്ന് പറഞ്ഞാൽ ഫ്രിഞ്ച് വിഡ്ത്താന്ന് വിചാരിക്കരുത്. അതല്ല, അത് കേസും അതല്ല ഇവിടെ പറഞ്ഞാണ്. ഇവിടെ ബീറ്റ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. I1 by I2 റേഷ്യോ ആണ് നമ്മൾ ബീറ്റ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. I1 എന്ന് പറയുമ്പോൾ ഇന്റൻസിറ്റി 1 by ഇന്റൻസിറ്റി 2 ഈക്വൽ ടു ബീറ്റ. ഈ ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പൊ A1 square by A2 square, I1 by A2 ന് പകരം A1 square by A2 square ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം മക്കളെ? ബീറ്റ എന്ന് എഴുതാം. സോ A1 by A2 എന്ന് പറയുമ്പോൾ റൂട്ട് ബീറ്റ. A1 by A2 എന്ന് പറയുമ്പോൾ മക്കൾ എന്ത് എഴുതാം? നമുക്ക് റൂട്ട് ബീറ്റ എന്ന് എഴുതാം. ക്ലിയർ ആയോ? A1 by A2 is equal to റൂട്ട് ബീറ്റ. കുഴപ്പമില്ലല്ലോ. അപ്പൊ I1 by A2 ആണ് ബീറ്റ. I1 എന്ന് പറയുമ്പോൾ A1 square ആണ്, I2 എന്ന് പറയുമ്പോൾ A2 square ആണ്, ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ. സോ A1 by A2 ഈക്വൽ ടു റൂട്ട് ബീറ്റ. ഇനി A1 by A2 ഫോർമാറ്റിലേക്ക് ഇതിനെ എത്തിക്കുക. അത്ര ചെയ്യണ്ടോ? A1 by A2 ഫോർമാറ്റിലേക്ക് നമ്മൾ ഈ സംഭവത്തിനെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ശുഭമാണ്. അപ്പൊ നോക്കാം. ഈക്വൽ ടു ശ്രദ്ധിച്ചേക്കട്ടാ. ഈക്വൽ ടു 2A1 A2 by മക്കളെ എന്റെ ലക്ഷ്യം എന്താ? A1 by A2 ഫോമിലേക്ക് ഇവരെ എത്തിക്കണം. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ A2 സ്ക്വയറിനെ ഞാൻ കോമൺ ആയി പുറത്തേക്ക് എടുക്കും. അടിയിൽ നിന്ന് ഡിനോമിനേറ്ററിൽ നിന്ന് ഞാൻ A2 സ്ക്വയർ കോമൺ ആയി ഞാൻ പുറത്തേക്ക് എടുത്താൽ A2 സ്ക്വയർ കോമൺ ആയി പുറത്തേക്ക് എടുത്താൽ എന്ത് വരും മക്കളെ? A1 സ്ക്വയർ by A2 സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ക്ലിയർ ആയില്ലേ? A2 സ്ക്വയർ നമ്മൾ കോമൺ ആയി പുറത്തേക്ക് എടുത്താൽ A1 സ്ക്വയർ by A2 സ്ക്വയർ പ്ലസ് 1 വരും. Is that clear? ക്ലിയർ അല്ലേ? യെസ്. ഇനി എന്ത് ചെയ്യണം? ഈ A2 സ്ക്വയർ മുകളിലത്തെ ഒരു 8 വെട്ടിപ്പോകും മക്കളെ. അപ്പൊ മുകളിലൊരു 8 ഇവിടുത്തെ ഒരു 8 വെട്ടിപ്പോയി. ബാക്കി എന്താ ഉണ്ടാവുക? It is 2 divided by A1 by A2 അല്ലെ? 2 divided by A1 by A2 by 2 divided by A1 by A2 by A1 by A2 the whole square plus 1. A1 by A2 A1 square by A2 square എന്ന് പറയാം. A1 by A2 whole square plus 1 എന്ന് കൊടുക്കാം. That is equal to 2 into മക്കളെ നോക്കൂ. A1 by A2 എന്ന് പറയുമ്പോൾ എന്താ? A1 by A2 എന്ന് പറയുമ്പോൾ റൂട്ട് ബീറ്റയാണ്. സോ 2 റൂട്ട് ബീറ്റ ബൈ
2 root beta by a1 by a2 whole square. a1 by a2 whole square നമ്മൾ beta ആണ്, വെറും beta. So it is 2 root beta by beta plus 1. 2 root beta by beta plus 1 എന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് ഫ്രിഞ്ച് വിസിബിലിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ ഫ്രിഞ്ച് വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ മാക്സിമം ഇന്റൻസിറ്റി മൈനസ് മിനിമം ഇന്റൻസിറ്റി ബൈ മാക്സിമം ഇന്റൻസിറ്റി പ്ലസ് മിനിമം ഇന്റൻസിറ്റി എന്നാണ് ഇക്വേഷൻ. കേട്ടോ? അതിൽ തന്നെ മറ്റൊരു ഇക്വേഷൻ വരുന്നത് 2 into a1 a2 by a1 square plus a2 square എന്ന് പറഞ്ഞ ഇക്വേഷനും വരുന്നുണ്ട്. അതിൽ നമുക്ക് തന്നിരിക്കുന്നത് ബീറ്റ എന്ന് പറയുന്നത് ഇന്റൻസിറ്റികളുടെ റേഷ്യോ ആണ് തന്നേക്കണേ. i1 by i2 ആണ് ബീറ്റ തന്നേക്കണേ. അപ്പൊ മക്കളെ i1 by i2 എന്ന് പറയുമ്പോൾ a1 square by a2 square. ഇന്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ i1 by i2 ന് പകരം a1 by a2 whole square equal to ബീറ്റ. സോ a1 by a2 equal to എന്ത് വരും മക്കളെ? റൂട്ട് ബീറ്റ. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഇവിടെ a1 by a2 ഫോർമാറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യണേ? a2 സ്ക്വയറിനെ പുറത്തേക്ക് എടുത്തു. കേട്ടോ? അപ്പൊ a2 സ്ക്വയർ പുറത്തു വന്നു, ബാക്കി വെട്ടിപ്പോയി, ബാക്കി നമുക്ക് ഈ ഫോർമാറ്റിൽ ചെയ്ത് കിട്ടിയപ്പോൾ എന്ത് കിട്ടി? റൂട്ട് ബീറ്റ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 1. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കി വെക്കണം. ഇതാണ് ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ക്വസ്റ്റ്യൻ. യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ പറയണേ? 32. ക്വസ്റ്റ്യൻ നമ്പർ 32. ക്ലിയർ ആയില്ലേ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 32 നോക്കാം. The intensity ratio of maxima and minima in an interference pattern produced by a coherent sources of light is 9:1. So the intensity ratio of maxima and minima, that is I max by I minimum, is equal to 9:1. That is 9 by 1. നോക്കുള്ളൂ മക്കളെ, ശ്രദ്ധിച്ചോളൂ. Intensity ratio 9:1. Then the intensities of the used light sources are. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്ത ലൈറ്റ് സോഴ്സുകളുടെ ഇന്റൻസിറ്റി എന്താണെന്നാണ് ചോദ്യം. കേട്ടോ? അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. മാക്സിമം ഇന്റൻസിറ്റി മിനിമം ഇന്റൻസിറ്റി റേഷ്യോ എത്രയാണെന്നാണ്? 9:1 എന്നുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലൈറ്റിന്റെ 2 ലൈറ്റുകൾ യൂസ് ചെയ്യണമല്ലോ ഇന്റർഫറൻസ് ഉണ്ടാവാൻ. ആ 2 ലൈറ്റുകളുടെ ഇന്റൻസിറ്റികളുടെ റേഷ്യോ എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നു. ഒറ്റ കാര്യമുള്ളൂ മക്കളെ, ഈ മാക്സിമ ആൻഡ് മിനിമം ഇന്റൻസിറ്റി എപ്പോഴാണ് മാക്സിമം ഉണ്ടാവണേ? 2 വേവുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ a1 plus a2 whole square. ഇന്റൻസിറ്റി ആയതുകൊണ്ടാണ് ആംപ്ലിറ്റ്യൂഡിന്റെ മുകളിൽ സ്ക്വയർ. a1 plus a2 വരുന്നത് അത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുമ്പോഴാണ് a1 plus a2, ആൻഡ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുമ്പോഴാണ് മാക്സിമം ഇന്റൻസിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ മാക്സിമം ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ a1 plus a2 whole square ബൈ മിനിമം ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? a1 minus a2 the whole square. ക്ലിയർ ആയില്ലേ? അപ്പൊ മാക്സിമ ബൈ മിനിമം ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതുന്നത് എന്താ? a1 plus a2 whole square ബൈ a1 minus a2 whole square. അത് എത്ര കിട്ടി മക്കളെ? 9:1 എന്ന് കിട്ടി. റൂട്ട് എടുക്കുമ്പോൾ a1 plus a2 by a1 minus a2 equal to 3 by 1. റൂട്ട് എടുത്തു. a1 plus a2 by a1 minus a2 equal to 3 by 1. മക്കളെ ഇവിടുത്തെ റൂട്ട് എടുത്തു, സ്ക്വയർ റൂട്ട് എടുത്തു. വേറെ ഒന്നും ചെയ്തിട്ടില്ല, ബാക്കി ഇതിങ്ങനെ ചെയ്യാം. അപ്പൊ എന്ത് വരും മക്കളെ? a1 plus a2 equals 3a1 minus 3a2 അല്ലെ? 3a1 minus 3a2. ഇതില് ഈ 3a2 അങ്ങോട്ട് എടുക്കുക, അതേപോലെ a1 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മൈനസ് 3a2 കൂടി വരുമ്പോൾ പ്ലസ് ആയി മാറും. ഓക്കെ മക്കളെ? അപ്പോ a2 plus 3a2, that is 4a2 equals അല്ലെ? 4a2 equals 2a1. 4a2 equals 2a1 എന്ന് കിട്ടും. 4a2 equals 2a1. ക്ലിയർ ആയില്ലേ? 4a2 equals 2a1. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെട്ടിക്കളഞ്ഞാൽ എന്ത് വരാം? 2a2 equals a1. 2a2 equals a1. ക്ലിയർ? 2a2 equals a1. Then a1 by a2 equals 2 by 1. a1 by a2 equals 2 by 1. So a1 by a2 ആംപ്ലിറ്റ്യൂഡുകളുടെ റേഷ്യോ കിട്ടി. നമുക്ക് എന്ത് കിട്ടി മക്കളെ? 2 by 1 എന്ന് കിട്ടി. നമ്മുടെ ആംപ്ലിറ്റ്യൂഡുകളുടെ റേഷ്യോ അല്ല ചോദിച്ചാൽ, ഇന്റൻസിറ്റി റേഷ്യോ ചോദിച്ചാൽ. അപ്പൊ ഇന്റൻസിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ എന്ത് വരും മക്കളെ? I1 by I2 equals, നോക്കൂട്ടാ ഇവിടെ എഴുതുന്നുണ്ട്, I1 by I2 equals മക്കളെ a1 by a2 equal to 2 by 1 കിട്ടി കഴിഞ്ഞാൽ ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ സ്ക്വയർ ചെയ്യണം. എത്ര വരും മക്കളെ? 4 by 1. സോ ദ റേഷ്യോ ഓഫ് ഇന്റൻസിറ്റീസ് 4:1. റേഷ്യോ ഓഫ് ഇന്റൻസിറ്റീസ് 4:1 എന്നാണ്. ക്ലിയർ ആയല്ലേ? അപ്പൊ ആൻസർ എന്ത് വരിക? 4:1 എന്നാണ് ആൻസർ വരിക. യെസ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഞാൻ എല്ലാ ഇക്വേഷൻസും ഒന്ന് പറഞ്ഞുതരാം മക്കളെ. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഇക്വേഷൻസ് പറയുമ്പോൾ 2 ലൈറ്റുകൾ ഉണ്ട്. a1 a2 ആംപ്ലിറ്റ്യൂഡുള്ള 2 ലൈറ്റുകൾ ഇന്റർഫിയർ ചെയ്യുന്നു. ഇന്റർഫിയർ ചെയ്യുമ്പോൾ മാക്സിമം ഇന്റൻസിറ്റി ബൈ മിനിമം ഇന്റൻസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ
മാക്സിമം ഇന്റൻസിറ്റി ബൈ മിനിമം ഇന്റൻസിറ്റി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം A1 പ്ലസ് A2 ഹോൾ സ്ക്വയർ A1 മൈനസ് A2 ഹോൾ സ്ക്വയർ. അപ്പൊ രണ്ട് ലൈറ്റുകളുടെയും ആംപ്ലിറ്റ്യൂഡുകളുടെ റേഷ്യോ തന്നു കഴിഞ്ഞാൽ രണ്ട് ലൈറ്റുകളുടെയും ആംപ്ലിറ്റ്യൂഡുകളുടെ റേഷ്യോ തന്നു കഴിഞ്ഞാൽ A1:A2 തന്നു. A1:A2 എന്നിട്ട് മാക്സിമം ഇന്റൻസിറ്റി ബൈ മിനിമം ഇന്റൻസിറ്റി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം A1 പ്ലസ് A2 ഹോൾ സ്ക്വയർ ബൈ A1 മൈനസ് A2 ഹോൾ സ്ക്വയർ. ക്ലിയർ ആയോ? അപ്പൊ അത് ഇനി രണ്ട് ലൈറ്റുകളുടെയും ഇന്റൻസിറ്റിയുടെ റേഷ്യോ തന്നു. അങ്ങനെയും ചോദിക്കട്ടെ, രണ്ട് സെപ്പറേറ്റഡ് ലൈറ്റുകളുടെ ഇന്റൻസിറ്റി റേഷ്യോ തന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ലൈറ്റുകളുടെ ഇന്റൻസിറ്റി റേഷ്യോ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ അതിനെ എന്ത് ചെയ്യുക? ആംപ്ലിറ്റ്യൂഡിലേക്ക് മാറ്റണം. ആംപ്ലിറ്റ്യൂഡിന്റെ റേഷ്യോയ്ക്ക് മാറ്റുക. എങ്ങനെയാ ഇന്റൻസിറ്റി റേഷ്യോ തന്നു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡിന്റെ റേഷ്യോയ്ക്ക് മാറ്റുക? അതിനെ റൂട്ട് എടുക്കുക. അപ്പോ രണ്ട് ലൈറ്റുകളുടെ ഇന്റൻസിറ്റി റേഷ്യോ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എങ്കിൽ കേട്ടോ, രണ്ട് ലൈറ്റുകളുടെ ഇന്റൻസിറ്റി റേഷ്യോ ആണ് നിങ്ങൾക്ക് തന്നിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ രണ്ട് ഇന്റൻസിറ്റികളെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും മക്കളെ A1:A2 എന്നുള്ള ഫോർമാറ്റിൽ കിട്ടും. സോ വാട്ട് ഈസ് A1:A2? റൂട്ട് I1 ഈസ് ടു റൂട്ട് I2. എന്നിട്ട് ഇവിടേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ? Imax ബൈ I മിനിമം. ശ്രദ്ധിക്കണേ, Imax ബൈ I മിനിമം എന്ന് പറയുമ്പോൾ റൂട്ട് I1 പ്ലസ് റൂട്ട് I2 ദ ഹോൾ സ്ക്വയർ ബൈ റൂട്ട് I1 മൈനസ് റൂട്ട് I2 ദ ഹോൾ സ്ക്വയർ കേട്ടോ. അപ്പൊ ഇന്റൻസിറ്റി റേഷ്യോ തന്നിട്ട് മാക്സിമം മിനിമം ഇന്റൻസിറ്റി വെച്ച് കഴിഞ്ഞാൽ വെറുതെ ആഡ് ചെയ്ത് വെച്ച് തെറ്റിക്കൊന്നും ചെയ്തിട്ടാ, വെറുതെ ആഡ് ചെയ്യാൻ മൈനസ് ചെയ്തൊന്നല്ല, റൂട്ട് എടുക്കുക. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആംപ്ലിറ്റ്യൂഡുകൾ കിട്ടും. എന്നിട്ട് അവരെ പ്ലസ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, മൈനസ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. ഇസ് ക്ലിയർ? അപ്പോൾ ഇന്റൻസിറ്റി റേഷ്യോ തന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണം. ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ തന്നെങ്കിൽ വെറുതെ പ്ലസ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, മൈനസ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. ഇന്റൻസിറ്റി റേഷ്യോ തന്നെങ്കിൽ രണ്ട് വേവുകളുടെ ഇന്റൻസിറ്റി റേഷ്യോ തന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റൂട്ട് എടുത്തിട്ട് പ്ലസ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, മൈനസ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. ഇനി ചിലപ്പോൾ അവര് ഇങ്ങനെ പറയും, രണ്ട് യങ്സ് ഡബിൾ സ്ലിറ്റ് രണ്ട് സ്ലിറ്റുകളുടെ വിഡ്ത്തുകളുടെ റേഷ്യോ തരും. രണ്ട് സ്ലിറ്റുകളുടെ വിഡ്ത്തുകളുടെ റേഷ്യോ തരും. W1 is to W2 be the ratio of width of two slits. എന്നിട്ട് മാക്സിമം ആൻഡ് മിനിമം ഇന്റൻസിറ്റി ചോദിച്ചാൽ നമ്മൾ അപ്പം ചെയ്യണം മക്കളെ, വിഡ്ത്തുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് ഇന്റൻസിറ്റി റേഷ്യോക്ക് തുല്യമാണ്. വിഡ്ത്തുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് ഇന്റൻസിറ്റി റേഷ്യോയുടെ തുല്യമാണ്. സോ W1 by W2 എന്ന് പറയുന്നത് തന്നെ I1 by I2 ആണ് കേട്ടോ. I1 by I2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ റൂട്ട് എടുത്താൽ മതി. അപ്പൊ റൂട്ട് W1 by റൂട്ട് W2 ചെയ്താൽ നമുക്ക് കിട്ടും A1 by A2 കിട്ടും കേട്ടോ. അപ്പൊ വിഡ്ത്തുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് മക്കളെ? ഇന്റൻസിറ്റി റേഷ്യോ ആണ്. അപ്പൊ റൂട്ട് ഓഫ് ഇന്റൻസിറ്റി ആണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ റൂട്ട് ഓഫ് വിഡ്ത്ത് ആണ് മക്കളെ എന്ത്? ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ റൂട്ട് W1 by റൂട്ട് W2 എന്ന് പറയുമ്പോൾ A1 by A2 വരും. Imax by I മിനിമം എന്ന് പറയുമ്പോൾ എന്ത് വരും മക്കളെ? Imax by I മിനിമം എന്ന് പറയുമ്പോൾ റൂട്ട് W1 പ്ലസ് റൂട്ട് W2 ദ ഹോൾ സ്ക്വയർ ബൈ റൂട്ട് W1 മൈനസ് റൂട്ട് W2 ദ ഹോൾ സ്ക്വയർ. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ മൂന്ന് മെത്തേഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചോദ്യം ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്, നിങ്ങൾ ചെയ്തിരിക്കണം. ക്ലിയർ ആയോ മക്കളെ? കുഴപ്പമില്ലല്ലോ? യെസ്. അപ്പോ A1 പ്ലസ് A2 ഹോൾ സ്ക്വയർ ബൈ A1 മൈനസ് A2 ഹോൾ സ്ക്വയർ, റൂട്ട് I1 പ്ലസ് റൂട്ട് I2 ഹോൾ സ്ക്വയർ ബൈ റൂട്ട് I1 മൈനസ് റൂട്ട് I2 ഹോൾ സ്ക്വയർ, റൂട്ട് W1 പ്ലസ് റൂട്ട് W2 ഹോൾ സ്ക്വയർ ബൈ റൂട്ട് W1 മൈനസ് റൂട്ട് W2 ഹോൾ സ്ക്വയർ. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ കേട്ടോ, ഇൻ എ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ, ക്വസ്റ്റ്യൻ നമ്പർ 31. ഇൻ എ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ, single slit width D with the incident light of wavelength 5500 Armstrong. 5500 Armstrong. The first minima is observed at an angle of 30. Okay, മക്കളെ, ഫസ്റ്റ് മിനിമ occurred at an angle of 30 degree. Theta equal to 30 degree. നല്ലൊരു ഹിന്റ് ആണ്. ഫസ്റ്റ് മിനിമ 30 ഡിഗ്രിയിൽ തന്നിരിക്കുന്നു. The first secondary maxima is observed. വളരെ സിമ്പിൾ ആണ് മക്കളെ, ശ്രദ്ധിക്കണം. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമ is observed at an angle of theta. എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ ഫസ്റ്റ് മിനിമം എത്ര ആംഗിളിലാ ഒക്കർ ചെയ്യണമെന്ന് പറഞ്ഞേ? 30 ഡിഗ്രിയിൽ ഒക്കർ ചെയ്യണേ അല്ലെ മക്കളെ? ഫസ്റ്റ് മിനിമയുടെ ആംഗിൾ പറഞ്ഞേ. ഫസ്റ്റ് മിനിമയുടെ ആംഗിൾ പറയൂ. ഫസ്റ്റ് മിനിമയുടെ ആംഗിൾ പറയൂ. ഫസ്റ്റ് മിനിമയുടെ ആംഗിൾ എത്രയാണ്? ഡിഫ്രാക്ഷൻ. ഫസ്റ്റ് മിനിമയുടെ ആംഗിൾ ലാംഡ ബൈ എ. സോ നമ്മൾ ഫസ്റ്റ് മിനിമയുടെ ആംഗിൾ എടുക്കുന്നു മക്കളെ. സൈൻ തീറ്റ ഈക്വൽ ടു ലാംഡ ബൈ എ. ഞാൻ നിങ്ങളോട് പറഞ്ഞു തീറ്റയോ സൈൻ തീറ്റയോ, അത് ഏതാണോ പ്രോബ്ലം ആവശ്യപ്പെടുന്നത് അത് വെച്ച്. സൈൻ തീറ്റ ഈക്വൽ ടു ലാംഡ ബൈ എ. അതിൽ തീറ്റ എത്രയാ മക്കളെ? 30 ഡിഗ്രി അല്ലെ? സോ സൈൻ 30 ഈക്വൽ ടു ലാംഡ ബൈ എ. സൈൻ 30 ഈക്വൽ ടു ലാംഡ ബൈ എ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈൻ 30? സൈൻ 30 1/2. സോ 1/2 ഈക്വൽ ടു ലാംഡ ബൈ എ. അപ്പൊ ലാംഡ ബൈ എ കിട്ടി. എത്ര കിട്ടി മക്കളെ? 1/2. ലാംഡ ബൈ എത്ര കിട്ടി? 1/2.
ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആംഗിൾ എത്രയാ? ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം. പറഞ്ഞോ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം ഡിഫ്രാക്ഷൻ. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം ഡിഫ്രാക്ഷൻ 1.5 lambda d by a അല്ലെ? 1.5 lambda by a. So sin theta equal to 1.5 lambda by a. Sin theta equal to 1.5 lambda by a. അതിൽ തന്നെ ലാംഡ ബൈ എ എത്രയാണ്? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കണ്ടീഷൻ വെച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ലാംഡ ബൈ എ ഈക്വൽ ടു 1/2. അപ്പൊ അവിടെ ലാംഡ ബൈ എക്ക് പകരം 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 into 1/2. 1.5 into 1/2 എന്ന് പറയുമ്പോൾ മക്കളെ 0.75. That is equal to 3/4. So sin theta equal to 3/4. Theta equal to sin inverse 3/4. Sin inverse 3/4. Clear? Sin inverse 3/4. അത്ര ഉള്ള പരിപാടി. വളരെ സിമ്പിൾ ആണ്. ഡിഫ്രാക്ഷൻ നിങ്ങൾ പേടിക്കരുത്, ഇന്റർഫറൻസ് നിങ്ങൾ പേടിക്കരുത്, വേവ് ഓപ്റ്റിക്സ് നിങ്ങൾ പേടിക്കേ ചെയ്യരുത് കേട്ടോ. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് വേവ് ഓപ്റ്റിക്സ് ഒക്കെ. യെസ്. അപ്പോ ഇന്റർഫറൻസില് അഞ്ചാമത്തെ ബ്രൈറ്റ്ലിക്കുള്ള ഡിസ്റ്റൻസ് എത്രയാന്ന് പറഞ്ഞേ? ഇന്റർഫറൻസിൽ അഞ്ചാമത്തെ ബ്രൈറ്റ്ലിക്കുള്ള ഡിസ്റ്റൻസ് 5. ഇന്റർഫറൻസിൽ അഞ്ചാമത്തെ ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാന്ന് പറഞ്ഞേ? ഇന്റർഫറൻസിൽ അഞ്ചാമത്തെ ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് 4.5. അത്രേ ഉള്ളൂ കേട്ടോ. അത്രയോ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. Then question number 30. Question number 30. തുടങ്ങാം. എന്താ? In a certain double slit experimental arrangement, in a certain double slit up interference ആണ് IDS ആണ്. In a certain double slit experimental arrangement, interference fringes of width 1 millimeter each are observed when a light of wavelength 5000 Armstrong is used. So മക്കളെ ഫ്രിഞ്ച് വിഡ്ത്ത് 1 millimeter നമുക്ക് കാണാൻ പറ്റുന്നു if you are using a wavelength of light of wavelength 5000 Armstrong. 5000 Armstrong യൂസ് ചെയ്തപ്പോൾ നമ്മുടെ ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് 1 millimeter ആണ്. ഇനി keeping the set up unaltered, if the source is replaced by another wavelength of 6000 Armstrong, the fringe width will be കേട്ടോ. 6000 Armstrong വെച്ചപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്ത് എത്രയാണ്? സോ ലാംഡ ഈക്വൽ ടു മക്കളെ 6000 Armstrong വരുമ്പോ ഫ്രിഞ്ച് വിഡ്ത്ത് എത്രയാണെന്നാ ചോദ്യം. ഒന്നും ചെയ്യാനില്ല മക്കളെ, ബാക്കി ഒന്നിനും മാറ്റം വരുന്നില്ല. ആകെ കൂടി മാറ്റം വരുന്നത് ഇതിലാണ്, ലൈറ്റിന്റെ വേവ് ലെങ്തിലാണ്. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി എന്നുള്ള ഇക്വേഷൻ നോക്കാം. ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി എന്നുള്ള ഇക്വേഷൻ നോക്കുക. അതിൽ ഡിക്കും യാതൊരു വിധം എന്തില്ല മക്കളെ, ചേഞ്ച് ഇല്ല എന്ന് അവർ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ലാംഡ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ അല്ലെ. സോ നമുക്ക് പറയാം മക്കളെ, ബീറ്റ ഈസ് പ്രപ്പോർഷണൽ ടു ലാംഡ. ബീറ്റ ഈസ് പ്രപ്പോർഷണൽ ടു ലാംഡ. അതിൽ 1 millimeter ആണ് വന്നത്. സോ 1 millimeter ഈസ് പ്രപ്പോർഷണൽ ടു ലാംഡ എത്രയാ മക്കളെ? 5000 അല്ലെ. 1 millimeter ആണ് ആദ്യത്തെ ബീറ്റ വന്നത്. ബീറ്റ ഈസ് പ്രപ്പോർഷണൽ ലാംഡ ആണ് മക്കളെ. അപ്പൊ 1 millimeter ബീറ്റ ഈസ് പ്രപ്പോർഷണൽ ടു 5000. അടുത്ത ബീറ്റ എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ എക്സ് നിറുന്നു. എക്സ് ഈസ് പ്രപ്പോർഷണൽ ടു 6000 കേട്ടോ. ആംസ്ട്രോങ്ങിലേക്കൊന്നും മാറ്റി നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. അതൊക്കെ മക്കളെ എന്താണ് റേഷ്യോ എടുക്കാൻ പോകണം, അതൊക്കെ ക്യാൻസൽ ചെയ്ത് പോക്കോളും. അപ്പൊ 1 millimeter is proportional to 5000, x is proportional to 6000. മക്കളെ റേഷ്യോ എടുക്കുക. റേഷ്യോ എടുക്കുമ്പോൾ 1/x equal to 5/6. ക്ലിയർ? 1/x എന്ന് പറയുന്നത് മക്കളെ 5/6 ആണ്. സോ x equal to 6/5. x equal to 6/5. That is equal to 1.2 millimeters. That is equal to 1.2 millimeters. Clear ആയോ? ക്ലിയർ ആയോ? അപ്പൊ ബീറ്റ ഈസ് പ്രപ്പോർഷണൽ ടു ലാംഡ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. ബീറ്റ ഈസ് പ്രപ്പോർഷണൽ ടു ലാംഡ. കാരണം ബീറ്റയുടെ ഇക്വേഷൻ ലാംഡ ഡി ബൈ ഡി. അതിൽ ഡിക്കും ക്യാപിറ്റൽ ഡിക്കും സ്മോൾ ഡിക്കും യാതൊരുവിധ ചേഞ്ചും അവര് പറയുന്നില്ല. സോ ബീറ്റ ഈസ് പ്രപ്പോർഷണൽ ടു ലാംഡ വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. വേവ് ഓപ്റ്റിക്സ് ക്ലിയർ? യെസ്. അടുത്ത് നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 29. റിസോൾവിംഗ് പവർ ഓഫ് എ മൈക്രോസ്കോപ്പ് ഇൻക്രീസസ് വിത്ത്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചെയ്താൽ മതി. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 28 കേട്ടോ. റിസോൾവിംഗ് പവറിന്റെ ഇക്വേഷൻ വെച്ച് നോക്കാം കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ
Young's 28, question number 28. In a Young's double slit experiment, the intensity of light when the slit is at a distance lambda from the center is I. What will be the intensity at a distance of slit is lambda by 6? കേട്ടോ? യെസ്, അതായത് ലാംഡ ഡിസ്റ്റൻസ് വെച്ചപ്പോ സെന്ററിൽ നിന്ന് മക്കളെ നോക്കൂ, സെന്ററിൽ നിന്ന് ലാംഡ ഡിസ്റ്റൻസിലായപ്പോൾ ഇന്റൻസിറ്റി ഐ ആണ്. സെന്ററിൽ നിന്ന് ലാംഡ ഡിസ്റ്റൻസ് ആയപ്പോൾ ഇന്റൻസിറ്റി ഐ ആണ്. ലാംഡ ബൈ 6 ആവുമ്പോൾ ഇന്റൻസിറ്റി എത്രയാണ്? ലാംഡ ബൈ 6 ആകുമ്പോഴുള്ള ഇന്റൻസിറ്റി എത്രയാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നോക്കാം നമുക്ക് മക്കളെ, പാത്ത് ഡിഫറൻസ് ശ്രദ്ധിക്കാട്ടോ. പാത്ത് ഡിഫറൻസ് ലാംഡ ആകുമ്പോൾ എന്താ പ്രത്യേകത? പാത്ത് ഡിഫറൻസ് ലാംഡ ആകുമ്പോൾ എന്താ പ്രത്യേകത? പാത്ത് ഡിഫറൻസ് ലാംഡ വരുമ്പോൾ എന്ത് കാണാം? 2π കാണാം. അതേപോലെ വേറെ എന്തുകൂടി കാണാൻ പറ്റും, വേറെ ഒരു കൂടി കാണാൻ പറ്റും. പാത്ത് ഡിഫറൻസ് ലാംഡ ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് 2π ആണ്. അങ്ങനെ ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും ലാംഡയും 2π ആണെങ്കിൽ അത് ഏത് ഇന്റർഫറൻസ് ആണ്? ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ്. ഏത് ഇന്റർഫറൻസ് ആണ് മക്കളെ? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്. മാക്സിമം ഇന്റൻസിറ്റി ആണ്. സോ ശ്രദ്ധിക്കുക, പാത്ത് ഡിഫറൻസ് ലാംഡ ആയപ്പോ, യൂസ് യുവർ കോമൺ സെൻസ് കേട്ടോ. പാത്ത് ഡിഫറൻസ് ലാംഡ ആയപ്പോ കേട്ടോ, പാത്ത് ഡിഫറൻസ് ലാംഡ ആയപ്പോൾ ഇന്റൻസിറ്റി എത്രയാണെന്ന് പറഞ്ഞേ? ഐ ആണെന്ന് പറഞ്ഞേ. ഇന്റൻസിറ്റി ഐ. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് മക്കളെ, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്. അപ്പൊ ഈ പ്രോബ്ലത്തിലാണ് അവർ തന്നങ്ങനെ ഇന്റൻസിറ്റി ഐ എന്ന് കേട്ടോ. ഈ പ്രോബ്ലത്തിൽ അവർ ഇന്റൻസിറ്റി എത്രയാണെന്ന് പറഞ്ഞേ? ഐ എന്ന് തന്നങ്ങനെ. അത് ഏത് ഇന്റർഫറൻസ് ആണ് നമ്മൾ മനസ്സിലാക്കി വെച്ചോളൂ? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്. അതെങ്ങനെ മനസ്സിലായേ? പാത്ത് ഡിഫറൻസ് ലാംഡയാണ്. അപ്പൊ പാത്ത് ഡിഫറൻസ് ലാംഡ ആയപ്പോൾ അത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതിന്റെ ഫേസ് ഡിഫറൻസ് 2π എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. അതിന്റെ ഇന്റൻസിറ്റി നമ്മുടെ ഈ പ്രോബ്ലത്തിൽ ഐ ആണെന്നതാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇറ്റ് ഈസ് 4I0. അത് നമ്മുടെ മൈൻഡിൽ ആയിക്കോട്ടെ. ഇറ്റ് ഈസ് 4I0 എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 4 into ഇൻഡിവിജ്വൽ വേവിന്റെ ഇന്റൻസിറ്റി 4 into I0 ആണ് മാക്സിമം ഇന്റൻസിറ്റി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓൾറെഡി ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പോ പാത്ത് ഡിഫറൻസ് ലാംഡ ആണെങ്കിൽ ഇതാണ്, ഐ ആണ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം 4I0 ആണ്. ഇനി അവർ ചോദിച്ചത് എന്താ? പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 6 ആകുമ്പോൾ, പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 6 ആകുമ്പോൾ ഇന്റൻസിറ്റി എത്രയാണെന്ന ചോദ്യം. പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 6 ആകുമ്പോൾ ഇന്റൻസിറ്റി എത്രയാണെന്ന ചോദ്യം. മക്കൾ ഒന്നും നോക്കണ്ട. പാത്ത് ഡിഫറൻസ് ലാംഡ ആകുമ്പോൾ എത്ര ആംഗിള്? ലാംഡ വരുമ്പോഴുള്ള ആംഗിൾ എത്രയാ? ലാംഡ കറസ്പോണ്ടിങ് ടു എത്ര ഫേസ് ആംഗിളാ? ലാംഡ കറസ്പോണ്ടിങ് ടു എല്ലാവർക്കും അറിയാവുന്ന പോലെ എത്ര ഫേസ് ആംഗിൾ? 2π എന്ന് പറഞ്ഞ ഫേസ് ആംഗിളാ. സോ ലാംഡ കറസ്പോണ്ടിങ് ടു 2π. ക്ലിയർ ആലോ? ക്ലിയർ ആണ്. 2π ആണ്. സോ ലാംഡ ബൈ 6 ഈസ് കറസ്പോണ്ടിങ് ടു, lambda by 6 is corresponding to 2π by 6. Clear? 2π by 6 that is equal to pi by 3. Pi by 3. മക്കളെ pi by 3 എത്രയാ? pi by 3 എന്ന് പറയുമ്പോ എത്രയാ മക്കളെ? 60 ആണ് അല്ലേ? 60. അപ്പൊ lambda by 6 എന്ന് പറയുമ്പോ എത്ര ആംഗിളിന് കറസ്പോണ്ടിങ് ആണ്? 60 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആണ്. എന്നിട്ട് നമ്മളോട് ചോദിച്ചത് എന്താ? 60. അപ്പൊ ലാംഡ ബൈ 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റൻസിറ്റി ചോദിച്ചിട്ടുണ്ട് അല്ലെ? ലാംഡ ബൈ 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചോദിക്കൂ. ലാംഡ ബൈ 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റൻസിറ്റി ചോദിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ലാംഡ ബൈ 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റൻസിറ്റി പിടിക്കുക. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? ലാംഡനെ ആംഗിളിലേക്ക് മാറ്റി. എത്ര ഡിഗ്രി മക്കളെ? അത് 60 ഡിഗ്രി. കാരണം നമുക്ക് ആംഗിളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താ? ഇന്ന് പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഇന്റൻസിറ്റി ഈക്വൽ 4I0 into cos square 5/2. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഇന്റൻസിറ്റി ഈക്വൽ ടു 4I0 into cos square 5/2 എന്നുള്ള ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു 4I0 into cos square 5/2. യെസ്, അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഇന്റൻസിറ്റി ഈക്വൽ ടു 4I0 cos square 5/2. യെസ്, അതില് ഈ ഫൈ എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ആണ്. ഫൈ എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ആ. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ നമുക്ക് തന്നിരിക്കുന്ന ലാംഡ ബൈ 6 ആ. ഫേസിലല്ല തന്നിരിക്കണേ, പകരം പാത്ത് ഡിഫറൻസിലാണ് തന്നെ. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അവര് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ആ ബോധമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഫേസ് ഡിഫറൻസിൽ തരുന്നതിന് പകരം അവര് നേരെ എന്തിനു തന്നിരിക്കണം മക്കളെ? പാത്ത് ഡിഫറൻസിൽ തന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പാത്ത് ഡിഫറൻസിന് നമ്മൾ എന്തിലേക്ക് മാറ്റണം? ഫേസിലേക്ക് മാറ്റണം. പാത്ത് ഡിഫറൻസ് ലാംഡ എന്ന് പറഞ്ഞാൽ എത്ര ഫേസാ? എത്ര ആംഗിളാ? ലാംഡ 2π ആണെങ്കിൽ ലാംഡ ബൈ 6 എന്ന് പറയുമ്പോൾ 2π by 6 π by 3 ആണ്, 60 ഡിഗ്രി ആണ്. യൂസ് യുവർ കോമൺ സെൻസ്. അത്ര ഉള്ള പരിപാടി
അല്ലേ? അപ്പോ നോക്കാം. സോ I0 I equal to intensity I equal to മക്കളെ നോക്കിയോളൂട്ടോ intensity I equal to 4I0 മക്കളെ 4I0 ആണ് നമ്മുടെ ഇൻഡിവിജ്വൽ വേവിന്റെ ഇന്റൻസിറ്റി ഇൻറ്റു 4 മാക്സിമം ഇന്റൻസിറ്റി കേട്ടോ ഇൻറ്റു cos square 5/2 5 എത്ര ഡിഗ്രിയാ 60 ഡിഗ്രി cos square 5/2 cos square 5/2 cos square 5 60 ആണ് 5/2 30 ആണ് അപ്പൊ cos square 30 what is cos square 30 cos 30 √3/2 cos square 30 3/4 so I equal to മക്കളെ 4I0 into 3/4 I equal to 4I0 into 3/4 പക്ഷെ നിങ്ങൾ തെറ്റിക്കും മക്കളെ നിങ്ങൾ തെറ്റിക്കുന്ന എനിക്ക് കാര്യത്തിൽ ഡാം ഷുവർ ആണ് ഉറപ്പാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ 4 വെട്ടിക്കളയും നമുക്ക് അങ്ങനെയാണല്ലോ 4 വെട്ടി 3I0 എന്ന് എഴുതി വെക്കും കേട്ടാ 3I0 തെറ്റൊന്നുമില്ല കേട്ടോ 3I0 ഞാൻ തെറ്റാന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് വർമ്മ സാർ എന്തോ ഒരു പ്രശ്നമുണ്ട് വർമ്മ സാർ എന്താ പ്രശ്നം ഒരു പ്രശ്നമുണ്ടല്ലോ വർമ്മ സാറേ 3I കണ്ടാ അവിടെ 3I എന്നുള്ള ആൻസർ വന്നു തുടങ്ങി അതാണ് നമ്മുടെ വർമ്മ സാർ പ്രശ്നങ്ങളാണ് മൊത്തം പറഞ്ഞോ വർമ്മ സാർ പോയിന്നുണ്ട് യെസ് ഇതില് ഈ 4I0 എന്ന് പറയുന്നത് ഓൾറെഡി അവർ തന്നു വെച്ചിട്ടുണ്ടെന്നേ അവർ ഓൾറെഡി അവിടെ തന്നു വെച്ചിട്ടുണ്ടെന്നേ അതാണ് ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ നിങ്ങൾ തെറ്റ് വരാതിരിക്കാനാണ് ഞാൻ ബ്രാക്കറ്റിൽ 4I0 നട്ടത് മാക്സിമം ലാംഡ എന്ന് പറയുന്ന പാത്ത് ഡിഫറൻസ് വരുമ്പോൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുകയും കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന മാക്സിമം ഇന്റൻസിറ്റി I എന്ന് അവർ തന്നു വെച്ചിട്ടുണ്ട് I എന്ന് അവർ ഓൾറെഡി തന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ I വെച്ചിട്ടുണ്ടെങ്കിൽ ആ I ആണ് നമ്മൾ 4I0 എന്ന് ഞാൻ ബ്രാക്കറ്റിൽ ഞാൻ അത് തെറ്റ് വരാതിരിക്കാൻ ഓൾറെഡി അവിടെ ചെയ്തു വെച്ചതാ ഞാൻ അതെങ്ങാനും എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താവുമായിരുന്നു യെസ് അപ്പോ ഇവിടെ 4I0 വരാം I എന്നാണ് അപ്പൊ ഇന്റൻസിറ്റി ഈക്വൽ ടു I into 3/4 സോ 3I/4 is ആൻസർ കേട്ടാ ഇവിടെ കുറെ പേര് ഓപ്ഷൻ 3I തപ്പിക്കൊണ്ടിരിക്കുക ഇത് 3I/4 ആണ് ആൻസർ വരിക 3I/4 കേട്ടാ 3I/4 3I തപ്പരുത് 3I0 ആണ് കിട്ടാ 3I0 എന്താ ഇൻഡിവിജ്വൽ വേവിന്റെ ഇന്റൻസിറ്റി ആണ് I0 ഇൻഡിവിജ്വൽ വേവിന്റെ ഇന്റൻസിറ്റി ആണ് I0 അപ്പൊ 3 into I0 നിങ്ങൾക്ക് ശരിയാണ് 3 into I0 ഇൻഡിവിജ്വൽ വേവാ പക്ഷെ നമുക്ക് അതൊന്നും തന്നിട്ടില്ല ഇവിടെ നമുക്ക് തന്നിരിക്കണം എന്താ പാത്ത് ഡിഫറൻസ് ലാംഡ വരുന്ന വേവിന്റെ ഇന്റൻസിറ്റി ആയി തന്നിട്ടുണ്ട് തെറ്റിക്കരുത് കേട്ടോ അതാണ് പറഞ്ഞ ഈ പ്രോബ്ലം തെറ്റാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ പറയും ഈ ഓപ്ഷൻ ഒക്കെ തെറ്റാണ് അത് കാരണം ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവർ പരീക്ഷയ്ക്ക് അവസാനം എടുത്ത് കളയുമായിരിക്കും എന്നൊന്നും പറഞ്ഞിട്ട് ഇറങ്ങി വരരുത് എടുത്ത് കളയും നിങ്ങൾ ആദ്യം അവിടെ നിന്ന് എടുത്ത് ഒരൊറ്റ എറിയില്ല പുറത്തേക്ക് അതുകൊണ്ട് ക്വസ്റ്റ്യൻ എല്ലാം എടുത്ത് കളയാം ക്വസ്റ്റ്യൻ എടുത്ത് കളയാനൊക്കെ മുമ്പ് നിങ്ങൾ എടുത്ത് കളയും കേട്ടാ OMR മെഷീന് നാണക്കേട് വരും നിങ്ങളുടെ പേപ്പർ നോക്കുന്ന സമയത്ത് ഈ ആൻസർ ഒക്കെ എഴുതി കഴിഞ്ഞാൽ കേട്ടാ പുളകി തന്നെ OMR മെഷീൻ യെസ് അപ്പോ നിങ്ങൾ എടുത്ത് കളയാതിരിക്കാൻ നോക്കുക അതാണ് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം എന്ന് പറയണേ കേട്ടാ അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പോ ലാംഡ പാത്ത് ഡിഫറൻസ് വരുമ്പോഴുള്ള ഇന്റൻസിറ്റി ശരിക്കും 4I0 ആണ് 4 ടൈംസ് ഓഫ് ഇൻഡിവിജ്വൽ ഇന്റൻസിറ്റി ആണ് പക്ഷെ അവർ അതല്ല തന്നെ I എന്ന് എടുക്കാനാ പറഞ്ഞത് ക്ലിയർ യെസ് അപ്പൊ അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു തെറ്റ് വരുത്തരുത് മക്കളെ തെറ്റ് വന്നു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയിട്ടാ പിന്നെ നമ്മൾ ഇതുവരെ പഠിച്ചതിന് വലിയ ഉപകാരം ഒന്നും ഉണ്ടാവില്ല കാരണം 1-2 ക്വസ്റ്റിനെ ചോദിക്കുക വേവ് ഓപ്റ്റിക്സ് ഈ വേവ് ഓപ്റ്റിക്സ് നിങ്ങൾ എല്ലാ ക്വസ്റ്റിനും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് പല പൊട്ടന്മാരും ഇവിടെ പറഞ്ഞു നടക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വേവ് ഓപ്റ്റിക്സ് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരോട് എനിക്കൊന്നും പറയില്ല കേട്ടാ സ്വസ്തി നേരുന്നു മാത്രമേ പറയാനുള്ളൂ മംഗളം ഭവിക്കട്ടെ അവർക്ക് ജീവിതം മൊത്തം വളരെ സിമ്പിൾ ആണ് മക്കളെ കുറച്ച് ഇക്വേഷൻസ് പഠിക്കുള്ളൂ ശരിക്കും വേവ് ഓപ്റ്റിക്സ് നിങ്ങൾ സിമ്പിൾ ചാപ്റ്ററിന്റെ ഉള്ളിൽ ഇപ്പൊ എടുത്ത് വേവ് ഓപ്റ്റിക്സിനേക്കാൾ എളുപ്പമുള്ള ചാപ്റ്റർ പ്ലസ് 2 ഇല്ല ഓക്കെ യെസ് അപ്പൊ അത് നോക്കി വെക്കാം ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ കഴിഞ്ഞില്ലേ ക്ലിയർ ആയില്ലേ മക്കളെ തെറ്റ് മനസ്സിലായില്ലേ 3I0 ഒന്നും എഴുതി വെക്കരുത് തെറ്റ് മനസ്സിലായല്ലേ ക്ലിയർ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്താ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 27 ഇന്നെ പോയില്ലോ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് സ്പേസിംഗ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് ഈസ് 0.3 millimeter and the screen is kept at a distance of 1.5 meter the second bright fringe കണ്ട
നമ്മൾ പറഞ്ഞ ഇക്വേഷൻസ് മാത്രം പഠിക്കാൻ മക്കളെ. സെക്കൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ച്, അതിന് നമ്മൾ ആകെ കൂടി യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ ആകെ കൂടി അറിയാവുന്ന ഇക്വേഷൻ ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. അതായത് ഏതോ ഒരു കടാക്ഷം കൊണ്ട് പഠിച്ചു വെച്ചുള്ള ബീറ്റ ഈക്വൽ ലാംഡ ബൈ ഡി മാത്രമേ അറിയുള്ളൂ, ലാംഡ ഡി ബൈ ഡി. അത് വെച്ചിട്ട് ഇതിലേക്ക് വരരുത്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ പറയണേ, ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റില് distance between the slit, I mean 0.3, and the distance between the slit and the screen is 1.5. The second bright fringe is found 6 millimeter from the central fringe. Second bright fringe-ലേക്കുള്ള ഡിസ്റ്റൻസ് 6 millimeter ആകുന്നു എങ്കിൽ എത്രയാണ് ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്നാണ് ചോദ്യം. ചെയ്തോ 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 സെക്കൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് പറഞ്ഞു? സെക്കൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കുള്ള ഡിസ്റ്റൻസ്, സെക്കൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കുള്ള ഡിസ്റ്റൻസ് 2 lambda d by d is equal to, it is given, that is 6 millimeter, 6 into 10 raised to minus 3, and find the wavelength lambda. കണ്ടുപിടിച്ചോ, കണ്ടുപിടി. എത്ര കിട്ടി? യെസ്, 600 നാനോമീറ്റർ എന്ന് കിട്ടി അല്ലെ? കറക്റ്റ് ആണോ? 600 നാനോമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ടാവും. യെസ്, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. എല്ലാവർക്കും കിട്ടിയ സ്ഥിതിക്ക് അത് ക്ലിയർ ആവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ പോളറോയിഡ് ഗ്ലാസ് ഈസ് യൂസ്ഡ് ഇൻ സൺഗ്ലാസ്, അതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ, അതൊക്കെ നോക്കിയാൽ മതി. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യും മക്കളെ. 23, ക്വസ്റ്റ്യൻ നമ്പർ 23 നമുക്ക് നോക്കാം. ബാക്കിയുള്ളതൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 23. Question number 23. And the question, in a single slit diffraction with lambda equal to 500 nanometer and a length of diameter 0.1 millimeter, then width of central maxima obtained on the screen at a distance of 1 millimeter will be. ചെയ്തോ? Width of central maxima നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? മക്കളെ എവിടെ? ക്വസ്റ്റ്യൻ നമ്പർ 23 ഒന്ന് നോക്കാം, ചെയ്തു നോക്കാം. ചെയ്തോ?
യെസ്. അപ്പൊ എന്താ കിട്ടുക മക്കളെ? വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം എന്താ കിട്ടുക? കിട്ടിയില്ലേ? യെസ്. ഏതാ ഇക്വേഷൻ? 2 വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമത്തിന്റെ ഇക്വേഷൻ പറ. വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമ 2 λ/a. യെസ്. ഓക്കെ. ഇനി അടുത്ത് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ 22. മക്കളെ 22 നോക്കൂ. എന്താ 22 ക്വസ്റ്റ്യൻ പറയണേ? ഇൻ ആൻ ഇന്റർഫറൻസ്. മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 22 നോക്കാം. ഇൻ ആൻ ഇന്റർഫറൻസ് the intensity of two interfering waves are I and 4I. അതായത് രണ്ട് ഇന്റർഫറിംഗ് വേവുകളുടെ ഇന്റൻസിറ്റി ഐയും 4I ആണ്. ഐയും 4I ആണ്. യെസ്. രണ്ട് വേവുകളുടെ ഇന്റൻസിറ്റി ഐയും 4I ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഐയും 4I ആണ് ഇന്റൻസിറ്റിയുടെ രണ്ട് വേവുകളുടെ ഇന്റൻസിറ്റിയുടെ. ദേ പ്രൊഡ്യൂസ് ഇന്റൻസിറ്റി അറ്റ് 2 points A and B. അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റൻസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഫേസ് ആംഗിൾ π/2 ആൻഡ് π/2 പൈയും ആണ് അവരുടെ ഫേസ് ആംഗിൾ ഡിഫറൻസുകൾ മക്കളെ. അപ്പൊ എ എന്ന് പറഞ്ഞ പോയിന്റ് ആംഗിൾ π/2 ആണ്. ബി എന്ന് പറഞ്ഞ പോയിന്റ് ഫേസ് ആംഗിൾ π ആണ്. Then the difference between them is. അതായത് രണ്ട് ഇന്റൻസിറ്റികളുടെ ഡിഫറൻസ് എത്രയാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കുക, ഒന്നുകൂടി നമുക്ക് പറയാം. ഒരു ഇന്റർഫറൻസ് പാറ്റേൺ എടുത്തിരിക്കുന്നു. ഒരു ഇന്റർഫറൻസ് എക്സ്പെരിമെന്റില് YDSCയില് രണ്ട് വേവുകളുടെ അല്ലെങ്കിൽ രണ്ട് വേവുകളുടെ ഇന്റൻസിറ്റി ഐയും 4I ആണ്. അപ്പൊ ഇന്റർഫറൻസിന്റെ എക്സ്പെരിമെന്റിൽ ഒരു വേവിന്റെ ഇന്റൻസിറ്റി ഐയും മറ്റേ വേവിന്റെ ഇന്റൻസിറ്റി 4I ആണ്. അവര് എയും ബിയും എന്ന് പറയുന്ന രണ്ട് പോയിന്റ് സ്ക്രീനിലെ ആയിരിക്കാം. അപ്പൊ സ്ക്രീനിലെ രണ്ട് പോയിന്റ്സ് ആണ് എയും ബിയും. ആ രണ്ട് പോയിന്റ്സിൽ എന്തുണ്ട് മക്കളെ? എയിലെ ഫേസ് ഡിഫറൻസ് π/2 ആണ്, ബിയിലെ ഫേസ് ഡിഫറൻസ് π ആണ്. അപ്പൊ എയിലും ബിയിലും പോയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ഇന്റൻസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഇന്റൻസിറ്റി എ എന്ന് പറഞ്ഞ പോയിന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ബി എന്ന് പറഞ്ഞ പോയിന്റ് ഇന്റൻസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ ദം. എത്ര ഇന്റൻസിറ്റി ആണ് എയും ബിയും തമ്മിലുള്ള ഇന്റൻസിറ്റി ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ നോക്കൂ. അപ്പോ ഫസ്റ്റ് വേവിന്റെ ഇന്റൻസിറ്റി ഐയും മറ്റേ വേവിന്റെ ഇന്റൻസിറ്റി 4I ആണ്. മക്കളെ റിസൾട്ടന്റ് ഇന്റൻസിറ്റിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞതാണ്. റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈക്വൽ ടു എത്ര പേർക്ക് അറിയാം? ഓർമ്മയുണ്ടോ മക്കളെ? രണ്ട് ഇന്റൻസിറ്റികൾ കൂടി ചേർന്ന് ഇന്റർഫറൻസ് നടക്കുന്ന സമയത്ത് റിസൾട്ടന്റ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ പറയാം. എത്ര? യെസ്, I1 + I2 + 2√I1I2 cos phi. ദിസ് ഈസ് ദ റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഇക്വേഷൻ കേട്ടോ. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്ത് എ എന്ന് പറഞ്ഞ പോയിന്റിൽ റിസൾട്ടന്റ് ഇന്റൻസിറ്റിയും ബി എന്ന് പറയുന്ന പോയിന്റിൽ റിസൾട്ടന്റ് ഇന്റൻസിറ്റിയും നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് പോയിന്റ് എ എടുക്കാം ആദ്യം. അപ്പൊ റിസൾട്ടന്റ് ഇന്റൻസിറ്റി അറ്റ് പോയിന്റ് എ ഈക്വൽ ടു ഒന്ന് പറഞ്ഞേ. റിസൾട്ടന്റ് ഇന്റൻസിറ്റി പോയിന്റ് എ ഈക്വൽ ടു പറ. I1 എന്ന് പറയുമ്പോൾ ഐ എന്ന് എഴുതാം, പ്ലസ് 4I2 എന്ന് പറയുമ്പോൾ 4I എന്ന് എഴുതാം. ക്ലിയർ ആയില്ലേ? I + 4I + 2√I1I2. മക്കളെ I1I2 എത്രയാ? I1 എന്ന് പറയുന്നത് I ആണ്, I2 എന്ന് പറയുന്നത് 4I ആണ് കേട്ടോ. I1I2 ഐയും 4I ആണ്. cos 90 ആണ് മക്കളെ. കാരണം എ എന്ന് പറഞ്ഞ പോയിന്റിലെ ഫേസ് ഡിഫറൻസ് π/2 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ cos 90 ആണ് മക്കളെ. cos 90 എത്രയാണ്? 0 ആണ് അല്ലെ? അപ്പൊ cos 90 വെട്ടിപ്പോയി. അപ്പൊ ഈ ടേമേ പോയി. സോ എ എന്ന് പറഞ്ഞ പോയിന്റിലെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 5I ആണ്. ക്ലിയർ ആയോ? എ എന്ന് പറഞ്ഞ പോയിന്റിലെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി 5I ആണ്. വെരി ഗുഡ്. 5I ആണ് നമ്മുടെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി എ എന്ന് പറഞ്ഞ പോയിന്റ്. ഇനി മക്കളെ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഇന്റൻസിറ്റി നോക്കാം. ഇനി പോയിന്റ് ബി നോക്കാം. പോയിന്റ് ബി എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ I റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു I + 4I അല്ലെ? I1 + I2 I + 4I + 2√I × 4I cos 180 അല്ലെ? ബി എന്ന് പറഞ്ഞ പോയിന്റിലെ ആംഗിൾ 180 ഡിഗ്രി ആണ് അവർ തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രി ആണ് ബി എന്ന് പറഞ്ഞ പോയിന്റിലെ ഫേസ് ഡിഫറൻസ്. മക്കളെ cos 180 എത്രയാണ് മക്കളെ? cos 180 -1 ആണ് അല്ലെ? അപ്പോ ഇവിടെ ചെറിയൊരു പ്രശ്നം വരും. റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈക്വൽ ടു I + 4I എന്ന് പറയുമ്പോൾ എത്രയാ? 5I. അത് നമുക്ക് ഇപ്പൊ തന്നെ എഴുതാം. I + 4I എന്ന് പറയുമ്പോൾ 5I ആണ്. 5I പ്ലസ് ശ്രദ്ധിക്കണേ, 5I +
ഇനി 2 ഇൻറ്റു മക്കളെ 2 ഇൻറ്റു ഇത് റൂട്ട് 4i² ആണ്. റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്ത് വരുമ്പോൾ 2i ആണ് വരിക. അപ്പൊ 2 ഇൻറ്റു 2i ഇൻറ്റു -1. സോ 2 ഇൻറ്റു 2i എന്ന് പറയുമ്പോൾ 4i ആണ്. അപ്പൊ -1 വരുമ്പോൾ -4i എന്ന് വരും. അപ്പൊ 5i - 4i എന്ന് പറയുമ്പോൾ വെറും എന്ത് വരും മക്കളെ? i എന്ന് വരും. അപ്പൊ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ വെറുതെ i ആണ്. എ എന്ന് പറഞ്ഞ പോയിന്റിൽ എത്രയാണ് മക്കളെ? 5i ആണ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ഇന്റൻസിറ്റി? വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ഇന്റൻസിറ്റി ഓഫ് പോയിന്റ് എ ആൻഡ് പോയിന്റ് ബി? എത്രയാ മക്കളെ? 4i ആണ് കേട്ടോ. അപ്പൊ അതാണ് ആൻസർ. 4i ആണ് ആൻസർ. അപ്പോ എയിലെ ഇന്റൻസിറ്റി 5i, ബിയിലെ ഇന്റൻസിറ്റി i ആണ്. ഏത് ഇക്വേഷൻ യൂസ് ചെയ്തേ? i റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു i1 + i2 + 2 √i1 i2 cos phi എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യുക. എക്കും ബിക്കും ആംഗിൾ തന്നിട്ടുണ്ട്, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എയുടെയും ബിയുടെയും റിസൾട്ടന്റ് ഇന്റൻസിറ്റി വെച്ച് കിട്ടും. ആ ഡിഫറൻസ് ഇൻ ഇന്റൻസിറ്റി ആണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? വെറുതെ മൈനസ് ചെയ്യുക. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലേ? യെസ്. ഇനി നമുക്ക് പ്രോബ്ലം നമ്പർ 21 നോക്കാം. പ്രോബ്ലം നമ്പർ 21. ഓക്കെ, പ്രോബ്ലം നമ്പർ 21 ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. പ്രോബ്ലം നമ്പർ 21 എന്താ? പ്രോബ്ലം നമ്പർ 21 പറഞ്ഞേ. ഇന്ന് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് YDSC ആണ്. അപ്പോ ഓർമ്മിച്ചോളൂ, YDSC ആണ്. The two slits act as coherent sources of equal amplitude A and a wavelength lambda. In another experiment, the same setup, the two slits are sources of equal amplitude A and wavelength lambda, but are incoherent. ശ്രദ്ധിച്ചോളൂ മക്കളെ, incoherent ആണ് ഒരാള് coherent ആണ്. Use your brain കേട്ടോ. ഒരാള് coherent source ആണ്, ഒരാള് incoherent ആണ്. The ratio of intensities of light at the midpoint of the screen at the first case to that in the second case. എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം നമുക്ക് പറയാം. കോഹറന്റ് സോഴ്സും ഇൻകോഹറന്റ് സോഴ്സും. കോഹറന്റ് സോഴ്സും ഇൻകോഹറന്റ് സോഴ്സും. യെസ് മക്കളെ, കോഹറന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. കോഹറന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ അതായത് രണ്ട് സോഴ്സുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയി നിലനിൽക്കും. അതല്ലോ നമ്മൾക്ക് അറിയാം, അതിന്റെ ഡെഫിനിഷനൊക്കെ അറിയാം. അപ്പൊ രണ്ട് സോഴ്സുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന സോഴ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക മക്കളെ? കോഹറന്റ് ആയിട്ടുള്ള സോഴ്സ് എന്ന് വിളിക്കുക. ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ കോഹറന്റ് സോഴ്സ് നമ്മുടെ കഴിഞ്ഞു. ആ കോഹറന്റ് സോഴ്സുകൾ ഇന്റർഫറൻസിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ, കോഹറന്റ് സോഴ്സുകൾ ഇന്റർഫറൻസിൽ പങ്കെടുക്കുമ്പോൾ റിസൾട്ടന്റ് ഇന്റൻസിറ്റി at the central maximum, റിസൾട്ടന്റ് ഇന്റൻസിറ്റി at central, വേണ്ട നമുക്ക് റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഇക്വേഷനുകൾ എഴുതാം. റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈക്വൽ ടു മക്കൾ നോക്കട്ടെ, റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈക്വൽ ടു i1 + i2 + 2 √i1 i2 cos phi. ഞാൻ ആദ്യം ജനറൽ കേസ് പറഞ്ഞുതരാം കേട്ടോ. I റിസൾട്ടന്റ് ഈക്വൽ ടു i1 + i2 + 2 √i1 i2 cos phi. ഇതാണ് കോഹറന്റ് സോഴ്സുകൾ ഇന്റർഫറൻസിൽ പങ്കെടുക്കുമ്പോൾ കേട്ടോ. കോഹറന്റ് സോഴ്സുകൾ ഇന്റർഫറൻസിൽ പങ്കെടുക്കുമ്പോഴാണ് റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ഇൻകോഹറന്റ്, നോൺ കോഹറന്റ് ആയിട്ടുള്ള സോഴ്സുകൾ, അതായത് രണ്ട് ലൈറ്റുകൾ, സാധാരണ നമ്മുടെ വീട്ടിലുള്ള രണ്ട് ലൈറ്റുകൾ കോഹറന്റ് അല്ല. അപ്പൊ നോൺ കോഹറന്റ് ആയിട്ടുള്ള സോഴ്സുകൾ പങ്കെടുക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആണ് മക്കളെ. നോൺ കോഹറന്റ് ആയിട്ടുള്ള രണ്ട് സോഴ്സുകൾ പങ്കെടുക്കുന്ന സമയത്ത് റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ മക്കളെ i1 + i2 എന്ന് മാത്രമേ വരുള്ളൂ. 2 √i1 i2 cos phi എന്ന് പറയുന്ന ഇന്റർഫറൻസ് ടേം അവിടെ ആബ്സെന്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ മനസ്സിലായില്ലേ? കോഹറന്റ് സോഴ്സുകൾക്കാണ് ഇന്റർഫറൻസ്. അപ്പൊ കോഹറന്റ് സോഴ്സുകൾ ഇന്റർഫിയർ ചെയ്യുന്ന സമയത്ത് 2 √i1 i2 cos phi എന്ന് പറഞ്ഞ ഇന്റർഫറൻസ് ടേം വരും. നോൺ കോഹറന്റ് സോഴ്സുകൾ ആവുമ്പോ അതില്ല. അത്രേ ഉള്ള പരിപാടി, അതില്ല. അപ്പൊ i1 + i2. Is that clear? ഇനി ഇവര് ചോദിച്ചിരിക്കുന്ന ഇന്റൻസിറ്റി സെന്ററിലാണ് അല്ലെ? The ratio of intensities of light at the midpoint of the screen കേട്ടോ. അവര് ചോദിച്ചിരിക്കുന്ന ഇന്റൻസിറ്റി മക്കളെ സെന്ററിലെ ഇന്റൻസിറ്റി ആണ്. ഒറ്റ കാര്യം, ഈ സെന്ററിൽ ഏത് ബാൻഡ് ഉണ്ടാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സെന്ററിൽ ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാവുക. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് നടക്കുന്നത്, ശരിയല്ലേ? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് സെന്ററിൽ നടക്കുക. അപ്പൊ സെന്ററിലെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി കോഹറന്റ് സോഴ്സ് ആണെങ്കിൽ മക്കളെ, കോഹറന്റ് സോഴ്സ് ആണെങ്കിൽ സെന്ററിലെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് മക്കളെ. 4 times of
ഇൻഡിവിജ്വൽ ഇന്റൻസിറ്റി. ഇവിടെ അവിടെ വൃത്തിയായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് രണ്ട് ലൈറ്റുകളുടെ ആംപ്ലിറ്റ്യൂഡുകൾ സെയിം ആണ്. രണ്ട് ലൈറ്റ് വേവുകളുടെ ആംപ്ലിറ്റ്യൂഡുകൾ സെയിം ആണെങ്കിൽ രണ്ട് ലൈറ്റ് വേവുകളുടെ ഇന്റൻസിറ്റിയും സെയിം ആണ്. അങ്ങനെ രണ്ട് ലൈറ്റ് വേവുകളുടെ ഇന്റൻസിറ്റി സെയിം ആണെങ്കിൽ റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 4 ടൈംസ് ഇൻഡിവിജ്വൽ വേവിന്റെ ഇന്റൻസിറ്റി ആണ് ബ്രൈറ്റ് ബാൻഡ് സെന്ററിൽ വരിക. Is that clear? 4 times into I0. മുഹമ്മദ് 2i എഴുതിയത് ഏത് അർത്ഥത്തിലാണ്? മറ്റേതിന്റെ ആണോ ഇതിന്റെ ആണോ? അപ്പൊ കൊഹറന്റ് സോഴ്സ് ആണെങ്കിൽ ശ്രദ്ധിക്കട്ടോ മക്കളെ, കൊഹറന്റ് സോഴ്സ് ആണെങ്കിൽ റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ 4 ടൈംസ് ഓഫ് ഇൻഡിവിജ്വൽ ഇന്റൻസിറ്റി. നോൺ കൊഹറന്റ് ആണെങ്കിൽ മക്കളെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ മക്കളെ നോക്കൂ, I plus I2, I0 plus I2 എന്താ വരിക? വെറും 2I0 ആണ് വരിക. യൂസ് യുവർ കോമൺ സെൻസ്, യൂസ് യുവർ കോമൺ സെൻസ് കേട്ടോ. അപ്പോ കൊഹറന്റ് സോഴ്സ് ആണെങ്കിൽ 4 ടൈംസ് ഓഫ് I0യും നോൺ കൊഹറന്റ് സോഴ്സ് ആണെങ്കിൽ വെറും I1 plus I2 അല്ലോ. I plus I 2i അല്ലെങ്കിൽ I0 plus I0 2I0. ഇവിടെ I0 plus I0 plus 2I0 square cos phi എന്നുള്ള സാധനം ഉണ്ട്. അത് കാരണം 4I0 വരണേ. ഇവിടെ എത്ര വരല്ലോ മക്കളെ? 2I0 വരല്ലോ. So what is the ratio? So what is the ratio? Ratio of intensities 4I0 by 2I0 that is equal to 2:1. This is the ratio. 2:1 is the ratio. അപ്പോ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക, I1 plus I2 plus 2 root I1 I2 cos phi എന്ന് പറഞ്ഞാൽ ആ റിസൾട്ടന്റ് ഇന്റൻസിറ്റി വരണമെങ്കിൽ the sources must be coherent, and if the sources are non coherent, incoherent, so നമ്മൾ എന്താ പറയാ? I1 plus I2 എന്ന് മാത്രമേ പറയുള്ളൂ. ക്ലിയർ ആയോ മക്കളെ? നോക്കൂ, ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അതുകൂടി നിങ്ങൾ ചേർത്ത് വെച്ചോളൂ. എന്നിട്ട് നമുക്ക് വാ, എന്താ ഒരു കാര്യം കൂടി പറയാനുള്ളത്? ഒരു കാര്യം കൂടി പറയാനുള്ളൂ. ഇവിടെ റിസൾട്ടന്റ് ഇന്റൻസിറ്റികൾ 4 ടൈംസ് ഓഫ് ഇൻഡിവിജ്വൽ ഇന്റൻസിറ്റിയാണ്. ഈ 4 എങ്ങനെയാ വന്നേ? അവിടെ എത്ര സോഴ്സാ യൂസ് ചെയ്യണേ? 2 സോഴ്സാ യൂസ് ചെയ്യണേ. ആ 2 സോഴ്സിന്റെ I0 plus I0 plus 2 root I0 cos phi അത് വെച്ചിട്ടാ 4 വന്നേ ശരിക്കും ഇക്വേഷൻ പ്രകാരം. പക്ഷെ നമുക്ക് ഇനി പറയാം, ഈ 4ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം മക്കളെ, റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈക്വൽ ടു ദ നമ്പർ ഓഫ് കൊഹറന്റ് സോഴ്സസ് സ്ക്വയർ, the number of coherent sources square into individual intensity. So resultant intensity is equal to number of coherent sources square into individual intensity. ഇവിടെ എത്ര സോഴ്സ് ഉണ്ടായിരുന്നു മക്കളെ? ഇവിടെ 2 സോഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. 2ന്റെ സ്ക്വയർ എത്രയാ? 4. അതാണ് 4 times into I0. ഇനിയിപ്പോ 3 സോഴ്സ് ഉണ്ടല്ലോ, 3 coherent sources are there. I max equal to 9 into I0. Is that clear? 9 into I0. അപ്പോ എത്ര സോഴ്സ് ആണ് ഉള്ളത് അതിന്റെ സ്ക്വയർ ഇൻറ്റു ഇൻഡിവിജ്വൽ ഇന്റൻസിറ്റി ആണ് മാക്സിമം ഇന്റൻസിറ്റി ഇൻ ദ കേസ് ഓഫ് കോഹിറന്റ് സോഴ്സ്. അപ്പൊ നമ്മളോട് പരീക്ഷിച്ച് ചോദിക്കാം, 3 സോഴ്സ് ഉണ്ടെങ്കിൽ മക്കൾ എന്താ ചെയ്യാ? 3ന്റെ സ്ക്വയർ 9I0, 4 സോഴ്സ് ഉണ്ടെങ്കിൽ 16I0. ഇനി നോൺ കോഹറന്റ് ആണെങ്കിലോ മക്കളെ, നോൺ കോഹറന്റ് ആണെങ്കിൽ റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈക്വൽ വെറും NI0, n സ്ക്വയർ ഇല്ല, NI0. 2 ഉണ്ടെങ്കിൽ 2I0, 3 സോഴ്സിന് 3I0, 4 സോഴ്സിന് 4I0. നോൺ കോഹറന്റ് ആണെങ്കിൽ, കോഹറന്റ് ആണെങ്കിൽ സ്ക്വയർ വരും. ക്ലിയർ? കോഹറന്റ് ആണെങ്കിൽ മക്കൾ എന്ത് വരും? സ്ക്വയർ വരും. നോൺ കോഹറന്റ് ആണെങ്കിൽ വെറുതെ നമ്പർ മാത്രം ചെയ്താൽ മതി. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? അപ്പോ കൊഹറന്റും നോൺ കൊഹറന്റും ആയിട്ടുള്ള സോഴ്സുകളുടെ ഇന്റർഫറൻസ് ഇന്റൻസിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. 2 root I1 I2 cos phi എന്ന ടേം നോൺ കൊഹറന്റിൽ ഉണ്ടാവില്ല കേട്ടോ. ഇനി നമ്മൾ ജനറൽ ആയിട്ട് നമുക്ക് ഒരു ഇത് പറയണമെങ്കിൽ റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഓഫ് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് 4 ടൈംസ് വരണമെങ്കിൽ ഈ 4 2 സ്ക്വയർ വെച്ച് വന്നതാണ്. അപ്പൊ നമ്പർ ഓഫ് കോഹറന്റ് സോഴ്സസ് സ്ക്വയർ ഇൻറ്റു ഇൻഡിവിജ്വൽ ഇന്റൻസിറ്റി ഇതാണ് നമുക്ക് എന്ത് കിട്ടും? റിസൾട്ടന്റ് ഇന്റൻസിറ്റി കിട്ടും. നോൺ കോഹറന്റ് ആണെങ്കിൽ വെറുതെ നമ്പറിന് അവിടെ സ്ക്വയർ ഇല്ല, n into I0 മാത്രം ചെയ്യണം. ക്ലിയർ? യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു, കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അപ്പൊ അതൊക്കെ നോക്കി വയ്ക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് എന്ത് ചെയ്യുക മക്കളെ? ചോദിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വരാം. ക്ലിയർ ആയല്ലേ? ഓക്കെ.